യെസ്. ഹായ് മക്കളെ, ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു വിനസ് ഫാമിലി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എന്താ പറയാ ബോർഡ് എക്സാം ഗെറ്റിംഗ് ആണ് അല്ലെ, നമ്മുടെ എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഫിസിക്സ് +2 ഫിസിക്സിന്റെ അവസാനവട്ട കലാശക്കൊട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അല്ലെ. ഇന്നലെ നമ്മൾ അജീഷ് സാർ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാം തകർത്തടുക്കി പോയിട്ടുണ്ട്. ബാക്കി ഭാഗം സാർ കണ്ടിന്യൂ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ഇന്നലെ ക്ലാസ്സിലേക്ക് കയറി അടിച്ചു പൊളിച്ച് പഠിച്ചവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ എത്തിച്ച മക്കളെ. കമോൺ, സാറിന് പവർ കണ്ടു നിങ്ങളെ. എവിടെ കമോൺ സാറേ, എവിടെ? യെസ്, എല്ലാവരും അടിപൊളിയായി പഠിക്കുന്നു. സൂപ്പർ. അപ്പം സാറിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 ഫിസിക്സിന്റെ തന്നെ അവസാനത്തെ ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ടോ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റയോപ്റ്റിക്സ് ഉണ്ട്, ദെൻ നമ്മുടെ ന്യൂക്ലിയ ഉണ്ട്, ആറ്റംസ് ലൈക്ക് പിന്നെ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് എക്സെട്ര. നിങ്ങൾ കാണാം കേട്ടോ, വഴി നമുക്ക് കണ്ടു തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് പെർ ദ വെയിറ്റേജ് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജിന്റെ ഓർഡർ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പം സാർ ആദ്യം പറയാൻ പോകുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഏറ്റവും ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും വെയിറ്റേജ് വരുന്ന നമ്മുടെ സ്വന്തം റേ ഒപ്റ്റിക്സ് എന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഉഷാറാണെങ്കിൽ പവർ ആണെങ്കിൽ കമോൺ കമന്റ് ബോക്സിൽ കത്തിച്ച മക്കളെ. കമോൺ സാർ കാണട്ടെ. യെസ് എല്ലാവരും ഉഷാറാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സാറേ? യെസ്, റേ ഒപ്റ്റിക്സ് ചാപ്റ്റർ നമ്പർ 9 റേ ഒപ്റ്റിക്സ്. അപ്പം നോക്കാം എന്താണ് പറഞ്ഞോ. നോക്കാം. യെസ്, റേ ഒപ്റ്റിക്സിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് അറിയാം, നമുക്കറിയാം, നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് പ്രൈം സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് സോഴ്സ് അല്ലെ, ലൈറ്റ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മുടെ ഹ്യൂമൻ ഐസിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ലൈറ്റ്സ് ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വിച്ച് ഇസ് ഹാവിംഗ് എ വേവ് ലെങ്ത്, നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്, വിച്ച് ഇസ് ഹാവിംഗ് ദ വേവ് ലെങ്ത് ഓഫ് 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ. ദാറ്റ് പെർട്ടിക്കുലർ വേവ് ലെങ്ത് റേഞ്ച് മസ്റ്റ് ബി നോട്ടഡ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്താൽ വെക്കാം. ഓക്കെ, യെസ്. ദെൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് C, which is denoted by the term C. നമ്മൾ ഇനി ഒരുപാടധികം എന്താ പറയാ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിലാണെങ്കിലും ഇനി വരുന്ന എന്താ ഡെറിവേഷൻസിലാണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്ന ടേം ആണ് C, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, which is equal to 3 × 10⁻⁸ meter per second. Okay, yes. Then എന്താണ് റേ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the എന്താ പറയാ നമ്മുടെ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് അതിന്റെ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് നമ്മുടെ റേ ഒപ്റ്റിക്സ്. ഓൾറൈറ്റ്, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാർ ഓടിച്ച് പറഞ്ഞു പോകണ്ടോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും നോക്കിയിരിക്കുക. യെസ്, ദ ഫസ്റ്റ് ടോപ്പിക് ഇസ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം? വെൻ ലൈറ്റ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം there is a deviation at the interface between these two media. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് എന്താണ്? റിഫ്രാക്ഷൻ. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, ഒബ്ലിക്ലി ചെരിഞ്ഞ് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? there will be a slight deviation in the path. That phenomenon is called what? Right, refraction. നമ്മൾ ഒരുപാട് അധികം പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ്. ഓക്കെ, യെസ്, റിഫ്രാക്ഷൻ. Then after refraction what we are going to is yes all right. Yes, laws of refraction. Refraction എന്നാണ് പഠിച്ചു. ഇനി എന്താണ് laws of refraction? എന്തൊക്കെയാണ് റിഫ്രാക്ഷന്റെ നിയമങ്ങൾ? വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, the incident ray, the refracted ray and the normal to the point of incidence lies on the same plane. Yes, the incident ray, refracted ray and the normal to the point of incidence lies on the same plane. Yes, first law. Then second law is also known as Snell's law. പഠിച്ചിട്ടുണ്ടാവല്ലോ. Second law is also known as Snell's law. അതായത് yes, sine of angle of incidence to sine of angle of refraction is a constant. The ratio between sine of angle of incidence to the sine of angle of refraction is a constant. This particular law is known as what? Snell's law. എല്ലാ മക്കൾക്കും അറിയാം. എല്ലാവരും സാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് കമന്റ് ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ കമന്റ് ബോക്സ് ഒന്ന് ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ദെൻ യെസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ദിസ് പ്രൊപ്പോർഷൻ, അതായത് sin I by sin R is equal to constant, where I is the angle of incidence and R is the angle of refraction. Yes, അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് പറയുന്ന പേരെന്താ മക്കളെ? എന്താണ്? ഇറ്റ്സ് കോൾഡ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. യെസ്, ഓൾ റൈറ്റ്. യെസ്, N21 മീൻസ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. N21 എന്നല്ല വായിക്കേണ്ടത്, N21 വിച്ച് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കാം. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഓൾറെഡി പറഞ്ഞു, കോൺസ്റ്റന്റ് അല്ലേ, sin I to the sin R. ആ ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. യെസ്, അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഇതും ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രോബ്ലംസിൽ ഒരുപാടധികം ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പം നോക്കിയിരിക്കുക. N, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്യാൻ ബി ഓൾസോ ഇന്റർപ്രറ്റഡ് ആസ് C by V, where C is the velocity of light in vacuum and V is the velocity of light in that particular medium. All right, അപ്പം നമ്മൾ പൊതുവെ വെലോസിറ്റി അല്ല എന്താ പറയുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്
air is approximately 1 ആണ് ട്ടോ 1 and refractive index of water is 1.33 and refractive index of glass is 1.52 and refractive index of diamond is 2. എത്രയാണ് 42. എല്ലാവരും ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. യെസ്. Then ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നോക്കാം. ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിനോമിന ആണ്. എന്താണെന്ന് നോക്കാം. ഒരു അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട്. ഒന്നുമില്ല, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു ലൈറ്റർ മീഡിയം, അതായത് ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് എന്താ പറയാ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നോക്കുക. വെൻ എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ സർഫേസ് സെപ്പറേറ്റിംഗ് ടു മീഡിയ, അതായത് ഒരു ഇൻസിഡന്റ് ഒരു ലൈറ്റ് ബീം നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ചരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Then yes, when light travels from denser to rarer medium, the refracted ray bends away from the normal. അറിയാവുന്ന കാര്യമാണല്ലേ. പക്ഷേ ഇനി ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എപ്പോഴെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിൾ വെച്ചിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ റിഫ്രാക്റ്റഡ് മീഡിയം ദ ആംഗിൾ എന്താ പറയാ ലെവൽ ഓഫ് സെപ്പറേഷൻ, ആ ഒരു മീഡിയത്തിന്റെ ലെവൽ ഓഫ് സെപ്പറേഷന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ഇൻസിഡന്റ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ ലൈറ്റ് വിൽ റിഫ്ലക്ട് ടു ദ സെയിം മീഡിയം വിത്തൗട്ട് അണ്ടർഗോയിങ് റിഫ്രാക്ഷൻ. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് എന്താണ് മക്കളെ? നമ്മുടെ സ്വന്തം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ പറയാ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. ഇമ്പോർട്ടന്റ് ആണ് ഈ കാണിച്ചിരുന്ന പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. ഡെൻസർ മീഡിയത്തിൽ നിന്നും റയർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ വെച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻസിഡന്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഇൻസിഡന്റ് ആംഗിളിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ത് സംഭവിക്കും? നമ്മുടെ സെപ്പറേഷൻ മീഡിയത്തിന്റെ സെപ്പറേഷന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ, അതിനേക്കാൾ കൂടുതൽ ആംഗിളിൽ ഇൻസിഡന്റ് റേ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കാതെ ആ ലൈറ്റ് സെയിം മീഡിയത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നോക്കുക, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫർദർ ഇൻക്രീസ് ദ റേ ഗെറ്റ്സ് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ സെയിം മീഡിയം. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് നിൽക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സാർ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം മക്കൾ പഠിച്ച കാര്യമാണെന്ന് അറിയാം. എന്നിരുന്നാലും എന്താണ് ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷൻ ആണ്, അല്ലെ? ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷൻ ആണ്. യെസ്, നോക്കാം. ഓൾ റൈറ്റ്, ക്രിട്ടിക്കൽ ആംഗിൾ സാർ പറഞ്ഞല്ലേ, ക്രിട്ടിക്കൽ ആംഗിൾ നോക്കാം. വെൻ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ പെർട്ടിക്കുലർ ആംഗിൾ, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതലാണെങ്കിൽ സംഭവിക്കും? അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും, അല്ലെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അറിയാവുന്ന കാര്യമാണ്, ഓർത്തിരിക്കാം കേട്ടോ. യെസ്, ഫൈൻ. All right. Let's move on. Yes, power of lens. അടുത്ത ടോപ്പിക് ആണ് നമ്മുടെ പവർ ഓഫ് ലെൻസ്. എന്താണ് പവർ ഓഫ് ലെൻസ്? ഒന്നുമില്ല മക്കളെ, ഇറ്റ്സ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. ഒരു ലെൻസിന്റെ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ആണ് എന്ത്? പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇറ്റ്സ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ആണ് കേട്ടോ. യൂണിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഡയോപ്റ്റർ. യെസ്, P is equal to 1/f, അതായത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആൻഡ് ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിന്റെ ന്യൂമറിക്കൽസ് ചെയ്യും, അപ്പൊ മനസ്സിലാവും കേട്ടോ. ഓൾ റൈറ്റ്, യെസ്. ഓക്കെ, ഇനി യെസ്, ഈ ഒരു ചാപ്റ്ററിൽ പെർട്ടിക്കുലർലി ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചധികം ഡെറിവേഷൻസ് ഉണ്ട് ആൻഡ് ദാറ്റ് ഡെറിവേഷൻസ് ഇസ് ലൈക്ക് എന്താ പറയുക വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ യു ക്യാൻ എക്സ്പെക്ട് ഓൺ ദ മെയിൻ എക്സാമിനേഷൻ. അതായത് മെയിൻ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഒരു പ്രിസത്തിലൂടെ സംഭവിക്കുന്ന റിഫ്രാക്ഷൻ വെരി ഇമ്പോർട്ടന്റ് തിങ്, വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ പറയുന്ന 5 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം, എന്തൊക്കെ നിർബന്ധമായും ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ്, കുറച്ചധികം സിമ്പിൾ ടോപ്പിക്സ് ആണ് അറ്റ് ദ ലാസ്റ്റ് ഓഫ് ദിസ് എന്താ പറയുക നമ്മുടെ സെഷന്റെ ലാസ്റ്റ് ആർ കാണിച്ചിട്ടോ. ഓൾറൈറ്റ്, അപ്പം റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്താ നോക്കുക, സിമ്പിൾ ആണ്. ആൻഡ് ഐ റിപ്പീറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ ഒരു ഡെറിവേഷന്റെ കേസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഈ ഒരു ഫിഗർ, ദിസ് ഫിഗർ യു ഹാവ് ടു ഫോക്കസ് ദിസ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഫിഗർ. ഈ ഒരു ഫിഗർ നല്ല വൃത്തിക്ക് വരയ്ക്കാം കേട്ടോ. ഈ ഒരു ഫിഗർ നല്ല വൃത്തിക്ക് വരയ്ക്ക് തന്നെ വേണം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓരോ ആംഗിളും പെർട്ടിക്കുലർലി സ്പെസിഫൈ ചെയ്ത് ഓരോ പെർട്ടിക്കുലർ പോയിന്റിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി കേസിലുണ്ട്. ഓക്കെ, അതിൻ്റെതായ പ്രത്യേകത ഈ ഒരു എന്താ പറയാ പെർട്ടിക്കുലർ എക്സാമ്പിൾ ഉണ്ട്. അപ്പം ഇതൊരു എന്താ പറയാ ട്രയാങ്കുലർ പ്രിസം ആണ്. ഓക്കെ, ഒരു ട്രയാങ്കുലർ പ്രിസം ആണ് വിച്ച് ഇസ് ഹാവിംഗ് ABC എന്ന് പറയുന്ന 3 കോർണേഴ്സ്. ഓക്കെ, ABC എന്ന് പറയുന്ന കോർണേഴ്സ്. ഇവിടെ PQ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിഡന്റ് റേ ആണ്. QR എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ്. ആൻഡ് അഗെയിൻ എന്താണ് RS എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്. അതായത് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് എമർജന്റ് റേ. എമർജന്റ് റേസ് ഒന്നുമില്ല, നമ്മുടെ
പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേ, പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേ ആണ് എമർജന്റ് റേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ഈ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു അല്ലെ, ആദ്യം ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ എയർ ആണ്, പുറത്തെ മീഡിയം എയർ ആണ്, അകത്തെ മീഡിയം ഗ്ലാസ് ആണല്ലേ. അപ്പം when light travels from one medium to another medium, എന്താ സംഭവിക്കുക? there will be an refraction അല്ലെ, അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. കൂടാതെ ഈ വരുന്ന റിഫ്രാക്റ്റഡ് റേ വീണ്ടും ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുന്നു അല്ലെ, ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വീണ്ടും നമ്മുടെ റിഫ്രാക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ, സാറ്റിസ്ഫൈ ആവണം. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, അവിടെയും എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. ദെൻ ഫൈനലി ഇതൊരു വേറെ ടൈമാണ്. അതായത് എന്താ, ഇവിടെ പുറത്തേക്ക് പോകുന്ന റേ, അതായത് എമർജന്റ് റേയും നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എമർജന്റ് ആംഗിൾ അല്ലെങ്കിൽ എമർജൻസ് ആംഗിൾ വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ദ ടേം ഇ. ഓക്കെ, ഇനി ഒരു ആംഗിൾ കൂടി ഉണ്ട്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ അതായത് ഒന്നുമില്ല, ഈ വരുന്ന ഇൻസിഡന്റ് റേ ഇങ്ങനെയാ വരുന്നത് അല്ലെ, ഈ പി ക്യു എന്ന് പറഞ്ഞ ഇൻസിഡന്റ് ഇങ്ങനെയാ വരുന്നത്. ഇനി ആഫ്റ്റർ രണ്ട് റിഫ്രാക്ഷൻ ശേഷം ഇങ്ങനെയാണ് ഈ ഒരു ഓറിയന്റേഷനിലേക്ക് എന്ത് പോവാ? നമ്മുടെ എന്താ പറയാ, യെസ് അത് വരച്ച് കാണിച്ചു തരാം. ഇതാണ് പ്രിസം അല്ലെ, ഇതാണ് പ്രിസം. ഇങ്ങനെ വന്ന് വീഴുന്ന ഇൻസിഡന്റ് റേ ആദ്യം റിഫ്രാക്ഷൻ സംഭവിച്ചു, വീണ്ടും റിഫ്രാക്ഷൻ എന്ത് പുറത്തേക്ക് പോയി അല്ലെ, പുറത്തേക്ക് പോയി. ഓക്കെ, 2 തവണ റിഫ്രാക്ഷൻ സംഭവിച്ചു. പക്ഷേ നോക്കുക, ഇവിടെ ഒരു മീഡിയം ഇല്ലാതിരുന്നെങ്കിൽ, മറ്റൊരു മീഡിയം ഇല്ലാതിരുന്നെങ്കിൽ നമ്മുടെ ലൈറ്റ് എങ്ങനെ പോയാനെ? ലൈറ്റ് ഇങ്ങനെ പോയാൻ അല്ലെ, ലൈറ്റ് ഇങ്ങനെ പോയാൽ. പക്ഷേ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയം ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഈ ലൈറ്റ് ഡീവിയേഷൻ അണ്ടർഗോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് മൂവ് ചെയ്ത ടോട്ടൽ ഡീവിയേഷൻ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ദ ടേം ഡെൽറ്റ. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കാം, ഇത്രയും അറിഞ്ഞിരിക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഡെറിവേഷൻ ആണ് സാർ കാണിച്ചത്. ഓക്കെ, ഓൾറൈറ്റ്. ഫസ്റ്റ് കാര്യം, നമുക്ക് ആ ഒരു ഫിഗറിലെ സാർ ഒന്ന് കാണിച്ചു തരാം. ആ ഒരു ഫിഗറിലെ നമ്മുടെ ഈ കാണിക്കുന്ന പെർട്ടിക്കുലർ ഫിഗറിൽ ക്യൂ ഇസ് ഈക്വൽ ടു AQNR എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സാർ പറഞ്ഞാൽ ഓർത്തിരിക്കുക, AQNR എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പെർട്ടിക്കുലർ AQNR എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിനെ കൺസിഡർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നതാണ് ഇനി വരുന്ന ഫോളോ അപ്പ്. ഓക്കെ, ഇനി വരുന്ന ഡെറിവേഷൻ അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. AQNR കൺസിഡർ ചെയ്യാം. ഓൾറൈറ്റ്, യെസ്. ഓക്കെ, യെസ്. ഇവിടെ ആ ഒരു പെർട്ടിക്കുലർ ക്വാഡ്രിലാറ്ററിൽ ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 ആണ് കേട്ടോ. ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഓൾറൈറ്റ്, ദെൻ ഇനി അതിൽ നിന്നും ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് അറിയാം, ഒരു ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ ആംഗിൾസിന് സമയത്താണ് 360 ഡിഗ്രി ആണ് അല്ലേ. ഓക്കെ, അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഇസ് ഓൾസോ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. യെസ്. ദെൻ ഫോളോയിങ്ലി ഇനി അതിന്റെ അകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിനകത്തെ R1 പ്ലസ് R2. R1 എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഫസ്റ്റ് റിഫ്രാക്ഷൻ, അതായത് റിഫ്രാക്ഷൻ ആംഗിൾ. യെസ്, ആ ഫിഗറിൽ R1 എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, ആൻഡ് R2 എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, പ്ലസ് ആംഗിൾ എൻ. ആ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിന് സമയം എത്രയാണ്? 180 ആണ് അല്ലെ. R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു 180 ആണ്. അതായത് ട്രയാങ്കിൾസിന്റെ ആംഗിൾസിന് സമയം എത്രയാണ്? 180 ആണ്. അതാണ് ഇക്വേഷൻ 2. അതിനെ ഇക്വേഷൻ 2 എന്ന് ഡിനോട്ട് ചെയ്തു. യെസ്. ഇനി ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 നമുക്ക് എന്ത് മനസ്സിലാവും? നോക്കുക, രണ്ടിന്റെയും RHS ഈക്വൽ ആണ് അല്ലെ, RHS ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ R1 പ്ലസ് R2 is equal to ആംഗിൾ എ എന്ന് എഴുതാം. R1 പ്ലസ് R2 is equal to ആംഗിൾ എ എന്ന് എഴുതാം. വെരി ഇമ്പോർട്ടന്റ് തിങ് ഓർത്തിരിക്കുക കേട്ടോ. R1 പ്ലസ് R2 എന്തുകൊണ്ടാണ്? ഇക്വേഷൻ 1നെയും 2നെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ RHS എന്താണ്? ഈക്വൽ ആണല്ലേ, 180. അങ്ങനെയാണെങ്കിൽ R1 പ്ലസ് R2 is equal to ആംഗിൾ എ എന്ന് എഴുതാം. യെസ്. ഇനി ഫ്രം ട്രയാങ്കിൾ QRM, ഡെൽറ്റ ഇസ് ഈക്വൽ ടു, സാർ പറഞ്ഞു ഡെൽറ്റ എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണല്ലേ, I മൈനസ് R1 പ്ലസ് E മൈനസ് R2 ആണ്. അത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഡെൽറ്റ ഇസ് ഈക്വൽ ടു I മൈനസ് R1 പ്ലസ് E മൈനസ് R2 ആണ്. ഓക്കെ, I മൈനസ് R1 പ്ലസ് ഇതിനെ സാർ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടോ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താം? I പ്ലസ് E മൈനസ് R1 പ്ലസ് R2. ഈ മൈനസ് എന്ത് ചെയ്തു? മൈനസിനെ മാറ്റി പ്ലസ് ആക്കി മാറ്റി. I പ്ലസ് E മൈനസ് R1 പ്ലസ് R2 നോക്കി. ഓൾ റൈറ്റ്, യെസ്. ഓക്കെ, ഫൈൻ. ദെൻ ഇതിനെ എന്ത് ചെയ്തു?
R1 പ്ലസ് R2 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആംഗിൾ ഓഫ് പ്രിസം എ ആണല്ലേ. R1 പ്ലസ് R2 is equal to ആംഗിൾ ഓഫ് പ്രിസം ആണ്. അപ്പം ഈ R1 പ്ലസ് R2 മാറ്റി സാർ എന്ത് എഴുതി എ എന്ന് എഴുതി, ആംഗിൾ ഓഫ് പ്രിസം എന്ന് എഴുതി. R1 പ്ലസ് R2 is equal to എ എന്ന് നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം R1 പ്ലസ് R2 is equal to എ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി മറ്റൊരു കേസിൽ യെസ് നോക്കാം. I പ്ലസ് ഇ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ് is equal to angle of deviation plus a, angle of prism. Okay, angle of incidence plus angle of emergence is equal to എന്താണ് delta. Delta means എന്താണ്? Delta means angle of deviation plus angle of prism. A means angle of prism ആണ് കേട്ടോ, angle of prism. All right. ഇനിയാണ് മറ്റൊരു കേസ്. നിങ്ങൾ എന്താ പറയാ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ് കേട്ടോ, ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ്. അതായത് നമുക്കൊരു ഗ്രാഫ് സാർ കാണിച്ചു തരാം, ഒരു ഗ്രാഫ് വേണം സാർ കാണിച്ചു തരാം. യെസ്, ഇനി വരുന്നത് ഇത്രയും ഒരു എക്സ്പെരിമെന്റ് ചെയ്തല്ല, ഇനി വരാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ്, ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ്. അത് സാർ കാണിച്ചു അതിനുശേഷം ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, യെസ് അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ഒരു ഗ്രാഫ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻ തമ്മിലുള്ള ഒരു കർവ് ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും തമ്മിലുള്ള കർവ് ആണ്. ഒന്നുമില്ല, ഇവിടെ എക്സാക്ട് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് യൂസിങ് എന്താണ് ഒരു എക്സ്പെരിമെന്റൽ ത്രൂ ആണ് കേട്ടോ. നിങ്ങളിത് ലാബിലൊക്കെ പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ലാബില് പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇവിടെ എക്സാക്സിൽ ഞാൻ എന്ത് ചെയ്തു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തു. അതായത് ഒന്നുമില്ല, ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ എന്ത് ചെയ്തു ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പയ്യെ കൂട്ടി കൊണ്ടുവരികയാണ് കേട്ടോ, പയ്യെ കൂട്ടി കൊണ്ടുവരികയാണ്. ഓൾറൈറ്റ്, അപ്പം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് എന്താ കാണാൻ പറ്റുന്നത് നോക്കിയേ, നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്തു കുറഞ്ഞു വരികയാണ് അല്ലെ. നോക്കിയേ, ഇവിടെ നിന്നും സീറോയിൽ നിന്നും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വരുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ആംഗിൾ ഓഫ് ഡീവിയേഷൻ അതായത് ഈ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കുറഞ്ഞു വരുന്നു. പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഞാൻ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ കൂട്ടുമ്പോൾ എന്താ സംഭവിച്ചത്, നേരെ മുകളിലോട്ട് പോകാനല്ലേ, ഗ്രാഫ് നേരെ മുകളിലോട്ട് പോവുകയാണ്. അതായത് വിച്ച് മീൻസ് എന്താണ്, നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുകയാണ്. അതായത് ഈ ഒരു എക്സ്പെരിമെന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒന്നുമില്ല, നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഗ്രാഫിങ്ങിന് സ്ലോപ്പ് ആയിട്ട് വരില്ലേ, കുറഞ്ഞു വരികയാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആംഗിളിന് ശേഷം ഞാൻ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഗ്രാഫ് നേരെ മുകളിലോട്ട് പോവുകയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന പേരാണെന്ത്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതാണ് നമ്മുടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഈ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് ബാക്കിയുള്ള നമ്മുടെ എന്താ പറയാ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. യെസ് നോക്കാം. യെസ് സാർ എന്ത് ബാക്കിൽ പോയല്ലോ, സ്പോട്ട് മോണിക്കൂടെ. ഓക്കെ, യെസ് ഓക്കെ. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റിന് ശേഷം സാർ പറഞ്ഞു ഈ ഒരു ഗ്രാഫിന്റെ ഇന്റർപ്രിറ്റേഷന് ശേഷമാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഡെറിവേഷൻ കണ്ടിന്യൂഷൻ. സിമ്പിൾ ആണ്, ഓൾമോസ്റ്റ് സെറ്റ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. യെസ്, ഇഫ് വി ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരുന്നു. റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസസ്, ഒരു മിനിമം വാല്യൂവിന് ശേഷം എന്ത് സംഭവിക്കുന്നു, വീണ്ടും കൂടുന്നു. ദ മിനിമം വാല്യൂ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷൻ. ഈ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന് ചില പ്രത്യേകതകളുണ്ട്. എന്താ നോക്കാം. യെസ് നോക്കാം. യെസ് ഓക്കെ, യെസ് ഈ ഒരു മിനിമം ഡീവിയേഷനിൽ ഐ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആയിരിക്കും. കൂടാതെ ഫസ്റ്റ് റിഫ്രാക്റ്റഡ് ആംഗിൾ R1 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, R2 ആയിരിക്കും. ഒന്നാമത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും രണ്ടാമത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു R, വിച്ച് ഇസ് ഈക്വൽ ടു R ആയിരിക്കും. നമ്മൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതിനെ R എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. കൂടാതെ നോക്കുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, മിനിമം ഡീവിയേഷൻ കേട്ടോ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, യെസ് ഈ ഒരു കണ്ടീഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം, R പ്ലസ് R ഇസിക്വൽ ടു എ ആണല്ലോ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. R1 പ്ലസ് R2 ഇസിക്വൽ ടു എ ആയിരുന്നു. അതിന് പകരം എന്ത് ചെയ്തു, R പ്ലസ് R ഇസിക്വൽ ടു എ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 2R ഇസിക്വൽ ടു എ എന്ന് വന്നു അല്ലെ, 2R ഇസിക്വൽ ടു എ എന്ന് വന്നു. ഇതിൽ നിന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ഇസിക്വൽ ടു A/2 എന്ന് വന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ഇസിക്വൽ ടു A/2 എന്ന് വന്നു. അവിടെ വെക്കാം. യെസ്, രണ്ടാമത്തെ കേസ് നോക്കാം. I പ്ലസ് ഐ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു A പ്ലസ് ഡി ആണ്. ഓക്കെ, A പ്ലസ് ഡി ആണ്. കൂടാതെ യെസ് ഇതൊന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ യെസ്, അപ്പം 2i എന്ന് വരും അല്ലെ.
2i plus a, 2i is equal to a plus d എന്ന് i plus i എന്നാണ് 2i അല്ലെ, ബാക്കി എന്താണ് RHS എന്താ ഉള്ളത്, a plus d ഉണ്ട്. ഓൾ റൈറ്റ്, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും i is equal to a plus d by 2 എന്ന് വന്നു. i is equal to ഈ 2 നേരെ RHS ചെയ്തൊന്ന് സംബന്ധിച്ചു a plus d by 2 എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കിട്ടി, ആംഗിൾ ഓഫ് ഇൻസിഡൻസും കിട്ടി. ഇനി നമുക്കൊന്നുമില്ല, നേരെ നമ്മുടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. നേരെ നമ്മുടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ബൈ സ്നെൽസ് ലോ, യെസ്. എന്താ പറയുന്നത് refractive index of second medium with respect to first medium is equal to sin I by sin R അല്ലെ, sin I by sin R ആണ്. നമ്മൾ ഓൾറെഡി ഐന്റെ വാല്യൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ അറിയാം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡൺ, അത്രേ ഉള്ളൂ. ഐയുടെ വാല്യൂ എന്താണ്, a plus d by 2 ആണ്. ആറിന്റെ വാല്യൂ എന്താണ്, a by 2 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡെറിവേഷൻ ഇസ് ഡൺ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഡെറിവേഷൻ കേട്ടോ. ഈ ഒരു വാല്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് നമ്മൾ പ്രിസത്തിന്റെ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണ് നമ്മൾ ഡിറൈവ് ചെയ്തോ. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു ഒന്നുമില്ല, സൈൻ ഓഫ് എ പ്ലസ് ഡി ബൈ 2 ആൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്, സൈൻ ഓഫ് എ ബൈ 2. ഇതാണ് നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്ന് പറയുന്ന കാര്യം. ഈ കാര്യം ഓക്കെയാണ്, നിങ്ങളെല്ലാം എന്താ പറയുക കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിക്കാൻ പറ്റുന്നില്ല മക്കളൊന്ന് കമന്റ് ബോക്സ് കത്തിച്ചാ വേഗോട്ടെ. യെസ് 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 യെസ്, വേഗോട്ടെ. ഓൾ റൈറ്റ്, സൂപ്പർ, അടിപൊളി, ഫൈൻ, യെസ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഫോർ സ്മോൾ ആംഗിൾഡ് പ്രിസം, ചെറിയ വാല്യൂസ് ഉള്ള പ്രിസത്തിന്, യെസ്, ഒരുപാട് അടിപൊളി, ഓക്കെ ഫൈൻ, യെസ്. ഇവിടെ എന്താ വരാ സൈൻ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് തീറ്റ, സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും, തീറ്റ ആയിരിക്കും അല്ലെ. സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n21 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഇസ് ഈക്വൽ ടു എന്താണ്, സൈൻ ഓഫ് a പ്ലസ് d ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് a ബൈ 2 ആണ് അല്ലെ, സൈൻ ഓഫ് a ബൈ 2 ആണ്. ഓൾറൈറ്റ്, ഇവിടെ സാറ് പറഞ്ഞു ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് തീറ്റ സൈൻ തീറ്റ എന്തായിരിക്കും മക്കളെ, നത്തിങ് ബട്ട് തീറ്റ ആയിരിക്കും. ഓക്കെ, നത്തിങ് ബട്ട് തീറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോർ സ്മോൾ ആംഗിൾ പ്രിസം, വളരെ ആംഗിൾ കുറഞ്ഞൊരു പ്രിസമാണ്. ആംഗിൾ ഓഫ് പ്രിസം എ വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, സൈൻ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് സൈൻ ഇവിടെ പോയി ബാക്കി എന്തുണ്ട്, എ പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ എ ബൈ 2 എന്ന് വന്നു. ഓക്കെ, എ ബൈ 2 എന്ന് ഒന്നുമില്ല, അതിന് റീഅറേഞ്ച് ചെയ്യാം. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എ ബൈ 2 നേരെ റെസിപ്രോക്കൽ എടുത്ത് മുകളിലേക്ക് വന്നു, യെസ്. നേരെ എ ബൈ 2 എന്ത് വന്നു, നേരെ നമ്മുടെ റെസിപ്രോക്കൽ എടുത്ത് മുകളിലേക്ക് വന്നു. കൂടെ എന്ത് വന്നു, n21 is equal to a plus d ഡിവൈഡ് ബൈ a. ഇതില് a ബൈ a എന്താണ്, 1 ആണ്. അപ്പൊ 1 plus d by a എന്ന് വന്നു, 1 plus d by a എന്ന് വന്നു. ഓക്കെ, അങ്ങനെ d by a is equal to n21 minus 1 ആണ്. ഓക്കെ, n21 minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ d is equal to നേരെ a നേരെ RHS കൊണ്ടുവരും. അപ്പൊ എന്ത് വന്നു, n21 minus 1 into a എന്ന് വന്നു. n21 minus a വന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, n21 minus 1 into a എന്ന് വന്നു. അപ്പം എന്ത് കിട്ടി നമുക്ക്, നമ്മുടെ മിനിമം ഡീവിയേഷൻ ആംഗിൾ കൂടെ കണ്ടെത്തി. ഈ ഒരു കേസ് കൂടിയും ഓർത്തിരിക്കുക, പ്രോബ്ലംസിൽ ആപ്ലിക്കബിൾ ആണ് കേട്ടോ, ഓൾ റൈറ്റ്, യെസ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു കർവ് ഓർത്തിരിക്കുക. ഈ ഒരു കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എക്സ് കോർഡിനേറ്റിലെ ഏതൊക്കെ വാല്യൂസ് ആണ്, വൈ കോർഡിനേറ്റിലെ ഏതൊക്കെ വാല്യൂസ് എന്ന് ഓർത്തിരിക്കുക. ഈ മിനിമം ഡീവിയേഷനിലെ പ്രത്യേകതകൾ കൂടി അറിഞ്ഞിരിക്കണം. I is equal to E ആണ്. ആ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഓർത്തിരിക്കണം. ഓൾ റൈറ്റ്, യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ന്യൂമറിക്കൽസ്. ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഇതിന്റെ ന്യൂമറിക്കൽസ്. ഓക്കെ, എന്തൊക്കെയാണ് ന്യൂമറിക്കൽസ് നോക്കാം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് എ പ്രിസം, ഒരു പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 1.5 ആണ്. 1.5 ആണ്. ഓക്കെ, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ, ഒരു പ്രിസത്തിന്റെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ പ്രിസം. അതാണ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. യെസ്, നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ ആദ്യം എടുത്ത് ചെയ്താം. നോക്കാം, n is equal to, യെസ്, n എന്താണ്, n ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ, which is equal to എത്രയാണ്, 1.5. ഓൾറെഡി ഗിവൺ ആണ്. ഈ 1.5 എന്താ മക്കളെ, നത്തിങ് ബട്ട് 3/2 ആണല്ലേ, 3/2 ആണ്. അപ്പം എന്ത് ചെയ്തി, 1.5 is equal to 3/2 എന്ന് എഴുതി. ഇനി ഈ ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഓർത്തിരിക്കുക. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/n. എന്താണ് n, എന്താണ്, where n is the refractive index of the material. ഓക്കെ, അപ്പം c എന്നാണ് ക്രിട്ടിക്കൽ ആംഗിൾ. c is equal to എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/n ആണ്. ഓക്കെ, ഇതിൽ ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം n അറിയാം അല്ലെ, n. അപ്പൊ 1/n എന്തായിരിക്കും, നേരെ റെസിപ്രോക്കൽ
2/n വന്നു അല്ലേ, 2/n വന്നു. അപ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് 2/n is equal to നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ സിമ്പിൾ ആയിട്ട് ഫീഡ് ചെയ്യാം. യു വിൽ ഗെറ്റ് 41.8 ഡിഗ്രീസ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 41.8 ഡിഗ്രി ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് റെലവെന്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ആരും അതിന് നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. ഓൾറൈറ്റ്, യെസ്. അങ്ങനെയെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എ കോൺവെക്സ് ലെൻസ് ഹാസ് 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഇൻ എയർ. എപ്പോഴും വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. എ കോൺവെക്സ് ലെൻസ് ഹാസ് 20 സെന്റിമീറ്റർ, കോൺവെക്സ് ലെൻസ് ഹാസ് 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഇൻ എയർ. എയറിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്, 20 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ? യെസ്, ആ ഒരു ലെൻസിന് ഞാനൊരു വാട്ടറിൽ ഡിപ്പ് ചോദിച്ചാൽ, വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ടു വാട്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ടു വാട്ടർ എത്രയാണ്, 1.33 ആണ്. എയർ ടു വാട്ടർ 1.33 ആണ്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ടു ഗ്ലാസ് എത്രയാണ്, 1.5. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണ്, 1.33, ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എത്രയാണ്, 1.5 എന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയും ഗിവൺ ഡേറ്റാസ് ആണ്. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം കേട്ടോ. എന്താ നോക്കുക, സിമ്പിൾ ആണ്, ആൻസർ സിമ്പിൾ ആണ്, നോക്കാം. യെസ്, നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് ആദ്യം എടുത്ത് എഴുതാം. എഫ് ഓഫ് എ, അതായത് എയറിലുള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് എഫ് സഫിക്സ് എ. സ്റ്റാൻഡ്സ് ഫോർ എയർ. ഓക്കെ, എഫ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഫോക്കൽ ലെങ്ത്. അപ്പം എയറിൽ വെച്ചിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്, 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ ആണ്. ആൻഡ് N1, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അല്ലെങ്കിൽ ഫസ്റ്റ് മീഡിയം എത്രയാണ്, 1 ആണ് അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം എയറിൽ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എത്രയാണ്, 1 ആണ്. ഓൾറൈറ്റ്, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എഫ് ഡബ്ല്യു എന്താണ്, ഒന്നുമില്ല, ഫോക്കൽ ലെങ്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലെൻസ് ഇൻ എവിടെയാണ്, വാട്ടറിൽ. ആ ലെൻസിനെ ഞാൻ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി തന്നിരിക്കുന്ന കാര്യമുണ്ടല്ലോ, എന്താണ് NW, വിച്ച് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണ്, 1.33 ആണ്. ദെൻ കൂടാതെ NG എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇസ് ഈക്വൽ ടു 1.5 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എന്ത് ചെയ്ത് എടുത്ത് എഴുതാം. നമുക്കിനി എന്ത് ചെയ്താം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ നോക്കാം. യെസ്, 1/FA is equal to എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഇൻറ്റു 1/R1 മൈനസ് 1/R2. നമ്മൾ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ആണല്ലേ, നിങ്ങൾ ഡെറിവേഷൻ എന്തായാലും പഠിച്ചൊരു ഇക്വേഷൻ ആണ്, ഡെറിവേഷൻ ആണ് ഇതില്. യെസ് ഓഫ് കോഴ്സ്. ഓൾറൈറ്റ്, അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1/F, അതായത് 1 ഫോക്കൽ ലെങ്ത് FA is equal to എത്രയാണ്, യെസ് ഓബ്വിയസ്ലി NCERT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, 1/FA is equal to എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഇൻടു എന്താണ്, 1/R1 മൈനസ് 1/R2. നിങ്ങൾ എന്താ പറയുക, കോൺവെക്സ് സർഫസ്, റിഫ്രാക്ഷൻ അറ്റ് കോൺവെക്സ് സർഫസ് ഒരു പെർട്ടിക്കുലർ ഡെറിവേഷനിൽ നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ, എന്താ പറയുക, റിഫ്രാക്ഷൻ ത്രൂ എന്താ പറയുക, കോൺവെക്സ് സർഫസ്. യെസ്, ആ ഒരു പെർട്ടിക്കുലർ ഡെറിവേഷന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് വെച്ച് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിമ്പിൾ ആണ്, നോക്കുക. അപ്പൊ നമുക്ക് ഇപ്പോ നമ്മൾ എയറിലാണ് FA എന്താണ്, എയറിലെ ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ. അതായത് ഒരു നമ്മുടെ ലെൻസ് എയറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് FA. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ പെർട്ടിക്കുലർ ലെൻസിനെ, ഈ പെർട്ടിക്കുലർ കോൺവെക്സ് ലെൻസിനെ ഞാൻ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുക. അതായത് FW ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. FW ആണ് കണ്ടുപിടിക്കണം, നോക്കാം. യെസ്, അപ്പം സിമിലർലി ഞാൻ എന്ത് ചെയ്തു, അത് ആ ഇക്വേഷൻ എന്ത് ചെയ്തു, 1/FW is equal to NG, അതായത് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഇവിടെ വാട്ടർ ആണ് ഫസ്റ്റ് മീഡിയം എന്ന് പറയാൻ കാരണം എന്താണ്, വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ലെൻസിനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ എവിടെയായിരുന്നു, എയറിലായിരുന്നല്ലേ. അതുകൊണ്ടാണ് ഫസ്റ്റ് മീഡിയം എന്തായി മാറിയത്, നമ്മുടെ എയർ ആയി. വാട്ടറിൽ ലെൻസിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ എന്തായി, വാട്ടറിൽ ലെൻസിനെ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് മീഡിയം ആരാണ്, അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മീഡിയം എന്താണ്, ഒബ്വിയസ്ലി വാട്ടർ ആണ്. അതുകൊണ്ടാണ് NG മൈനസ് NW ഡിവൈഡ് ബൈ NW is equal to 1 1/R1 മൈനസ് 1/R2 എന്ന് വന്നു. ഒന്നുമില്ല, ഇനി സിമ്പിൾ ആണ് കേട്ടോ. ഇനി സാർ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം
ഇവിടെ ഈ രണ്ട് കോമൺ എന്താണ്, ഈ രണ്ടും ഏരിയ എന്താണ്, കോമൺ ആണല്ലേ. 1/r1 മൈനസ് 1/r2. ഇവിടെ എന്തുണ്ട്, 1/r1 മൈനസ് 1/r2. രണ്ടിനും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം, രണ്ടിനെയും ക്യാൻസൽ ചെയ്യാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ആണ് കേട്ടോ, 1/2 അല്ല, ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ആണ്. ഓൾ റൈറ്റ്. അപ്പം FW/FA is equal to എന്ത് വന്നു, ഇവിടെ ബാക്കി എന്താ ഉള്ളത്, NG മൈനസ് NW. യെസ്, NG മൈനസ് NW ഉണ്ട്. കൂടാതെ ഇതിന് നേരെ എന്ത് റെസിപ്രോക്കൽ മോളിക്ക് വരും അല്ലേ, റെസിപ്രോക്കൽ മോളിക്ക് വരും, NG മൈനസ് NW ബൈ NA. യെസ്, ഇൻ ടു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ NG മൈനസ് NW ബൈ NW, NG മൈനസ് NW ബൈ NW എന്ന് വന്നു. ഓൾ റൈറ്റ്. ഇനി ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, FW ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഫോക്കൽ ലെങ്ത് അറ്റ് വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ഫോക്കൽ ലെങ്ത് അറ്റ് വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നേരെ ഫോക്കൽ ലെങ്ത് അറ്റ് എയറിനെ നേരെ RHS എടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എല്ലാ വാല്യൂസ് ഉണ്ടല്ലേ, എല്ലാ വാല്യൂസും അറിയാവുന്ന വാല്യൂസ് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. FA എത്രയാണ്, 20 സെന്റിമീറ്റർ ആണ്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി NG എത്രയാണ്, അറിയാവുന്ന കാര്യമാണ്, 1.5 മൈനസ് N1 എയർ ആണല്ലേ, 1 ആണ്. നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എത്രയാണ്, 1 ആണ്. അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 78.23 എന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. നിങ്ങൾ സാറ് പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഇതോടുകൂടി തന്നെ ചെയ്തു പോകാൻ നോക്കാം കേട്ടോ. സാറിന്റെ കൂടെ തന്നെ ചെയ്തു പോകാൻ നോക്കാം. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷേ ഓൾറെഡി പഠിച്ച കാര്യമാണ്, എല്ലാവരും പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ അറിയില്ല, ഇത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവില്ല. എന്നിരുന്നാലും ജസ്റ്റ് ബി വിത്ത് മീ. ഓക്കെ, കൂടെ തന്നെ ചെയ്തു പോകട്ടോ. ഓൾ റൈറ്റ്. യാ, അങ്ങനെയാണെങ്കിൽ ആൻസർ എത്തി വരും. ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു ഇക്വേഷൻ മാത്രം മതി, നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ബാക്കി എല്ലാ വാല്യൂസ് ഉണ്ട്, സിംപ്ലി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് യു വിൽ ഗെറ്റ് 78.23 കിട്ടും. അതിന്റെ ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ കിട്ടും കേട്ടോ. 78.23 സെന്റിമീറ്റർ കിട്ടും. ഓൾ റൈറ്റ്. യെസ്, ആണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ഈ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ആൻഡ് നിങ്ങളുടെ എന്താ പറയാ NCERT വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. ഇഫ് ഫോക്കൽ ലെങ്ത് F is equal to 0.5 meter for glass lens, what is the power of lens? എന്തായിരിക്കും അതിന്റെ പവർ? ഒന്നുമില്ല, സിമ്പിൾ ആണല്ലേ. എന്താണ് പവറിന്റെ ഇക്വേഷൻ? നത്തിങ് ബട്ട് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് അല്ലെ. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ എന്താണ്? മീറ്റർ ആണല്ലേ. എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഡിയൈ ഓഫ് ദ കർവേച്ചർ ഓഫ് ദ ഫേസസ് ഓഫ് ഡബിൾ കോൺവെക്സ് ലെൻസ്. യെസ്, ഡബിൾ കോൺവെക്സ് ലെൻസ്. ഒരുപാട് പേര് ആൻസർ പറഞ്ഞു. അടിപൊളി, സൂപ്പർ, അടിപൊളിയാണ്. യെസ്, the radii of the curvature of the faces of a double convex lens are 10 centimeter. Yes, 10 centimeter and 15 centimeter. What is the refractive index of a glass? ഒരു എന്താ പറയാ, ഒരു ഡബിൾ ഫേസ്, സാറിന് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡബിൾ ഫേസ് വരുന്ന ഒരു കോൺവെക്സ് ലെൻസിന്റെ എന്താ പറയാ, റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് ഒന്നുമില്ല, ഇത് ഒരു സ്ഫെറിക്കൽ എന്താ പറയുക ലെൻസ് ആണല്ലേ. സ്ഫെറിക്കൽ ലെൻസ് ആണ്. അതായത് രണ്ട് ഗ്ലാസ് സ്ഫെറിക്കലിൽ ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുക, നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഫസ്റ്റ് സ്ഫിയറിന്റെ റേഡിയസ് ആണ് 10 സെന്റിമീറ്റർ. ഓക്കെ, ഫസ്റ്റ് സ്ഫിയറിന്റെ റേഡിയസ് ആണ് 10 സെന്റിമീറ്റർ ആൻഡ് സെക്കൻഡ് സ്ഫിയറിന്റെ റേഡിയസ് ആണ് എത്രയാ, 15 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ക്ലിയർ ആണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നോക്കാം, എന്താണ് പവർ P is equal to 1/f ആണ് അല്ലെ. പവർ P is equal to 1/f ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് എന്തറിയാം, 1/f എത്രയാണ്, 0.5 മീറ്റർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. F is equal to 0.5 മീറ്റർ, എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ആണ്. അപ്പം എന്ത് കിട്ടും, 2 കിട്ടും. D എന്നാണ് ഡയോപ്റ്റർ, യൂണിറ്റ് ഓഫ് പവർ. ഓക്കെ, 2D എന്ന് കിട്ടും. ഓൾറൈറ്റ്, 2D കിട്ടില്ല മക്കളെ. 2D കിട്ടിയൊന്ന് കത്തിച്ച് വേഗാവട്ടെ. യെസ്, വേഗാവട്ടെ. കമന്റ് ബോക്സിൽ എത്തിച്ചാൽ വേഗാവട്ടെ. യെസ്, നേരത്തെ ഒരുപാട് പേരൊക്കെ ഓൾറെഡി എന്താ പറയാ ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. യെസ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ഒന്നുമില്ല, ഇവിടെ നമ്മൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്തിട്ടോ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ ആണ്. റിഫ്രാക്ഷൻ ത്രൂ എന്താ കോൺവെക്സ് സർഫസ്, ആ ഒരു സെയിം കോൺസെപ്റ്റ് വെച്ചുള്ള ഇക്വേഷൻ ആണ് ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നുമില്ല, 1/f is equal to എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഇൻടു എന്താണ് 1/r1
-1/R2 എന്ന് വരും. 1/R2 എന്ന് വരും. ഇനി എന്താ ചെയ്യാം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ട് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതായത് ഈ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഒന്നുമില്ല, നമ്മൾ സിംപ്ലി എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കുക, 1/f പറയുന്നത് കൊടുത്തു സാർ, ഇവിടെ 15, ഇവിടെ ബാക്കിയെല്ലാം സെന്റിമീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്തു സാർ? ഇവിടെ 50 സെന്റിമീറ്റർ ആക്കിയോ, മീറ്ററിനെ മാറ്റി സെന്റിമീറ്റർ ആക്കി. ഇവിടെ കാര്യം ശ്രദ്ധിക്കണം മക്കളെ, അതായത് ഇവിടെ RHS നമ്മുടെ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. ഇവിടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. അതായത് അതിന്റെ ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്നും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വാല്യൂ അവിടെ പോസിറ്റീവ് ആയിരിക്കും. സിമിലർ കേസിൽ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നെഗറ്റീവ് വാല്യൂസ് ആണ് എടുക്കേണ്ടത് അല്ലെ? നെഗറ്റീവ് വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാക്കണം, തെറ്റിപ്പോകരുത്. അപ്പം R1 സാർ 10 സെന്റിമീറ്റർ എടുത്തു. R2 അപ്പൊ എന്തായിരിക്കും? R2 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഒന്നുമില്ല, R2 എത്രയായിരിക്കും? R2 വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? R1 നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒരു ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ് ഉണ്ടാവുക? വാല്യൂസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ഈ സിമിലർ കേസിൽ തന്നെ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ നെഗറ്റീവ് വാല്യൂസ് വരിക. അപ്പം -15 സെന്റിമീറ്റർ എടുത്തു. R2 ഈക്വൽ ടു -15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇനി എന്താ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് നേരിട്ട് കൊടുക്കാം. നോക്കാം, 1/f എന്താണ്? 1/50 ആണ്. ഇസ് ഈക്വൽ ടു n, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മുടെ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. n1 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1. അതുകൊണ്ടാണ് ഇവിടെ n1ന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 1/1 എന്ന് വന്നു. ഓക്കെ, ഇനി 1/R1 എത്രയാണ്? 10 ആണ് അല്ലെ? 1/R1 1/10 -1/15 ഇവിടെയാണ് മിക്കവർക്കും തെറ്റാൻ സാധ്യതയുള്ളത്. അതായത് ഇവിടെ നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഒപ്റ്റിക് സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കണം? അവിടെ നെഗറ്റീവ് കൺസിഡർ തന്നെ ചെയ്യണം. ഓൾറൈറ്റ്, അതുകൊണ്ട് തന്നെ ഇവിടെ R2ന്റെ സ്ഥാനത്ത് എന്ത് വന്നു? -15 വന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഓൾറൈറ്റ്, യെസ്. അപ്പം 1/50 is equal to n-1 ഡിവൈഡ് ബൈ 1 ആയിരുന്നല്ലേ? ഡിവൈഡ് ബൈ 1 എന്താണ്? 1 തന്നെയാണ്. ഐ മീൻ സെയിം വാല്യൂ തന്നെയാണ്. അപ്പം n-1 is equal to -15 - 10 ഡിവൈഡ് ബൈ -150 എന്ന് വന്നു. -15 - 10 ഡിവൈഡ് ബൈ -150 എന്ന് വന്നു. അപ്പം ഇത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നോക്കിയേ, 1/50 is equal to n-1 into -25 അല്ലെ? -15 - 10 എത്രയാണ്? -25 ആണ്. ഡിവൈഡ് ബൈ 150 is equal to മൈനസും ക്യാൻസൽ ചെയ്തു അല്ലെ? മൈനസും ക്യാൻസൽ ആയി. 25/150 എത്രയാണ്? 1/6 ആണ്. 1/6 ആണ് അല്ലെ? 1/6 ആണ്. കട്ട് ഷോർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ n-1 into 1/6 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ n-1 is equal to 6/50 ആണ് അല്ലെ? 6/50 ആണ്. എന്ത് ചെയ്തു സാറ്? ഈ 6ന് നേരെ LHS കൊടുത്തു. അപ്പൊ എന്ത് വന്നു? 6/50 വന്നു. അതിൽ നിന്നും n is equal to കണ്ടുപിടിച്ചൂടെ? ഈ -1നെ RHS കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? 6/50 plus 1 എന്ന് വന്നു, which is equal to 56/50 and your answer 1.12 ആണ് കേട്ടോ. 1.12 കിട്ടും. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ പറയുക, കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ NCERT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറയാ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം. പ്രിസം എന്നാണ്. ഓക്കെ, ഈക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇസ് 60 ഡിഗ്രി. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെയാണ്? ഒരു ഈക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം. അതായത് എന്താണ് ഈക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം? മീൻസ് എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. അതിനാണ് എന്ത് പറയാ? ഈക്വിലാറ്ററൽ എന്ന് പറയാം. ഓക്കെ, അപ്പം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഫോർ ആൻ ഈക്വിലാറ്ററൽ പ്രിസം എ, അതായത് ആംഗിൾ ഓഫ് പ്രിസം ഇസ് ഈക്വൽ എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് അല്ലെ? നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ പ്രിസം, ഒരു ട്രയാംഗിൾ എത്രയാണ്? 180 ആണ്. അതുകൊണ്ട് തന്നെ ഫോർ ആൻ ഈക്വിലാറ്ററൽ പ്രിസം A is equal to, A stands for angle of prism അല്ലെ? Angle of prism is equal to 60 degree. And already ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യമാണെന്ത്? മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ D is equal to എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലെ? 60 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ എന്തായിരുന്നു? റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ആ ഒരു ഇക്വേഷൻ നമുക്ക് കൂടെ യൂസ് ചെയ്യണം, ആ ഒരു ഇക്വേഷൻ നമുക്ക് കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, നോക്കാം. യെസ്, n is equal to sin a plus d by 2 all divided by എന്താണ്? sin of a by 2 ആണ്. sin of a by 2 ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ അല്ലെ. ഇതിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കുക, sin of a എത്രയാണ്? 60 ആണ്. d എത്രയാണ്? 60 ആണ്. അപ്പം sin of 60 plus 60 divided by 2, sin of 60 plus 60 divided by 2 whole divided by എന്താണ്? sin of a by 2, sin of 60 by 2. നോക്കിയേ, a 60 അല്ലേ, അപ്പം sin of 60 by 2 which is equal to sin 60, 60 plus 60 120, 120 by 2 60 ആണ്. അപ്പം sin 60 divided by 60 by 2 എത്രയാണ്? 30, sin 30 അല്ലെ, sin 30 ആണ്. sin 60 ന്റെ വാല്യൂ എത്രയാണ് മക്കളെ? റൂട്ട് ഓഫ് 3 by 2, റൂട്ട് 3 by 2 ആണ് അല്ലെ, റൂട്ട് 3 by 2 ആണ്. ഓൾ ഡിവൈഡ് ബൈ sin 30 എത്രയാണ്? sin 30 1 by 2 ആണ്, 1 by 2 ആണ്. അങ്ങനെയാണെങ്കിൽ നേരെ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. റൂട്ട് 3 by 2 into 2 by 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയി. എന്ത് വന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് വന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് വന്നു. ഈ കാര്യം ഓക്കെ ആണെങ്കിൽ, ഈ പ്രോബ്ലം ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എത്തിച്ചേടാ. വേഗാവട്ടെ. യെസ് യെസ്, വേഗാവട്ടെ. ഓൾ റൈറ്റ്, സിമ്പിൾ പ്രോബ്ലം ആണ് അല്ലെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ഈക്വേഷൻസ് ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ക്യാൻ ബി എക്സ്പെക്ടഡ്. ഒരുപാട് അധികം ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ആണ്, ഒരു എന്താ പറയാ, യെസ്, ഒരു ചാപ്റ്റർ ആണ്. അപ്പം എന്ത് കേസിലാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ പെർട്ടിക്കുലർ ഇക്വേഷൻസും അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിച്ചു പോകട്ടോ, അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിച്ചു പോവാം. ഓൾ റൈറ്റ്, നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്ത റിഫ്രാക്ഷൻ ത്രൂ പ്രിസം ആ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത് അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, യെസ്. അപ്പം റേ ഓപ്റ്റിക്സ് ഇസ് ലൈക്ക്, സാറ് പറയാട്ടോ, ലാസ്റ്റ് സാറ് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ്. സാർ ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, എന്തായാലും പറഞ്ഞുതരാം. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ഈ 5 ചാപ്റ്ററിൽ നിന്നും മാക്സിമം മാർക്ക്, ഈ പറയുന്ന 5 ചാപ്റ്ററിൽ നിന്നും മാക്സിമം മാർക്ക് ഇത് കണ്ണടച്ച് എൻഷുർ ചെയ്യാൻ പറ്റും, കണ്ണടച്ച് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ ദാറ്റ് ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ for the time being it's done. Okay, for the time being it's done. Okay, let's move on to our next chapter. So നമുക്ക് 5 ചാപ്റ്റർ കവർ ചെയ്യണം അല്ലേ, 5 ചാപ്റ്റർ കവർ ചെയ്യാണ്ട് which has very importance. Okay, which is have obviously much more importance. And let's move on. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? let's move on. Okay, for the last time ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം and let's move on. Okay, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PYQ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2018 ഐ തിങ്ക്. യെസ്, 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, for the same value of angle, yes, for the same value of angle of incidence, the angle of refraction in 3 medium, A, B and C are 15 degree, 25 degree and 35 degree respectively. In which medium would be the velocity of light will be minimum? അതായത് ഒന്നുമില്ല, ഇവിടെ 3 മീഡിയംസ് ഉണ്ട് അല്ലെ, 3 മീഡിയംസ് ഉണ്ട് which is having name A, B and C. ഓക്കെ, A, B and C എന്ന് പറയുന്ന 3 മീഡിയംസ് ഉണ്ട്. ഓക്കെ, 3 മീഡിയംസ് ഉണ്ട്. ഇതില് വന്നു വീഴുന്ന ഇൻസിഡന്റ് ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ റിഫ്രാക്ഷൻ ഇൻ 3 മീഡിയം സെയിം ആണ് അല്ലെ. നോക്കുക, ഫോർ ദ സെയിം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, 3 മീഡിയത്തിലും വന്നു വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? സെയിം ആണ്. ആൻഡ് ഇവിടുത്തെ യെസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് 15 ഡിഗ്രി, 25 ഡിഗ്രി ആൻഡ് 35 ഡിഗ്രി. നമ്മുടെ ക്വസ്റ്റ്യൻ മക്കളെ, ഏത് മീഡിയത്തിലാണ് മിനിമം വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഏത് മീഡിയത്തിലാണ് മിനിമം വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, ആൻസർ വന്നിട്ടല്ലേ. നോക്കുക, sin i by sin r, നമ്മുടെ സ്നെൽസ് ലോ അല്ലെ, സ്നെൽസ് ലോ പ്രകാരം sin i by sin r ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. ഓക്കെ, ഇതിന് n-ന് മറ്റൊരു ഇക്വേഷൻ ഇല്ല മക്കളെ, എന്താണ്? c by v അല്ലെ. c by v എന്താണ്? c എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം which is equal to 3 into 10 raised to 8 meter per second. and v എന്താണ്? വെലോസിറ്റി ഓഫ് പെർട്ടിക്കുലർ മീഡിയം അല്ലെ, പെർട്ടിക്കുലർ മീഡിയം. ഇതിൽ നിന്നും ഇങ്ങനെ എഴുതാം, n-ന് പകരം സാർ എന്ത് ചെയ്തു? c by v എന്ന് എഴുതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n-ന് പകരം സാർ ഓൾറെഡി c by v എന്ന് എഴുതി. ഇനി സാർ എന്ത് ചെയ്തു? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ എന്ത് വന്നു? sin r by sin i എന്ന് വന്നു. sin i by sin r ആയിരുന്നു, അതിന്റെ റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ എന്ത് വന്നു? sin r by sin i എന്ന് വന്നു. sin r by sin i എന്ന് വന്നു, which is equal to v by c ആണ് അല്ലെ, v by c ആണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? sin i നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാ കേസിലും ഈക്വൽ ആണ് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാ കേസിലും എന്താണ്? ഈക്വൽ ആണ്. കൂടാതെ സിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ്. സിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് അറിയാം, നമുക്കറിയാം 3 into 10 raised to 8 meter per second. ഇതിൽ നിന്നും എന്ത് മനസ്സിലാവും? sin r is directly proportional to എന്താണ്?
വെലോസിറ്റി, അതായത് സൈൻ ഓഫ് ആർ, സൈൻ ആർ, ആർ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് വെലോസിറ്റി എന്ന് സംഭവിക്കുന്നു, കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ആറിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? when r decreases what will happen? velocity will also decreases. അതാണ് ഈ കാണിച്ചിരിക്കുന്ന പ്രൊപ്പോർഷണാലിറ്റി. അതായത് when r increases, r എന്താണ്? നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? velocity will also increase. and r decreases, when r decreases velocity will also decreases. okay, അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കണം എന്താണ് 15, 25, 35 ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി, അല്ല ഏറ്റവും മിനിമം വെലോസിറ്റി ഉണ്ടാവുക? എവിടെയായിരിക്കും? ഒന്നുമില്ല, 15 ആണ് അല്ലെ. 15 15 ഡിഗ്രിയിലായിരിക്കും എന്ത് സംഭവിക്കുക? വെലോസിറ്റി ഓഫ് ലൈറ്റ് വിൽ ബി മിനിമം. വെലോസിറ്റി ഓഫ് ലൈറ്റ് വിൽ ബി മിനിമം. ഓൾറൈറ്റ്, ഓക്കെ ആണല്ലോ? ഈ പ്രോബ്ലം ഓക്കെ ആണല്ലോ? യെസ്, അടിപൊളി അടിപൊളി. യെസ് 15. യെസ്, എല്ലാവരും കമന്റ് പറയുന്നത് അടിപൊളി, സൂപ്പർ, പവർ സൂപ്പർ അല്ലേ സാർ? പവർ അല്ലേ? യെസ്, ഓബിയസ്ലി യെസ്. അങ്ങനെയാണെങ്കിൽ യെസ്, നമ്മുടെ ഫൈനൽ ആൻസർ മീഡിയം എ ഹാസ് ദ മിനിമം വെലോസിറ്റി അല്ലെ. മീഡിയം എ ഹാസ് ദ മിനിമം വെലോസിറ്റി. എ എന്ന് പറയുന്ന മീഡിയത്തിനാണ് മിനിമം ആയിട്ടുള്ള വെലോസിറ്റി ഉള്ളത്, മിനിമം ആയിട്ടുള്ള വെലോസിറ്റി ഉള്ളത്. ഓക്കെ യെസ്. അപ്പം സാർ പറഞ്ഞു നമുക്ക് എന്താണ് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, വിച്ച് ഇസ് ഹാവിംഗ് മച്ച് മോർ ഇമ്പോർട്ടൻസ് അല്ലെ. മച്ച് മോർ ഇമ്പോർട്ടൻസ് ഉള്ള അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ദ ചാപ്റ്റർ ഈസ് സാറേ യെസ് yes, chapter number 14, Semiconductor and Electronics. Yes, Semiconductor and Electronics എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി വന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, സിമ്പിൾ ചാപ്റ്റർ ആണ്. കമ്പാരിറ്റീവ്ലി 4 മാർക്സ് ആണ് ഇതിന്റെ വെയിറ്റേജ് കേട്ടോ, 4 മാർക്സ് ആണ് ഇതിന്റെ വെയിറ്റേജ്. ആൻഡ് our ray optics has the weightage of 8 marks. okay, 8 marks ആണ് for the time being അതിന്റെ വെയിറ്റേജ്. ആൻഡ് കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഹൈയസ്റ്റ് വരുന്ന വെയിറ്റേജ് ആർക്കാണ്? നമ്മുടെ ഈ സാറിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 ചാപ്റ്ററിൽ സെക്കൻഡ് ഹൈയസ്റ്റ് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പം ഇതില് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഒരു സെമി കണ്ടക്ടർ എന്നാണ്. എന്താണ് ഒരു സെമി കണ്ടക്ടർ? ഒന്നുമില്ല, മെറ്റീരിയൽസ് ഹാവിംഗ് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. യെസ്, മെറ്റീരിയൽസ് ഹാവിംഗ് കണ്ടക്ടിവിറ്റി. എന്താ മക്കളെ കണ്ടക്ടിവിറ്റി? ഒന്നുമില്ല. യെസ്, ദ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രോൺസ് ത്രൂ ദ സെയിം മീഡിയം. ആ മീഡിയത്തിലൂടെ ഇലക്ട്രോൺസിനെ കടത്തിവിടാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ കഴിവ്, അതിനെ പറയുന്ന പേരാണെന്ത്? കണ്ടക്ടിവിറ്റി അല്ലെ. അപ്പൊ മെറ്റീരിയൽസ് ഹാവിംഗ് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്താണ്? the materials which does not pass the electrons, അല്ലെ ഇലക്ട്രോൺസിനെ കടത്തിവിടാത്ത മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ്. ആൻഡ് കണ്ടക്ടേഴ്സ് എന്താണ്? അറിയാം, ചാലകങ്ങളും. യെസ്, നമ്മുടെ ഇലക്ട്രോൺസ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ സിംപ്ലി ഇനീഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈസിലി ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് നമ്മുടെ കണ്ടക്ടേഴ്സ്. ആൻഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇത് രണ്ടിനും ഇടയിൽ വരുന്ന മെറ്റീരിയൽ ആണ് എന്ത്? സെമി കണ്ടക്ടർ. നമ്മുടെ മൊബൈൽസിലാണെങ്കിൽ, നമ്മുടെ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിലാണെങ്കിലും, വാട്ടെവർ എന്ത് ഗാഡ്ജറ്റ്സിലാണെങ്കിലും യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോമ്പോണൻസ്, മെജോറിറ്റി ഓഫ് ദ ഇലക്ട്രോണിക് കോമ്പോണൻസ് ആർ മേഡ് അപ്പ് ഓഫ് വാട്ട്? സെമി കണ്ടക്ടർ. ഓക്കെ, they are not conductors and they are not at all insulators. They stands in between conductors and insulators. അതായത് കണ്ടക്ടർ ആണോ? കണ്ടക്ടർ അല്ല. ഇൻസുലേറ്റർ ആണോ? ഇൻസുലേറ്റർ അല്ല. അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കോൾഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ അതിന്റെ എക്സാമ്പിൾ ആണ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് എക്സാമ്പിൾസ് ആർ സിലിക്കൺ ആൻഡ് ജെർമേനിയം. ഓക്കെ, സിലിക്കൺ ആൻഡ് ജെർമേനിയം. ഓക്കെ, ഇതിൽ നിന്നും മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ. അതായത് എനർജി ബാൻഡ്. യെസ്, എന്താണ് എനർജി ബാൻഡ് എന്ന് നോക്കണം. അത് സാർ പറഞ്ഞു, സിമ്പിൾ കാര്യമാണ് സാറേ. യെസ്, എനർജി ബാൻഡ് എന്ന് വെച്ചാൽ the range of energy possessed by the electrons in a solid is called the energy band. അതായത് സാറിന്റെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ, സാറിന്റെ കയ്യിൽ ഒരു സോളിഡ് സർഫസ് ഉണ്ട് കേട്ടോ, ഒരു സോളിഡ് സർഫസ് ഉണ്ട്. ഈ സർഫസ് നമുക്കറിയാം നമ്മുടെ എല്ലാ മെറ്റീരിയലും, whatever you have to name it, എന്ത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും, whatever it may be, ഏത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും they are made up of എന്താണ്? സബ് ആറ്റം ഓഫ് ആറ്റംസ് അല്ലെ. ഏത് മാറ്റർ എടുത്തു കഴിഞ്ഞാലും എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. ആൻഡ് this particular atom is consists of what? Electrons, protons and obviously neutrons. Okay, അപ്പം മെറ്റൽ ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞു. ആ സോളിഡിന്റെ സർഫസിലുള്ള എന്താണ്? ഇലക്ട്രോൺസിന്റെ റേഞ്ച് ഓഫ് എനർജി, ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന റേഞ്ച് ഓഫ് എനർജി, അത് ഓരോ ഇലക്ട്രോൺസിനും മൾട്ടിപ്പിൾ ഡിഫറെന്റ് ലെവൽ ഓഫ് എനർജീസ് ആയിരിക്കും അല്ലെ. എല്ലാ ഇലക്ട്രോൺസിനും ഡിഫറെന്റ് ലെവൽ ഓഫ് എനർജീസ് ആയിരിക്കും. അപ്പം ഈ ഒരു റേഞ്ച് ഓഫ് എനർജി പോസസ്ഡ് ബൈ ദ ഇലക്ട്രോൺസ്, അതിനെ പറയുന്ന പേരാണ് എനർജി ബാൻഡ്. ഓക്കെ, അതായത് ഒരു ലോവസ്റ്റ് വാല്യൂ ഓഫ് ഉണ്ടാവും, ഒരു ലോവസ്റ്റ് വാല്യൂ ഓഫ് എനർജി ഉണ്ടാവും, ഒരു ഹയസ്റ്റ് വാല്യൂ ഓഫ് എനർജി ഉണ്ടാവും. ആ ഒരു ലിമിറ്റ്, ആ ഒരു റേഞ്ചിനെ പറയുന്ന പേരാണ് എനർജി ബാൻഡ്. ആ ഒരു റേഞ്ചിനെ പറയുന്ന പേരാണ് എനർജി ബാൻഡ്. അതിനെ രണ്ട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് വാലൻസ് ബാൻഡ്. ഒന്നുമില്ല,
ദ റേഞ്ച് ഓഫ് എനർജി പോസസ്ഡ് ബൈ ദ വാലൻസ് ഇലക്ട്രോൺ. എന്താണ് വാലൻസ് ഇലക്ട്രോൺ? അറിയാലോ, നമ്മുടെ ആറ്റത്തിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ വാലൻസ് സ്ട്രക്ചർ എന്താ മക്കളെ? ഏറ്റവും അവസാനം വരുന്ന ഷെല്ലിലെ ഇലക്ട്രോൺസ് പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. ഏറ്റവും അവസാനം വരുന്ന ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് പറയുന്ന പേരാണെന്ത്? വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം ആ വാലൻസ് ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? എനർജി റേഞ്ച് ആണ് വാലൻസ് ബാൻഡ്. ഓക്കെ, വാലൻസ് ബാൻഡ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് meant by കണ്ടക്ഷൻ ബാൻഡ്? കണ്ടക്ഷൻ ബാൻഡ് ഇസ് നത്തിങ് ബട്ട് ഒന്നുമില്ല, ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺസിന് പുറത്തുള്ള ഇലക്ട്രോൺസ്, ഐ മീൻ നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റുമുള്ള ഷെല്ലുകളിൽ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഷെല്ലുകളുടെ അകലം കൂടുന്നതനുസരിച്ചിട്ട്, അതായത് ഷെല്ലുകൾ അവസാനത്തെ ഷെല്ലുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയസുമായുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു അല്ലെ. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് ആണല്ലേ, ന്യൂക്ലിയർ ഫോഴ്സ് ആണ് വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഫോഴ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദ നേച്ചർ. പക്ഷെ എന്താ പ്രശ്നം? ഇറ്റ് ഇസ് വെരി ലിമിറ്റഡ് ഫോഴ്സ്, വളരെ കുറഞ്ഞ പ്രോക്സിമിറ്റി മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം ഈ അകലം കൂടുന്നതനുസരിച്ച് സംഭവിക്കുന്നു, അവിടുത്തെ ന്യൂക്ലിയർ ഫോഴ്സ് കുറയുന്നു. അപ്പം ഈ അവസാനം വരുന്ന സെല്ലുലാർ ഇലക്ട്രോൺസ് എന്താ ടെൻഡൻസി ഉണ്ടാവുക? പുറത്തേക്ക് പോകാൻ ഒരു പ്രവണത അല്ലെങ്കിൽ ടെൻഡൻസി ഉണ്ടാവും. ഈ ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ, ഫ്രീ ഇലക്ട്രോൺസ്. അപ്പം ഇവയ്ക്ക് കമ്പാരിറ്റീവ്ലി ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും, ഇത് ഇവിടുന്ന് പുറത്തേക്ക് മാറിയിട്ട് സംഭവിക്കും. ഇവയാണ് ഈ കാണിച്ചിരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണ് നമുക്ക് കണ്ടക്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത് കേട്ടോ. കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് ഫുൾഫിൽ ചെയ്യുന്ന എന്താണ്? ഈ ഇലക്ട്രോൺസ് ആണ്. അപ്പം കണ്ടക്ഷൻ ബാൻഡ് വെച്ചൊന്നുമില്ല, ഈ മൂവ് ചെയ്യുന്ന ഈ നമ്മുടെ ഷെല്ലിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞിട്ട് ഷെല്ലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസ്, ഷെല്ലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ മീൻസ് there are nothing എന്താ പറയാ, ഈ ഇലക്ട്രോൺസും നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് യാതൊരു ബോണ്ട് ഉണ്ടാവില്ല. They are absolutely free. Those types of electrons are called free electrons. Okay, അപ്പം ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് നമുക്ക് ആവശ്യമായുള്ള കണ്ടക്ഷനൊക്കെ ഫുൾഫിൽ ചെയ്യാം. ഓക്കെ, കണ്ടക്ഷനൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പം റേഞ്ച് ഓഫ് എനർജി പോസസ്ഡ് ബൈ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ. സിമ്പിൾ ആണ്, എന്താണ് എനർജി വേണ്ടത് പഠിക്കുക. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് വാലൻസ്ഡ് ബോണ്ട് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഒന്നുമില്ല കേട്ടോ, വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പം റേഞ്ച് ഓഫ് എനർജി പോസസ്ഡ് ബൈ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഒന്നുമില്ല, ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രോൺസ് വിച്ച് എന്താ പറയുക സെപ്പറേറ്റഡ് ഫ്രം ദ ഷെൽ, which separated from the shell, and that particular electrons are capable of എന്താ പറയുക conducting the flow of electrons അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഫുൾഫിൽ ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് എന്ത്? നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പം ആ ഒരു ഫ്രീ ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? റേഞ്ച് ഓഫ് എനർജിയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് കേട്ടോ, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കണ്ടക്ടറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്. സെമി കണ്ടക്ടറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ആവശ്യം വരുന്ന കേസാണ്. നോക്കാം, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അതായത് ഒന്നുമില്ല, ദ പ്യൂറസ്റ്റ് സെമി കണ്ടക്ടർ, ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ നോൺ ആസ് വാട്ട്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സാമ്പിൾ ആണ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. ദേ ആർ ദ പ്യൂറസ്റ്റ് സെമി കണ്ടക്ടർ. യാതൊരുവിധ ഇംപ്യൂരിറ്റീസും ഇല്ലാത്ത സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതിന് പ്രശ്നമുണ്ട് മക്കളെ, ഇതിന് കമ്പാരിറ്റീവ്ലി കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യമായ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടക്ടിവിറ്റി ഒരു എന്താ പറയാ ഒരു സ്പെസിഫൈഡ് ലെവൽ ഓഫ് കണ്ടക്ടിവിറ്റി വേണം അല്ലെ. സ്പെസിഫൈഡ് ലെവൽ ഓഫ് കണ്ടക്ടിവിറ്റി വേണം. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? We have to add some impurities. And this particular process by adding the impurities in order to maximize the conductivity. Yes, by adding the impurities in order to maximize the conductivity, this particular process is known as what? Nothing but doping. This is called doping. Doping is nothing but എന്താണ്? Adding impurities. The process of adding impurities to the intrinsic semiconductor so as to increase the conductivity. അതായത് ഒരു സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്തു. ആ ഒരു മെറ്റീരിയലിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡോപ്പിംഗ് കേട്ടോ. അതാണ് നമ്മുടെ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഞാൻ ഡോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിനെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന കണ്ടക്ടർ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾ ഒന്ന് പെട്ടെന്ന് കമന്റ് ബോക്സ് ഫില്ലപ്പ് ചെയ്തേ. ആര് പറയും നോക്കട്ടെ? കമോൺ, യെസ്, ജസ്റ്റ് ഫില്ലപ്പ്. ആര് പറയും? അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തു. ഡോപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക?
we'll get അതന്നെ yes അതന്നെ we'll get the next type of semiconductor which is എന്താണ് yes വന്നു കഴിഞ്ഞു എക്സ്ട്രിൻസിക് അല്ലെ എക്സ്ട്രിൻസിക് അടിപൊളി എല്ലാവരും പഠിച്ചിട്ടുണ്ടോ നമുക്ക് എന്ത് കിട്ടും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടും അല്ലെ we'll get extrinsic semiconductor അടിപൊളിയാ yes we'll get extrinsic semiconductor ഒന്നുമില്ല semiconductor that are doped with specific impurities yes semiconductors that are doped with എന്താണ് specific impurities അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടക്ടിവിറ്റിക്ക് ആവശ്യമായിട്ട് എന്ത് വേണം നമുക്ക് നമ്മളിലുള്ള പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ കുറച്ച് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് മാറ്റും ഓക്കെ the impurity modifies the electrical properties of the semiconductor and makes it more suitable for electronic devices such as diodes and transistors അതായത് നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലാണെങ്കിലും വാട്ടർ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മൊബൈൽ ഫോൺസ് TV ലാപ്ടോപ്സ് എക്സെട്ര സ്മാർട്ട് വാച്ച് എന്തോ ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് വരുന്ന ഡയോഡ്സ് ആയിക്കോട്ടെ ട്രാൻസിസ്റ്റേഴ്സ് ആയിക്കോട്ടെ they all need what extrinsic semiconductors in order to fulfill the conductivity അതായത് അതിനാവശ്യമായിട്ടുള്ള കണ്ടക്ടിവിറ്റി വേണ്ടി നമുക്ക് എന്ത് വേണം അവിടെ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് കണ്ടക്ടിവിറ്റി ആവശ്യമായിട്ടുള്ള കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ ആയ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ കുറച്ചധികം ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്തു അല്ലെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുന്നു which will leads to എന്താണ് the extrinsic semiconductors okay ഇനി ഈ extrinsic semiconductors are mainly classified into n-type semiconductor and p-type semiconductor okay അപ്പം എന്താണ് n-type semiconductor എന്ന് വെച്ചാൽ ഒരു പെൻഡാവാലന്റ് അതായത് ഒരു അതിന്റെ ഔട്ടർ ഷെല്ലില് yes 5 വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് കേട്ടോ പെൻഡാവാലന്റ് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് വരുന്ന എന്താ പറയാ ആറ്റംസ് ഉള്ള ഒരു ഇമ്പ്യൂരിറ്റിനെയാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ that type of semiconductor is called what n-type semiconductor adding of a pentavalent means എന്താണ് having 5 valence electrons 5 വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന ഇംപ്യൂരിറ്റിനെ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വി ഗെറ്റ് n-type semiconductor ഓർത്തിരിക്കട്ടോ പെൻഡാവാലന്റ് മീൻസ് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽ ആണ് അതിനെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും I'll get n-type semiconductor okay fine അങ്ങനെയാണെങ്കിൽ let's move on to p-type semiconductor എന്തായിരിക്കും ഒന്നുമില്ല ആഡിങ് ഓഫ് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് അതായത് ഞാൻ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിയുടെ പ്രത്യേകത എന്തായിരിക്കും ദാറ്റ് പെർട്ടിക്കുലർ ഇംപ്യൂരിറ്റി വിൽ ഹാവ് എന്താണ് 3 വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ അതായത് ആ ഒരു ഇംപ്യൂരിറ്റിന്റെ ആറ്റോമിക് സ്ട്രക്ചറിലെ അതിന്റെ അവസാനത്തെ ഷെല്ലില് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും മക്കളെ ദേ വിൽ ബി 3 വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണ് p-type semiconductor അറിയാവുന്ന കാര്യമാണ് ഓൾ റൈറ്റ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ന്യൂമറിക്കൽസ് ആർ എക്സ്പെക്റ്റബിൾ ഈ ഒരു ചാപ്റ്ററിലും നമുക്ക് എന്ത് ചെയ്യാം ന്യൂമറിക്കൽസ് ആർ ന്യൂമറിക്കൽസ് പക്ഷേ ഇതിലും ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ മക്കൾ എന്തായാലും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട് എന്താണെന്നറിയോ ആർക്കെങ്കിലും പറയാൻ പറ്റൂടാ എന്താണ് നത്തിങ് ബട്ട് റെക്ടിഫയർ എന്താണ് റെക്ടിഫയർ എന്ന് വെച്ചാൽ എന്താണ് the devices which എന്താ പറയാ കൺവേർട്സ് AC into DC അല്ലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമുക്ക് ആവശ്യമായുള്ള ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഡിവൈസസിനെ പറയുന്ന പേരാണ് എന്താണ് റെക്ടിഫയർ യെസ് അടിപൊളി റെക്ടിഫയർ അല്ലെ റെക്ടിഫയർ അപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് നേരെ ഒരു നമ്മുടെ അഡാപ്റ്റർ വഴി എന്ത് ചെയ്യും നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യും അല്ലെ ജസ്റ്റ് ഇമാജിൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് there is no adapter 240 വോൾട്ട് നേരെ നമ്മുടെ മൊബൈൽ കൊടുത്താൽ സംഭവിക്കും മൊബൈൽ വിൽ ബേൺ ഓഫ് അല്ലെ മൊബൈൽ ഡെഫിനറ്റ്ലി വിൽ ബേൺ ഓഫ് ഓക്കെ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള AC-നെ നമുക്ക് ലഭ്യമായിട്ടുള്ള AC-നെ എന്താക്കി മാറ്റണം നമുക്ക് ആവശ്യമായിട്ടുള്ള DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ that device which fulfills this particular operation the device which converts AC alternating current into direct current is called what എന്താണ് റെക്ടിഫയർ ഓക്കെ അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സാമ്പിൾ നോക്കട്ടെ ക്വസ്റ്റ്യൻ നോക്കാം 2021 മാർച്ചിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് 2021 മാർച്ചിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്
സിമ്പിൾ ആണ് കേട്ടോ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഫിഗർ വരയ്ക്കുക, ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. കൂടാതെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, എന്താണ് നോക്കിയേ, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ദ ഫുൾ വേവ് റെക്ടിഫയർ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. അതായത് ഒരു നമുക്ക് നോക്കാം, ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം, ദെൻ വിൽ മൂവ് ഓൺ ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം കേട്ടോ. യെസ് സാർ, ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ സാറേ? കുറച്ച് സൂം ചെയ്യാൻ പറ്റുമോ? ഓക്കെ സാർ, കുഴപ്പമില്ല നോക്കിക്കണം കേട്ടോ. യെസ്, ഓൾറെഡി ഒരുപാട് പേര് ആൻസർ പറഞ്ഞു സാറേ, അടിപൊളി. യെസ്, ഫൈൻ. അപ്പം ഇതാണ് ഒരു എന്താ ഫുൾ വേവ് റെക്ടിഫയർ അല്ലെ, ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഫിഗർ. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ്. ഇതിനെ യെസ് ഇതാണ് ഒരു സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ. അതായത് എന്താണ്, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ സെൻട്രൽ നിന്നും എന്ത് ചെയ്തു, ഒരു പുറത്തേക്ക് ഔട്ട്പുട്ട് എടുത്തു. ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി അല്ലെ. അപ്പം സെക്കൻഡറി കോയിലിന്റെ സെൻട്രൽ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഔട്ട്പുട്ട് എടുത്തു. അതാണ് സെൻട്രൽ ടാപ്പ് എന്ന് പറയാം കേട്ടോ, അതാണ് സെൻട്രൽ ടാപ്പ് എന്ന് പറയാം. യെസ്, ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞു, സൂപ്പർ, അടിപൊളിയാണ്. ഓൾ റൈറ്റ്. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ രണ്ട് ഡയോഡ്സ് ഉണ്ട് അല്ലേ. there are two diodes are present here. which one? D1 and D2. there are D1 and D2. ഇതിൽ നിന്നുമാണ് നമ്മൾ ഒരു ഔട്ട്പുട്ടും ആൻഡ് ഈ സെക്കൻഡറിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ലോഡ് വരാം കേട്ടോ, ഇവിടെയാണ് നമ്മുടെ ലോഡ് വരാം. വാട്ട് നിങ്ങളുടെ മൊബൈലിൽ ചാർജർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓൾ റൈറ്റ്. അപ്പം ഇതാണ് എന്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്. അതായത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആൻഡ് ഇവിടെ ഇത് സ്റ്റെപ്പ് ഡൗൺ ആണല്ലേ, എന്താണ്, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ് വെൻ കമ്പയർഡ് വിത്ത് സെക്കൻഡറി. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കുറച്ച് ലോജിക് യൂസ് ചെയ്യണം കേട്ടോ, കുറച്ച് ലോജിക് യൂസ് ചെയ്യണം. ആൻഡ് ഇതിന്റെ സെക്കൻഡറിയിലെ സെൻട്രൽ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാപ്പ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ എവിടെ കൊണ്ടുപോയി, നേരെ നമ്മുടെ ഔട്ട്പുട്ടിൽ കൊണ്ടുപോയി. കൂടാതെ ഈ ഡയോഡ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. ഇതാണ്, ഇവിടെയാണ് എന്ത് വരിക, നമ്മുടെ RL സ്റ്റാൻഡ്സ് ഫോർ ലോഡ് റെസിസ്റ്റർ. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആയിക്കോട്ടെ, വാട്ടർ എന്തായിക്കോട്ടെ, അതാണ് നമ്മുടെ ഇവിടെയാണ് കണക്ഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഡയോഡിന് പ്രത്യേകത മക്കളെ, എന്താണ് ഡയോഡിന്റെ പ്രത്യേകത? ഡയോഡിന് ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ് ഉണ്ടല്ലേ, റിവേഴ്സ് ബയാസിംഗ്. എന്താണ് ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്? ഒന്നുമില്ല, ജസ്റ്റ് ഇമാജിൻ ഇതാണ് ഒരു ഡയോഡെങ്കിൽ, നോക്കുക, ഇവിടെ ഇതാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്, ഇതാണ് നെഗറ്റീവ് സൈഡ് അല്ലെ. ഇതാണ് പോസിറ്റീവ് സൈഡ് ആൻഡ് നെഗറ്റീവ് സൈഡ്. അപ്പൊ നമുക്ക് നോക്കാം, ഞാനിവിടെ ഒരു സെല്ല് കണ്ടു, ജസ്റ്റ് ഇമാജിൻ ഞാനൊരു സെല്ല് കണ്ടു ചെയ്തു. സെല്ലിന്റെ ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈസിലി the electrons will easily pass through the diode അല്ലെ. അതായത് നമ്മുടെ ഒരു ഡയോഡിന്റെ പി സൈഡിൽ എന്താ വരിക, പി സൈഡിൽ പോസിറ്റീവ് വരികയാണെങ്കിൽ ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഇസ് സെറ്റ് ടു ബി എന്താണ്, ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് വിളിക്കാം, നേരെ ഓപ്പോസിറ്റ് ആണ് വിളിക്കാം. ഓക്കെ, അതായത് എന്താ പറയാ, യെസ്, ഇങ്ങനെയാണ് വിളിക്കാം കേട്ടോ, ഇങ്ങനെയാണ് വരാം. ഇങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് ഏത് കണ്ടീഷൻ ഒന്ന് പറഞ്ഞാ, ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഇത് ഏത് കണ്ടീഷനാണ് പറഞ്ഞേ, ഏത് കണ്ടീഷനാണ്? യെസ്, ആര് പറയും നോക്കട്ടെ. യെസ്, ഇങ്ങനെയാണെങ്കിൽ ഇത് ഏത് കണ്ടീഷനാണ്? അതായത് ഒന്നുമില്ല, നമ്മുടെ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിൽ സെല്ലിന്റെ നെഗറ്റീവ് സൈഡ് വന്നു, ആൻഡ് ഡയോഡിന്റെ നെഗറ്റീവ് സൈഡിൽ യെസ് ഒരുപാട് വന്നു കഴിഞ്ഞല്ലേ, റിവേഴ്സ് ബയസ്ഡ് അല്ലെ, റിവേഴ്സ് ബയസ്ഡ് ആണല്ലോ. ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് റിവേഴ്സ് ബയസ്. ഇതാണ് റിവേഴ്സ് ബയസ് കേട്ടോ, റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, യെസ്, റിവേഴ്സ് ബയസിംഗ് അടിപൊളിയാണ്. യെസ്, ഓബ്വിയസ്ലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് വരുന്ന ഒരു എസിന്റെ ഗ്രാഫ് എങ്ങനെയാണ്, സൈൻ വേവ് എങ്ങനെ വരിക, യെസ്, സൈൻ വേവ് ഇങ്ങനെ വരിക. ഒരു AC ഗ്രാഫ് ഇങ്ങനെയൊക്കെ വരിക അല്ലെ, ഒരു സൈൻ വേവ് ഫംഗ്ഷൻ, സൈൻ വേവ് ഫോർമാറ്റിലായിരിക്കും അല്ലെ, സൈൻ വേവ് ഫോർമാറ്റിലായിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കൂടെ ഒരു പോസിറ്റീവ് വാല്യൂ വന്നു, എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഡയോഡ് വിൽ ഈസിലി ട്രാൻസ്മിറ്റ്. ആൻഡ് ഈ പോസിറ്റീവ് വാല്യൂ ഇങ്ങനെ ഇവിടേക്ക് എത്തോ, ഇങ്ങോട്ട് കടത്തിവിടോ ഇല്ല. എന്തുകൊണ്ടാണ്, ഇവിടെ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും അല്ലെ. ഇവിടെ നിന്ന് വരുന്ന ഒരു പോസിറ്റീവ് സർക്കിൾ, ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ വന്നു, എന്ത് സംഭവിക്കുന്നു, ഈസിലി ഫോർവേഡ് ബയസ് സംഭവിച്ചു, ഇങ്ങനെ പോവില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ റിവേഴ്സ് ബയസ്ഡ് ആണല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഔട്ട്പുട്ട് വന്നു, ഇങ്ങനെ വന്നു. ഓൾ റൈറ്റ്. ഇനി സെക്കൻഡ് ഹാഫ് വന്നു, നെഗറ്റീവ് ഹാഫ് വന്നു, എന്ത് സംഭവിക്കും, ഇങ്ങനെ പോകുമോ, ഇല്ല, പോകില്ല. എന്താണ്, റിവേഴ്സ് ബയസ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അത് നേരെ യെസ് തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരിക, നോക്കുക, ഗ്രാഫ് കാണിച്ചു തരാം. യെസ് സാറേ, യെസ്, ഞാൻ വായിക്കാം. ഓൾ റൈറ്റ്, യെസ്,
ഇതാണ് ഒരു ഇൻപുട്ട് വേവ് അല്ലെ, നമുക്ക് കൊടുക്കുന്ന സൈൻ, നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് വേവ് എന്താണ്, സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പം ഇതാണ് അതിന്റെ സൈൻ ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരിക. ഇനി ഇവിടെ നമ്മുടെ ഡയോഡ്സിന്റെ ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ് ആ ഒരു പ്രോപ്പർട്ടി കാരണം, ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ് പ്രോപ്പർട്ടി കാരണം നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, ഒന്നുമില്ല, എന്താണ്, ഇങ്ങനെ ഒരു റിപ്പിൾ ആയിട്ട് ഡി സി അല്ലെ, ഡയറക്ട് കറണ്ട് കിട്ടും. എ സി വിൽ കൺവേർട്ട് ഇൻ ടു ഡി സി അല്ലെ, എ സി വിൽ കൺവേർട്ട് ഇൻ ടു ഡി സി ആയിട്ടും വരിക അല്ലെ, ഡി സി ആയിട്ടും വരിക. ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ യൂസ് ചെയ്തത് അല്ലെ, ഫുൾ വേവ് റെക്ടിഫയർ യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്, ടു എലിമിനേറ്റ് അല്ലെങ്കിൽ ഈ വരുന്ന ട്രഫ് പോർഷൻസ് അല്ലെങ്കിൽ ക്രഫ് പോർഷൻസിനെ മാറ്റി എ സിനെ എന്താക്കി മാറ്റി, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എ സി നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ വന്ന് വരുന്ന എ സിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തു യൂസിങ് വാട്ട്, ഫുൾ വേവ് റെക്ടിഫയർ. ഇത് എന്തായാലും മക്കൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ഈ ഫിഗർ നിർബന്ധമായും വരച്ച് പഠിച്ചിരിക്കണം, വരച്ച് തന്നെ പഠിക്കണം കേട്ടോ, വേറെ ഓപ്ഷൻ ഇല്ല. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഓക്കെ, ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്റെ ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് കേട്ടോ, ഇതാണ് എന്റെ ഗ്രാഫിക്കൽ ഔട്ട്പുട്ട്. ഓക്കെ, സാറിന്റെ വർക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. യാ, വർക്കിംഗ് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 വിൽ ഫോർവേഡ് ബയാസ്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നു, D1 ഫോർവേഡ് ബയാസ് ചെയ്യും ആൻഡ് D2 ഇൻ റിവേഴ്സ് ബയാസ്, കറന്റ് ഫ്ലോസ് ത്രൂ X2Y. നോക്കുക, സാർ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലേ, ഫോർവേഡ് സൈക്കിൾ എന്ത് ചെയ്യുന്നു, D1 ഫോർവേഡ് ബയസ് ചെയ്യും ആൻഡ് D2 എന്തിനാണ്, റിവേഴ്സ് ബയസിലാണ്. അപ്പൊ എന്ത് ചെയ്യില്ല, കടത്തി വിടില്ല, നേരെ X2Y പോകും. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് ലോഡ് റെസിസ്റ്റർ. ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും, അതാണ് നമ്മൾ കണ്ട ഒരു റിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് കണ്ടു. ഓക്കെ, ഇനി ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ഇസ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് D1 ഇസ് ഇൻ റിവേഴ്സ് ബയാസ് അല്ലെ, D2 ഇസ് ഇൻ forward bias and D1 is in reverse bias. Okay, അങ്ങനെയാണെങ്കിൽ current will flow through X2Y. Thus there is the output from both positive and negative half cycles of input AC. നമുക്ക് എന്താ വേണ്ടത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും മാറ്റി എന്താക്കി മാറി, കംപ്ലീറ്റ്ലി ഒരു ഡി സി ആയി കൺവേർട്ട് ചെയ്തു. എഫിഷ്യൻസി, മറ്റൊരു കേസ് അറിഞ്ഞിരിക്കേണ്ടത്, ദ എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് അബൌട്ട് 81.2% കേട്ടോ. അതായത് യെസ് മെത്തേഡ്സ് എന്താ പറഞ്ഞു കേട്ടോ. യെസ്, ദ എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് അബൌട്ട് 81.2% ആണ്. അറിഞ്ഞിരിക്കുക. യെസ്, ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. യെസ് സാർ, ആൻസർ ബി ക്വസ്റ്റ്യൻ അല്ലേ. യാ, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ദ ഫുൾ വേവ് റെക്ടിഫയർ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഇസ് 50 ഹെർട്സ്? ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം ഇതാണ് എന്താണ് ഒരു ഇൻപുട്ട് അല്ലെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഇതാണ് ഇൻപുട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട് എന്താ വരിക, ഔട്ട് സോറി ഫുൾ വേവ് ആട്ടോ, മാറിപ്പോയതാണ് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് അല്ല, ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന നമുക്ക് വരുന്ന എന്താണ് ഇൻപുട്ട് ആയിട്ടുള്ള എ സി. ഈ എ സിന്റെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ ഒരു സൈൻ വേവ് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, ദെൻ ദേ കംപ്ലീറ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇതിന് വേണ്ടി എടുക്കുന്ന സമയമാണ് എന്ത്, ഇതിന്റെ ടൈം പീരീഡ് അല്ലെ, ടൈം പീരീഡ് വിച്ച് ഇസ് ഈക്വൽ ടു ടി അല്ലെ. ഇതിന് വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ് സമയമാണ് ടൈം പീരീഡ് അല്ലെ, ടി. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു 1/t ആണ് അല്ലെ, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/t ആണ്. അപ്പം ഇവിടെ ഇൻപുട്ടിന് FI എന്ന് കൊടുത്തു, ഇൻപുട്ട് ഫ്രീക്വൻസിനെ FI എന്ന് കൊടുത്തു അല്ലെ. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി മക്കളെ ഇതാണ് നമ്മുടെ AC അല്ലെങ്കിൽ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്താ മക്കളെ, സാറോട് വരയ്ക്കാം. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക, നമ്മൾ നേരത്തെ അതിന്റെ ഗ്രാഫ് കണ്ടതായിരുന്നു. ഇങ്ങനെ ആയിരിക്കും എന്ത് വരിക, അതിന്റെ ഔട്ട്പുട്ട് വരിക അല്ലെ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയൊക്കെ വരിക അല്ലെ. അപ്പൊ നോക്കിയേ, ഇത് എപ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചു, ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇവിടെ നോക്കിയ മക്കളെ എന്താണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, നെഗറ്റീവ് ഉണ്ടോ ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഓൾറെഡി ഈ പോർഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും സീറോയിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചു, അതിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് ടി ആണെങ്കിൽ ഇത് എത്രയായിക്കൂടാ, T/2 ആയിരിക്കും. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വേണം, T/2 സെക്കൻഡ് മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ, FO is equal to ഔട്ട്പുട്ട് FO is equal to കാണാൻ പറ്റും സാറേ, 1/T/2 വരും അല്ലെ, T/2 വരും, 1/T/2
t/2 വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2 into 1/t എന്ന് കിട്ടും അല്ലെ. 2 into 1/t എന്ന് കിട്ടും. 1/t എത്രയാണ് ഓൾറെഡി അറിയാം, 50 ഹെർട്സ് ആണ് അല്ലെ. 50 ഹെർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ FO ഔട്ട്പുട്ട് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു 2 into 50 which is equal to 100 hertz. 100 hertz ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ എത്തിച്ചേ വേഗോട്ടെ. ഒരുപാട് പേര് നേരത്തെ പറഞ്ഞായിരുന്നു 100 hertz ആണ് ഔട്ട്പുട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഒരു ഒന്ന് ജസ്റ്റ് കമോൺ ഷോ മീ സം പവർ. നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചേ വേഗോട്ടെ. യെസ് കമോൺ. അടിപൊളി പവർ സാറേ. യെസ് അടിപൊളി. യെസ് ഓൾറൈറ്റ് യെസ്. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന കേട്ടോ. എന്തായാലും നിങ്ങൾ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഫംഗ്ഷനിങ് ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫംഗ്ഷൻ യു ഹാവ് ടു സ്റ്റഡി. യു മസ്റ്റ് സ്റ്റഡി. ഓക്കെ യെസ്. ഫുൾ വേവ് ആണ് കേട്ടോ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഫംഗ്ഷനിങ് ആൻഡ് ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ഫിഗേഴ്സ്. നിങ്ങൾ ഈ നിങ്ങളുടെ മെയിൻ എക്സാമിന് എന്ത് നോ മാറ്റർ വാട്ട് നിങ്ങൾ ഫിഗേഴ്സിന് അതിന്റെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഫിഗേഴ്സ് ഏത് ഡെറിവേഷൻ ആണെങ്കിലും ഏത് എക്സ്പ്ലനേഷൻസ് ആണെങ്കിലും തിയറി പോർഷൻസിൽ നിങ്ങൾ ഫിഗേഴ്സിന് അതിൻ്റെതായ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ യെസ്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫോർവേഡ് ബയസ് റെക്ടിഫയർ ഡയോഡ് ബൈ യൂസിങ് ബാറ്ററി. 2020 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലേ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. എന്താ ചോദിക്കുന്നത്, ഒരു ഫോർവേഡ് ബയസ്ഡ് റെക്ടിഫയറിന്റെ എന്താണ്, ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോർവേഡ് ബയസ്ഡ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. സാർ ഞാൻ ഓൾറെഡി വരച്ചതാണ്. എന്താണ്, നമുക്ക് ആദ്യം ഒരു ഡയോഡ് വരയ്ക്കാം അല്ലെ. ഡയോഡ് വരച്ചു. ദെൻ ഞാനൊരു എന്ത് ചെയ്തു, ഒരു ബാറ്ററി വരച്ചു അല്ലെങ്കിൽ സെല്ല് വരച്ചു. ഡൺ. ഇത് അതിന്റെ പോസിറ്റീവ് സൈഡാണ്, ഇത് നെഗറ്റീവ് സൈഡാണ്. ഇത് ബാറ്ററിന്റെ പോസിറ്റീവ് സൈഡാണ്, നെഗറ്റീവ് സൈഡാണ്. ഡൺ. കഴിഞ്ഞു അല്ലെ. എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ. നോക്കിയേ, ഫോർവേഡ് ബയസ്ഡ് അല്ലേ. ഇത്രേ ഉള്ളൂ. 1 മാർക്ക് ആണ്. എത്ര സിമ്പിൾ ആണ് നോക്കി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ നോക്കുക. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഫോർവേഡ് ബയസ്ഡ് റെക്ടിഫയർ യൂസിങ് എ ബാറ്ററി. എൻഡ് ഓഫ് ദ സ്റ്റോറി. ദാറ്റ്സ് ഇറ്റ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2020 മാർക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ 2020 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എന്താ പറയുക, സാർ പറഞ്ഞു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക അല്ലെ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക. ആൻഡ് ഈ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ മെയിൻ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത്, മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആയ ടോപ്പിക്സ് ആണ് ഇപ്പോൾ സാർ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഒബ്വിയസ്ലി വി മസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ വി മസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ. ആൻഡ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യേണ്ട കാര്യം ആവശ്യമാണ്. ഓക്കെ അപ്പം നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സാറേ, യെസ്, ചാപ്റ്റർ നമ്പർ 11 ഏതാണ്, ഡുവൽ നേച്ചർ. യെസ്, ഡുവൽ നേച്ചർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിനും വെയിറ്റേജ് 4 മാർക്സ് ആണ്. ഇതിനും വെയിറ്റേജ് 3 മാർക്സ് ആണ് കേട്ടോ. ഇതിന് വെയിറ്റേജ് 3 മാർക്സ് ആണ്. യെസ്, ഇതിന്റെ വെയിറ്റേജ് ലൈക്ക് 3 മാർക്സ് ഉണ്ടോ. ഇതിന്റെ വെയിറ്റേജ് ലൈക്ക് 3 മാർക്സ് ആണ്. ഓക്കെ ഒബ്വിയസ്ലി. അപ്പം നമ്മുടെ ചാപ്റ്റർ ഏതാണ്, ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഇതിൽ നിങ്ങൾ എന്ത് വില കൊടുത്തും നോ മാറ്റർ വാട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കുന്ന ടോപ്പിക് ആണ് വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ നോക്കാം. obviously photon Einstein photoelectric. Yes, obviously yes. Work function. Okay, work function. എന്താണ് work function എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the minimum energy required by an electron to escape from the metal surface is called work function. അതായത് നമുക്കിപ്പം ജസ്റ്റ് ഇമാജിൻ ഒരു മെറ്റൽ സർഫസ് എടുക്കുക. ഒരു മെറ്റൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ ഒരു മെറ്റൽ സർഫസ് ആണ് വെക്കാം. ഓക്കെ ഈ മെറ്റൽ സർഫസിൽ എന്താ ഇവിടെ എല്ലാം എന്തുണ്ടാകും, ഒരുപാടധികം ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ഒരുപാടധികം ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the minimum energy we require to remove one electron from the surface. ഈ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എനിക്ക് ആവശ്യമായ എനർജിയാണ് എന്ത്, അതിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് അതിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഈ സർഫസ് ഫുൾ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിനെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ഞാൻ എത്രത്തോളം മിനിമം എനർജി യൂസ് ചെയ്യണം, ആ ഒരു എനർജി പറഞ്ഞ പേരാണ് എന്ത്, അതിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന്. അതാണ് അതിന്റെ വർക്ക് ഫംഗ്ഷൻ. ഓക്കെ വർക്ക് ഫംഗ്ഷൻ. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിന്റെ യൂണിറ്റ് എന്താണ്, ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ എന്താണ്, ഇലക്ട്രോൺ വോൾട്ട്. ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ഇലക്ട്രോൺ വോൾട്ട് ആണോ. ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനിയാണ് ഇതിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. there are different several methods. അതായത് സാറ് പറഞ്ഞു ഒരു മെറ്റാലിക് സർഫസിൽ നിന്നും ഈ ഇലക്ട്രോൺസിനെ എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ there are several methods.
കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട് ആൻഡ് ദാറ്റ് മെത്തേഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് മെയിൻലി there are three methods are there. There are three methods are there. ആ ഓരോ മെത്തേഡും എന്ത് ചെയ്യണം? We must study. വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, മെത്തേഡ്സ് ടു ഇജക്ട് ഫ്രീ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അതായത് ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഫ്രീ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ നമ്മൾ മെയിൻലി 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ 3 മെത്തേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് സാർ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു കേട്ടോ, ഓടിച്ച് പറഞ്ഞുതരാം. നോക്കാം, ശ്രദ്ധിക്കാം. യെസ്, ഫസ്റ്റ് വൺ ഇസ് തെർമിയോണിക് എമിഷൻ. ഒന്നുമില്ല സാർ, ഒരു എന്താ പറയാ, ജസ്റ്റ് ഇമാജിൻ നോക്കുക, ഇവിടെ ഇതാണ് മെറ്റൽ സർഫസ് കേട്ടോ, ഇതാണ് മെറ്റൽ സർഫസ് ആൻഡ് ഈ കാണിച്ചിരിക്കുന്ന മഞ്ഞ ഡോട്ട്സ് ആണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കാം. Just imagine this is the metal surface and these yellow dots are represented by what? Electrons എന്ന് വിളിക്കാം. ഇത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇമാജിൻ. നമുക്ക് എന്ത് ചെയ്തു, ഞാൻ ഈ മെറ്റൽ പ്ലേറ്റിലേക്ക് കുറച്ച് ഹീറ്റ് എനർജി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ what will happen? These particular electrons will absorb that excess heat energy. ഓരോ ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നു, ഈ ആവശ്യമായിട്ടുള്ള അതിന് എക്സസീവ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യും ആൻഡ് they will what? Yes, they will emit. അപ്പൊ നോക്കുക, എന്താണ് തെർമിയോണിക് എമിഷൻ വെച്ച് കഴിഞ്ഞാൽ, തെർമിയോണിക് എമിഷൻ in this method sufficient thermal energy can be given to the free electrons to enable them to come out of the metal. അതായത് നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? It's nothing but to emit the extra free electrons from the surface. സർഫസിൽ നിന്നും ഈ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് എത്തിക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തു, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടിരുന്നു, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഓരോ ഇലക്ട്രോണും ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യും ആൻഡ് they will easily jump off. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, തെർമിയോണിക്. ഇതിനെ പറയുന്ന പേരാണ് തെർമിയോണിക് എമിഷൻ. ഈ പറയുന്ന പെർട്ടിക്കുലർ പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് തെർമിയോണിക് എമിഷൻ. ഇസ് നത്തിങ് ബട്ട് എന്താണ്, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ അതിനെ ജമ്പ് ഓഫ് ചെയ്യുന്ന മെത്തേഡാണ് തെർമിയോണിക് എമിഷൻ. ആൻഡ് വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ്. എന്താണ് അടുത്ത ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്? ഒന്നുമില്ല, ഫീൽഡ് എമിഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്നുമില്ലടാ, ഇതാണ് ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു റെക്ടാംഗിൾ, ഈ ഒരു സ്ക്വയർ ആണ് നമ്മുടെ മെറ്റൽ സർഫസ് നിൽക്കുക ആൻഡ് ദീസ് കൈൻഡ് ഓഫ് യെല്ലോ ഡോട്ട്സ് ഓബിയസ്ലി എന്തായിരിക്കും? ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലെ? അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫീൽഡ് എമിഷൻ എങ്ങനെയാ ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു സർഫസിന് ചുറ്റുമായിട്ട്, ഈ ഒരു മെറ്റൽ സർഫസിന് സൈഡിലായിട്ട് എന്ത് കൊടുക്കും, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അപ്പൊ നോക്കുക, നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ ചാർജ് ഓബിയസ്ലി നെഗറ്റീവ് ആണ് അല്ലെ? ഓബിയസ്ലി നെഗറ്റീവ് ആണ്. അപ്പം ജസ്റ്റ് ഇമാജിൻ, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ what will happen? എന്താണ്, ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യണം? they will attract ആൻഡ് എന്ത് സംഭവിക്കും? നെഗറ്റീവ് നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നേരെ എവിടേക്ക് പോയി? പോസിറ്റീവ് ചാർജിലേക്ക് പോയി അല്ലെ? നേരെ പോസിറ്റീവ് ചാർജസിലേക്ക് പോയി അല്ലെ? അപ്പം ഫീൽഡ് എമിഷൻ, ഇതാണ് ഫീൽഡ് എമിഷൻ ബൈ അപ്ലൈങ് എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ടു എ മെറ്റൽ. ഒരു മെറ്റലിലേക്ക് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ക്യാൻ ബി പുൾഡ് ഔട്ട് ഓഫ് ദ മെറ്റൽ ഫ്രം ദ സർഫസ്. എങ്ങനെയാണ്? ഒരു വെരി ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അതിന്റെ സർഫസിൽ നിന്നും പുൾ ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഫീൽഡ് എമിഷൻ. ഇതാണ് ഫീൽഡ് എമിഷൻ. ആൻഡ് വി വിൽ മൂവ് ഓൺ ടു ലാസ്റ്റ് ടൈപ്പ് ഓഫ് എമിഷൻ. എന്താണ്? ഓബിയസ്ലി യെസ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താണ്? നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് എമിഷൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ആസ് ദ നെയിം ഇംപ്ലൈസ്, ഫോട്ടോ ഇലക്ട്രിക് മീൻസ് എന്താണ്? ഒന്നുമില്ലടാ, എന്താണ്? ബൈ യൂസിങ് ഫോട്ടോൺസ് ഓർ ലൈറ്റ്. അതല്ലേ, നമ്മൾ ഈ സർഫസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ലൈറ്റ് ഓഫ് ഒരു സ്ട്രോങ് ഇന്റൻസിറ്റിയിൽ ലൈറ്റിനെ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ദ എക്സസ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ ജമ്പ് ഓഫ് അല്ലെങ്കിൽ എമിറ്റ് അല്ലെ? അതായത് ഒരു മെറ്റൽ സർഫസിലേക്ക്, യെസ് നമുക്ക് ഒന്നും കാണിച്ചു തരാം, ഒന്നുമില്ല, ഒരു മെറ്റൽ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? അതിലേക്ക് ഹൈ ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ദ എക്സസ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ ജമ്പ് ഓഫ്. This type of emission is known as photoelectric emission. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Photoelectric emission, when light of suitable frequency illuminates a metal surface. Yes, illuminated means ഒന്നുമില്ല, ലൈറ്റൻ ചെയ്യുക. ഒരു മെറ്റൽ സർഫസിനെ ഇല്ലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
the free electrons are emitted from the metal surface. ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരത്തില് എമിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരെന്താണെന്ന് അറിയോ മക്കളെ? ഒന്നുമില്ല, എന്താണ്? ഫോട്ടോ ഇലക്ട്രോൺസ്. ഇത്തരത്തില് എമിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ദ എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ദ എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓൾറൈറ്റ്, യാ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ലോസ് ഓഫ് ഫോട്ടോ, നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഈ 3 ടൈപ്സ് ഓഫ് എഫക്റ്റുകൾ പഠിച്ചെങ്കിലും, 3 ടൈപ്സ് ഓഫ് എമിറ്റിംഗ് എഫക്ട് മെത്തേഡ്സ് പഠിച്ചെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് അറിയോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം അതിന്റെ കുറച്ച് ലോസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ അത് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു. ഓക്കെ, യാ. ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, അതായത് ഈ വരുന്ന ഇൻസിഡന്റ് റേഡിയേഷനിൽ ഒരു ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഒന്നുമില്ല, ഈ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? അവിടുത്തെ ഫോട്ടോ ഇലക്ട്രോൺസ്. അതായത് ഫോട്ടോ ഇലക്ട്രോൺസ് എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. അതായത് ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട്, ഈ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും കൂടും. ആൻഡ് ഇന്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും? അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ നമ്പറും കുറയുന്നു. ദിസ് പ്രോസസ് ഇസ് കോൾഡ് എന്താണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിന. ഓക്കെ, ഈ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനോമിനയാണ്. അതായത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? എന്താണ്? ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ലോ. എന്താ നോക്കാം? The kinetic energy of the photoelectrons, the kinetic energy of the photoelectrons is directly proportional to the frequency of incident radiation. അതായത് എന്താണ്? The kinetic energy of the photoelectrons, ഈ പുറത്തേക്ക് പോകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ kinetic energy is directly proportional to എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് ഈ വന്നു വീഴുന്ന ഇൻസിഡന്റ് റേയുടെ, ലൈറ്റ് റേയുടെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും കൂടുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. യെസ്, അതായത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും എന്താണ്? ഇൻസിഡന്റ് റേയുടെ ഇന്റൻസിറ്റിയും ഒരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് എന്താണ്? ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, യാ. ആൻഡ് yes, next point, yeah, photoelectric effect does not occur in the frequency if the frequency of the incident radiation is below a certain minimum value. അതായത് എന്താ? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയൂല്ലേ? ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അവിടെ സംഭവിക്കില്ല. അതായത് അവിടെ എന്ത് വേണം? യെസ്, അവിടെ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലേ? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഇസ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു എമിറ്റ് എന്താണ്? ഫോട്ടോ ഇലക്ട്രോൺസ്. യെസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ. അതായത് വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, യാ. അടുത്തൊരു ഏറ്റവും കിങ് പിൻ എന്ന് പറയാം, ഈ ചാപ്റ്ററിന്റെ കിങ് പിൻ എന്ന് പറയാം, ഒന്നുമില്ല, ഇറ്റ്സ് നത്തിങ് ബട്ട് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്താ നോക്കുക? യാ, ഐൻസ്റ്റൈൻ പറഞ്ഞു മക്കളെ, ഈ ഫോട്ടോൺ എനർജി, അതായത് ഫോട്ടോൺ എനർജി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ വരുന്ന ഫോട്ടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ എനർജി പാക്കറ്റ്സ്. അതായത് നമ്മൾക്ക് വന്ന് വീഴുന്ന ലൈറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഫോട്ടോൺസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ പാക്കറ്റ് ഓഫ് എനർജി. പാക്കറ്റ്സ് ഓഫ് എനർജി ആണ് കേട്ടോ. പാക്കറ്റ്സ് ഓഫ് എനർജി ആണെന്ന് പറയാം, ഫോട്ടോൺ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഒരുപാടധികം ഫോട്ടോൺസ് ഉണ്ടാവും അല്ലെ? അപ്പം ഒരു സർഫസിൽ വന്ന് വീഴുന്ന ഫോട്ടോൺ എനർജി എന്തായിട്ട് യൂസ് ചെയ്യും? അതിന്റെ വർക്ക് ഫംഗ്ഷൻ ആൻഡ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. അതായത് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീഴുന്ന ഒരു ഫോട്ടോൺ, അതായത് കൈനറ്റിക് എനർജി. ഫോട്ടോൺ മീൻസ് പാക്കറ്റ് ഓഫ് എനർജി. ലൈറ്റിലുള്ള പാക്കറ്റ്സ് ഓഫ് എനർജി ആണ് എന്ത്? ഫോട്ടോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ മെറ്റലിൽ വന്ന് വീഴുന്ന ഫോട്ടോൺസ് എന്ത് സംഭവിക്കുന്നു? അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഫ്രീ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ്. അല്ലെ, ഒരു മെറ്റലിന്റെ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ അവിടെ നിന്നും എമിറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിയാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ അല്ലെ, വർക്ക് ഫംഗ്ഷൻ. അപ്പം ഈ വർക്ക് ഫംഗ്ഷനും പിന്നെന്താണ്?
ഈ തെറിച്ചു പോകുന്ന പുറത്തേക്ക് പോകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയുമായിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫോട്ടോ എനർജി. അറിയാം എച്ച് ന്യൂ അല്ലെ, എച്ച് ന്യൂ എന്താണ്, എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി. ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് എന്താണ്, ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ്, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാം കേട്ടോ, നമുക്ക് ചെയ്യാം. ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് വരുന്നതാണ്. ഓക്കെ, യെസ്, ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഇക്വേഷനെ പറയുന്ന പേരാണ്, ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. യാ, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഇക്വേഷനും എന്താ, രണ്ടിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടും ഓർത്തിരിക്കാം. രണ്ടും എന്തായാലും നിങ്ങൾക്ക് ന്യൂമറിക്കൽസിന് ആവശ്യം വരും. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂമറിക്കൽസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൂവ് ഓൺ. ലൈക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡെറിവേഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ലൈക്ക് ഇതിന്റെ ന്യൂമറിക്കൽ സെഷൻ ആണോ. ഓക്കെ, ജസ്റ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഇതിന്റെ ന്യൂമറിക്കൽ സെഷൻ ആണ്. ബിക്കോസ് എന്താ, കമ്പാരിറ്റീവ്ലി 3 മാർക്സ് വരുള്ളൂ ഈ ക്വസ്റ്റിൽ നിന്ന്. 3 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം 3 മാർക്സിന് എന്താ പറയാ, നിങ്ങൾക്ക് യു ക്യാൻ എക്സ്പെക്ട് വാട്ട് എന്താണ് അതിന്റെ ഡെറിവേഷൻസ് റാദർ ദാൻ ഡെറിവേഷൻസ് ആൻഡ് മച്ച് പ്രയോറിറ്റീസ് ലൈക്ക് എന്തിനു വേണ്ടിയാണ് ന്യൂമറിക്കൽസിന് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. യാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An electron and photon each has a wavelength of 1 nanometer. Okay, each has a wavelength of 1 nanometer. Find its momenta. എന്താണ് ഇതിന്റെ മൊമെന്റ് എന്ന് കണ്ടുപിടിക്കണം. Then second question, the energy of photon. And the third question is the kinetic energy of electron. 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന് ഇത് നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സിലേക്ക് പോകാനുണ്ട്. അപ്പം സാർ പെട്ടെന്ന് ഇത് കേട്ടോ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്കറിയാം. ലാംഡ അറിയാവുന്ന ഇക്വേഷൻ ആണ്. ലാംഡ ഈക്വൽ ടു എന്താണ്, h/p ആണ് അല്ലെ. ലാംഡ ഈക്വൽ ടു h/p ആണ്. h എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒന്നുമില്ല. p is equal to p എന്താണ്, p is equal to h/λ അല്ലെ. p is equal to മൊമെന്റ, p is equal to h/λ എഴുതാം. ഒന്നുമില്ല, നമുക്ക് h അറിയാം. h ന്റെ എത്രയാണ്, 6.63 into 10 to the power. h ന്റെ വാല്യൂ അറിയാം. ദെൻ നമുക്കറിയാം പിന്റെ വാല്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓൾറെഡി എത്രയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. യെസ്, നമ്മുടെ ലാംഡ വേവ് ലെങ്ത് എത്രയാണ്, 10⁻⁻⁹ ആണ്. ലാംഡ ഈക്വൽ ടു 10⁻⁻⁹ ആണ്. 10⁻⁻⁹ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10⁻⁻⁹ ആണ്, നാനോമീറ്റർ ആണ്. അപ്പം 10⁻⁻⁹ ആണ്. ഓക്കെ, അപ്പം എന്ത് കിട്ടും, 6.63 into 10 to the power കിലോഗ്രാം പെർ മീറ്റർ. ഓൾ റൈറ്റ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇത്രേ ഉള്ളൂ. നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഓർത്ത് കേട്ടോ. ലാംഡ ഈക്വൽ ടു h/p, വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൊമെന്റം p is equal to h/λ. ആൻഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, E is equal to h nu അല്ലെ. E is equal to energy is equal to h nu ആണ് അല്ലെ. E is equal to h nu ആണ്. ആൻഡ് ഇതിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, hc/λ അല്ലെ. hc/λ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എനർജിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. h-ന്റെ വാല്യൂ അറിയാം. ദെൻ c-ന്റെ വാല്യൂ അറിയാം. ആൻഡ് c-ന്റെ വാല്യൂവും അറിയാം അല്ലെ. നോക്കാം. അപ്പം 6.63 into 10 to the power -34 into 3 into 10⁸. 3 into 10⁸ എന്താണ്, c ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ആൻഡ് ലാംഡ എന്താണ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നാനോമീറ്റർ ആണ്. 10⁻⁹ 1 നാനോമീറ്റർ ആയിരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 10⁻⁹. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് ജൂൾസിൽ അതിന്റെ എനർജി കിട്ടി, വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ജൂൾസ്. ഓക്കെ, ഫൈൻ. ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാർ ഈ പറഞ്ഞ ഇക്വേഷൻസ് മക്കൾ എന്ത് നിർബന്ധമായിട്ട് തന്നെ പഠിച്ചോളൂ കേട്ടോ. There are no excuses. Okay, there is no excuses. You must study these equations. Equations പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. We cannot attempt these numericals. Okay, അപ്പം എന്ത് ചെയ്യാം, you must study these equations. Okay, and നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ അല്ലേ. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ എവിടെ ഡെവലപ്പ് ചെയ്യാം. നത്തിങ്. യെസ്, ലാംഡ ഈക്വൽ ടു എന്താണ്, ലാംഡ ഈക്വൽ ടു h/√2m ke എന്നാണ് കൈനറ്റിക് എനർജി കേട്ടോ. ke എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ആണ്, ഒന്നുമില്ല. ke എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ആണ്, നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പം h/√2m കൈനറ്റിക് എനർജി, 2 into കൈനറ്റിക് എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് കളയാൻ വേണ്ടി സാർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ക്വയർ അപ്ലൈ നമ്മുടെ റൂട്ട് പോയില്ല. പക്ഷെ റൂട്ട് ടൈപ്പ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആട്ടോ. ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. റൂട്ട് റിമൂവ് കേട്ടോ. റൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്തത്, നമ്മൾ ലാംഡ സ്ക്വയർ is equal to h/2m എന്ത് തോന്നുന്നു, കൈനറ്റിക് എനർജി തോന്നുന്നു കേട്ടോ. ഓക്കെ,
ഇവിടെ റൂട്ട് കളയാൻ വേണ്ടി സാർ റൂട്ട് കളയാൻ വേണ്ടിയാണ് നമ്മൾ എന്തെടുത്തത്, സ്ക്വയർ എടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം അല്ലെ. ഇതിൽ നിന്നും കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി is equal to h square divided by lambda square into 2m. h square divided by lambda square into 2m. എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. എന്താണ് h വാല്യൂ അറിയാം 6.63 into 10 to the power minus 34 സ്ക്വയർ ആൻഡ് എന്താണ് ലാംഡ എത്രയായിരുന്നു 10 raised to minus 9 സ്ക്വയർ ആൻഡ് ഒബ്വിയസ്ലി 2 into and m mass. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ കിട്ടും. നിങ്ങൾ ഇതിന്റെ വാല്യൂ ബാക്കി ചെയ്യാം കേട്ടോ. you guys have obviously have scientific calculator and just continue. ഇതാണ് നമ്മൾ എന്ത് കിട്ടുക, കൈനറ്റിക് എനർജി കിട്ടുക കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ കൈനറ്റിക് എനർജി കിട്ടുക. ഓൾറൈറ്റ്, അപ്പം ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് we will move on to our next question. Okay, we have to move on to our next question because our time is limited. നമുക്ക് time is like limited ആണ്, അപ്പം we have to move it out. Okay, let's move on. And next question is the kinetic energy of a photon. And yes, kinetic energy of proton and that of alpha particle are എന്താണ് 4 electron volt and 1 electron volt respectively. അതായത് ഒരു പ്രോട്ടോണിന്റെയും ഒരു ആൽഫ പാർട്ടിക്കിളിന്റെയും എന്താണ് കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി ആർ 4 electron volt and 1 electron volt respectively. Okay, the ratio of de Broglie wavelength associated with them will be എന്താണ് കണ്ടുപിടിക്കണം കേട്ടോ. സിമ്പിൾ ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് എന്താണ് 4 times എന്താണ് മാസ് ഓഫ് പ്രോട്ടോൺ പാർട്ടിക്കിൾ. ഓക്കെ, ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4 times മാസ് ഓഫ് എന്താണ് പ്രോട്ടോൺ പാർട്ടിക്കിൾ അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നോക്കാം, യെസ് സർ കാണിച്ചു. യെസ്, മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു 4 times മാസ് ഓഫ് പ്രോട്ടോൺ അല്ലെ. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. നോക്കാം, ഇവിടെ എന്താണ് ലാംഡ പി ഇസ് ഈക്വൽ, നമുക്ക് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ലാംഡ പി ഇസ് ഈക്വൽ ടു h by root of എന്താണ് h by root of എന്തോന്നു റൂട്ട് ഓഫ് 2m into 2mp. mp എന്താണ് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. kp എന്താണ് കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ആണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ലാംഡ പി വിച്ച് മീൻസ് പ്രോട്ടോൺ പാർട്ടിക്കിൾസിന്റെ എന്താണ് വേവ് ലെങ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് h by root of 2mp. mp stands for mass of proton and kp stands for എന്താണ് kinetic energy of proton. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതേപോലെ ആൽഫ പാർട്ടിക്കിൾ കണ്ടുപിടിക്കാം. ലാംഡ ആൽഫ is equal to h by root of 2ma. എന്താണ് m ആൽഫ means mass of alpha particle and k alpha is equal to kinetic energy of alpha particles. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. ലാംഡ p is equal to എന്ത് വന്നു h by root of 2mp and mp എന്താണ് മാസ് ഓഫ് പ്രോട്ടോൺ. ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഉണ്ടല്ലേ, കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ 4 ആണ്, 4 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. അപ്പം സാർ എന്ന് കൊടുത്തു 4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുത്തു. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത്തിന് വേണ്ടി h by root of 2 into ഇവിടെ m ആൽഫയ്ക്ക് പകരം മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിളിന് പകരം സാർ എന്ന് കൊടുത്തു 4mp എന്ന് കൊടുത്തു. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവിടെ മാസ് ഓഫ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിളിന് പകരം ഈ സാർ ഇവിടെ ഈ കൺവേർഷൻ യൂസ് ചെയ്തു. ഓക്കെ, 4 മാസ് ഓഫ് പ്രോട്ടോൺ പാർട്ടിക്കിൾ യൂസ് ചെയ്തു. ഓക്കെ, 4 times മാസ് ഓഫ് പ്രോട്ടോൺ പാർട്ടിക്കിൾ യൂസ് ചെയ്തു. ഇതാണ് ഇവിടുത്തെ ട്രിക്കിയസ്റ്റ് പാർട്ട്. ഒന്നുമില്ല, ഈ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിളിന് പകരം ഈ ഒരു റിലേഷൻഷിപ്പ് പ്രകാരം എന്ത് കൊടുത്തു 4 മാസ് ഓഫ് പ്രോട്ടോൺ പാർട്ടിക്കിളിന് കൊടുത്തു ഇൻടു എന്താണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി നോക്കിയേ എത്രയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി. അപ്പൊ എന്ത് കൊടുത്തു 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുത്തു. ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, ഈ കേസ് ആ പ്രോട്ടോൺ പാർട്ടിക്കിൾ എടുക്കുക, ആൽഫ പാർട്ടിക്കിൾ എടുക്കുക. ഇവിടെ h കോമൺ ആണ്. റൂട്ട് ഓഫ് 2mp4 നോക്കിയേ 2mp4 കോമൺ അല്ലേ. ബാക്കി എന്താ ഉള്ളത് യെസ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, ആൽഫ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ നമ്മുടെ ലാംഡ പി ഇസ് ഈക്വൽ ടു ലാംഡ എ എന്ന് കിട്ടും അല്ലെ. എല്ലാവരും കോമൺ ആണ് അല്ലെ, എല്ലാ പോർഷനും കോമൺ അല്ലേ. യെസ്, ലാംഡ പി ഇസ് ഈക്വൽ ടു ലാംഡ എ എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1:1. റേഷ്യോ ഇസ് ഈക്വൽ ടു 1:1 എന്ന് വരും. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ റേഷ്യോ ഓഫ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വേവ് ലെങ്ത്തിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത് എത്രയാണ് 1:1. പ്രൂവ്ഡ്
ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കത്തിച്ചാൽ അതെ ഒരുപാട് പേര് ഫയർ എഞ്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കത്തിച്ചേ. യെസ് യെസ്, പെട്ടെന്നാവട്ടെ. യെസ്, അടിപൊളി. ഓൾ റൈറ്റ്. യെസ് ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിൽ മൂവ് ഓൺ. യെസ്, വിൽ ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ ഉണ്ട്. നോക്കാം. യെസ്, ഇഫ് photons of frequency nu, okay, if photons of frequency nu are incident on surface of two metals, രണ്ട് metals ഉണ്ട്, A എന്ന് പറയുന്ന മെറ്റൽ ഉണ്ട്, B എന്ന് പറയുന്ന മെറ്റൽ ഉണ്ട് കേട്ടോ. We have two metals which is A and B. രണ്ട് മെറ്റൽസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ രണ്ട് മെറ്റൽസിലും എന്ത് വന്നു? ഒരു ന്യൂ ഫ്രീക്വൻസി ഉള്ള ഒരു ഫോട്ടോൺസ് അല്ലെ, ഫോട്ടോൺസ് വന്ന് കൊളൈഡ് ചെയ്തു. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, എ എന്ന് പറയുന്ന മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്? ν/2 ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്? ν/3 ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം എ ടു ദാറ്റ് ഫ്രം ബി, അതായത് ഈ മെറ്റൽ എ എന്ന് പറയുന്ന മെറ്റലിൽ നിന്നും പുറത്തേക്ക് വന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി, ആൻഡ് ബി എന്ന് പറയുന്ന മെറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന നമ്മൾ എന്താ പറയാ ഇലക്ട്രോൺസ്, ഫോട്ടോ ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജി തമ്മിലുള്ള പ്രൊപ്പോർഷൻ, റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ച് കാണാം, ബിക്കോസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് എന്താ പറയാ, നമ്മൾ ഈ ഒരു ഐൻസ്റ്റൈന്റെ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ആ ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. അത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നോക്കാം. അപ്പം നമുക്ക് ആ ഇക്വേഷൻ, ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനോട് എക്സ്പ്രസ് ചെയ്യാം. ഈസ് ഈക്വൽ ടു എന്താണ് യെസ് 5+, അതായത് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി, വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. യെസ്, ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ E is equal to എന്താണ്? hν ആണ് അല്ലേ? E is equal to hν ആണ്. ആൻഡ് വർക്ക് ഫംഗ്ഷൻ is equal to hν0. വർക്ക് ഫംഗ്ഷൻ എന്താണ്? phi is equal to hν0 ആണ്. ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജി is equal to എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജി is equal to യെസ് hν മൈനസ് hν0 എന്ന് എഴുതാം. hν മൈനസ് hν0 എന്ന് എഴുതാം. ഓക്കെ, യാ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എ എന്ന് പറയുന്ന നമ്മുടെ മെറ്റൽ നോക്കാം. ഓക്കെ, അവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി is equal to hν മൈനസ് hν0 എത്രയാണ്? ν/2 ആണ് അല്ലേ? അപ്പം എന്ത് കൊടുത്തു സാർ? ν0 പകരം ν/2 കൊടുത്തു. hν/2 എന്ന് വന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു hν/2 എന്ന് വന്നു. ഒന്നുമില്ല, ഈ കാര്യം നോക്കുക. എ എന്ന് പറയുന്ന hν എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ് അല്ലെ? hν ഇസ് ഈക്വൽ ടു ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ബോഡിയിൽ, എ എന്ന് പറയുന്ന മെറ്റലിലുള്ള ത്രെഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്? ν/2 ആണ്. ആൻഡ് ബിയിൽ എത്രയാണ്? ν/3 ആണ്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ν/2 കൊടുത്തു അല്ലെ? ν/2 കൊടുത്തു. അപ്പൊ എന്ത് വന്നു? hν മൈനസ് 2 എന്ത് വന്നു? യെസ്, hν/2 വന്നു. ഇനി നമുക്ക് ബി കൺസിഡർ ചെയ്യാം. ബി വന്നു കഴിഞ്ഞാൽ നോക്കാം എന്താണ്? കൈനറ്റിക് എനർജി is equal to, വീണ്ടും ഈക്വേഷൻ ആണ്, hν മൈനസ് hν0. ഇവിടെ ν0 എത്രയാണ്? ν/3 ആണ് അല്ലെ? ν/3 ആണ്. ഓൾറൈറ്റ്. അപ്പം എന്ത് വന്നു? hν മൈനസ് hν/3 എന്ന് വന്നു. ഒന്നുമില്ല, നമുക്കറിയാം ബി എന്ന് പറയുന്ന മെറ്റലാണ്, ബി എന്ന് പറയുന്ന മെറ്റൽ സർഫസ് ആണ്. ആ മെറ്റൽ സർഫസിൽ ബി എന്ന് പറയുന്ന മെറ്റൽ സർഫസിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്? ν/3 ആണ്. ഓക്കെ, അപ്പം എന്ത് കൊടുത്തു സാറ്? ഇവിടെ ν0ക്ക് പകരം എന്ത് കൊടുത്തു? hν/3 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ യെസ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 2hν/3 എന്ന് വന്നു. 2hν/3 എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഞാനിവിടെ നമുക്ക് രണ്ട് എ എന്ന് പറയുന്ന മെറ്റൽ സർഫസിന്റെയും ബി എന്ന് പറയുന്ന മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജി അല്ലെ, ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? യെസ്, കൈനറ്റിക് എനർജിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കണം. നോക്കുക, കൈനറ്റിക് എനർജി ഓഫ് എ എന്ന് പറയുന്ന മെറ്റൽ സർഫസ് ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന് പറയുന്ന മെറ്റൽ. അപ്പൊ എന്ത് വരും? ഒന്നുമില്ല, നേരെ ഡിവൈഡ് ചെയ്യാം. hν/2 ഹോൾ ഡിവൈഡ് ബൈ 2hν/3 അല്ലെ? hν ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് വന്നു? 1/2. നേരെ റെസിപ്രോക്കൽ എടുത്തു, 3/2. 2 യെസ്, അപ്പൊ എന്ത് വന്നു? ക്രോസ് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 3/4 കിട്ടും അല്ലെ? 3/4 കിട്ടും. ഓക്കെ ആണോടാ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ ഷോ മി സം പവർ, ഷോ മി സം ഫയർ. യെസ്, എവിടെ സാറേ? ഷോ മി സം ഫയർ. യെസ്, ഓക്കെ ഫൈൻ, അടിപൊളി. 0.75 അല്ലെ? ഒബ്വിയസ്ലി 0.75. ഓൾറൈറ്റ്, 3/4 അല്ലെ? ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു എക്സ്പെക്ട്. ഓക്കെ, യു ഹാവ് ടു എക്സ്പെക്ട് ആൻഡ് പ്രിപ്പയർ ഫോർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരിക്കലും എന്താ പറയാ, നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വിൽ ബി റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അല്ലാതെ
എപ്പോഴും എന്താ പറയാ ലൈക്ക് നിങ്ങളുടെ ഈസി സോൺ കംഫർട്ട് സോൺസ് ആർ ഗെറ്റിംഗ് ഡൺ. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോൺസ് ആർ ഗെറ്റിംഗ് ഡൺ. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കണ്ടോ. ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതോറും ഇൽ ഗെറ്റ് എന്താ പറയുക മച്ച് മോർ കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് everything, just understand each of the functions and properties. Okay, എല്ലാ ഇക്വേഷൻസിനും കൃത്യം, ഐ റിപ്പീറ്റ്, എല്ലാ ഇക്വേഷനും നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം, എല്ലാ ഇക്വേഷൻസും യു ഹാവ് ടു കമ്പൽസറി എന്താ പറയുക കീപ് യുവർ മൈൻഡ്. എന്തായാലും യെസ്, ഒബ്വിയസ്ലി യെസ്. അപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നത്തിങ് ബട്ട് എന്താ പറയുക ഏറ്റവും ലീസ്റ്റ് ബട്ട് നോട്ട് ദ ഇമ്പോർട്ടന്റ് ഏറ്റവും ചാപ്റ്റർ ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് കോൾഡ് ന്യൂക്ലിയൈ. നമ്മുടെ 13th ചാപ്റ്റർ ആണ് ന്യൂക്ലിയൈ. ഓക്കെ, ന്യൂക്ലിയൈ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണോ, ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഇതിന് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് എന്താ പറയാ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയയില് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ. ഓക്കെ, അപ്പം ന്യൂക്ലിയർ എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയസ്, വാട്ട് ഇസ് മെന്റ് ബൈ ന്യൂക്ലിയസ്, ഇറ്റ് ഇസ് ദ സെൻട്രൽ മോസ്റ്റ് പോർഷൻ ഓഫ് ആൻ ആറ്റം. അല്ലെ, ഒരു ആറ്റത്തിന്റെ സെൻട്രൽ മോസ്റ്റ് പോർഷൻ ആണ് എന്ത്, ന്യൂക്ലിയസ്. അല്ലെ, അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഹൗ ടു റെപ്രസെന്റ് ആൻ ആറ്റം. അല്ലെ, ഹൗ ടു റെപ്രസെന്റ് ആൻ ആറ്റം, ഒരു ആറ്റത്തിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നോക്കാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിന് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് കൺസിഡർ ദ ആറ്റം വിച്ച് ഇസ് ഹാവിംഗ് നെയിം എക്സ്. ഇങ്ങനെ എക്സ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലില്ല. അല്ലെ, എന്താ വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്, വി ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. വി ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ആൻഡ് ഇവിടെ നോക്കാം, സെഡ് എന്ന് നോക്കാം കേട്ടോ. സെഡ് നോ ഒബിയസ്ലി നോട്ട്, ഇത് സിമ്പിൾ ആണോ, സിമ്പിൾ ചാപ്റ്റർ ആണോ. ഓക്കെ, ഇത് എന്താ, നമുക്ക് ഒരു ആറ്റത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ്സ് മാസ് നമ്പർ ആൻഡ് ആറ്റോമിക് നമ്പർ. അല്ലെ, ആറ്റോമിക് നമ്പറിനെയും മാസ് നമ്പറിനെയും എന്ത് ചെയ്യണം, നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. നോക്കുക, ഇവിടെ Z is equal to atomic number, which means number of protons or number of electrons. Okay, Z എന്താണ്, Z is the number of എന്താണ്, Z is the number of protons or number of electrons. Z is the atomic number which is equivalent to number of protons or number of electrons present in that particular atom. ആ ഒരു particular ആറ്റത്തില് പ്രസന്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണമാണ് അതിന്റെ ആറ്റോമിക് നമ്പർ, വിച്ച് ഇസ് denoted by the term Z. And what will be A? എന്താണ്, ഒന്നുമില്ല. A will be equal to ന്യൂട്രോൺ നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോറി N ഉണ്ടോ, A എന്ന് വെച്ചാൽ ഒന്നുമില്ല. A എന്ന് വെച്ചാൽ മാസ് നമ്പർ ആണ്. അല്ലെ, A ന്റെ മാസ് നമ്പർ ആണ്. A എന്ന് വെച്ചാൽ മാസ് നമ്പർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആരൊക്കെയാണ്, ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ടാവുക, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അല്ലെ, അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എന്ത്, മാസ് നമ്പർ. N എന്താണ്, N is the neutron number കേട്ടോ. അങ്ങനെയാണെങ്കിൽ N നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. N നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, we can determine N is equal to എന്താണ്, A minus Z. N is equal to A minus Z. N is equal to എന്താണ്, yes N is equal to A minus Z. ഓർത്തിരിക്കുക കേട്ടോ, A minus Z. A എന്താണ്, മാസ് നമ്പർ ആണ്. അല്ലെ, മാസ് നമ്പർ മീൻസ് ഒന്നുമില്ല, ദ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എന്ത്, അതിന്റെ മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാം, ഒന്നുമില്ല, മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് ദ സ്റ്റോറി. ഓൾറൈറ്റ്, അപ്പം ഈ കാര്യം ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ന്യൂക്ലിയസുകളെ, there are mainly 3 classifications of these kind of nucleus. ആ ന്യൂക്ലിയസ് നമ്മൾ മെയിൻലി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെ, മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കാം, യെസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? Isotopes are the atoms of the same element having different mass number. സെയിം എലമെന്റിലെ എന്താ പറയാ, isotopes are the atoms of the same element having ഡിഫറെന്റ് മാസ് നമ്പർ വരുന്ന സെയിം എലമെന്റിനെ പറയുന്ന പേരാണെന്ത്, എന്താണ്, ഒന്നുമില്ല, ഐസോടോപ്സ്. അല്ലെ, ഇതാണ് ഐസോടോപ്സ്. അപ്പം ഇനി നെക്സ്റ്റ് വൺ ഇസ് ഐസോബാർ. എന്താണ് ഐസോബാർ എന്ന് നോക്കി കഴിഞ്ഞാൽ സാർ എക്സാമ്പിൾ കാണിച്ചു കേട്ടോ, ഒന്നുമില്ല. നോക്കുക, ഐസോബാർ എന്ന് വെച്ചാൽ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവിംഗ് സെയിം മാസ് നമ്പർ. നോക്കുക, ഇവിടെ എന്താണ്, ആറ്റോമിക് നമ്പർ എന്നാണ് ഡിഫറെന്റ് ആണ്. പക്ഷെ നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ ആറ്റം ആണ്, ഇവിടെ ഹീലിയം ആറ്റമാണ്. അല്ലെ, ഹൈഡ്രജൻ ആറ്റമാണ്, ഇവിടെ ഹീലിയം ആറ്റമാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, രണ്ടിന്റെയും എന്താണ്, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, പക്ഷേ മാസ് നമ്പർ ഈക്വൽ അല്ലേ. അപ്പം ദീസ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ദീസ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആർ കോൾഡ് എന്താണ്, ഐസോബാർസ്. ദീസ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആർ കോൾഡ് ഐസോബാർസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ, വിച്ച് ഈസ് എന്താണ്, ഐസോട്ടോൺസ്. മക്കളെ നോക്കുക, സെയിം ന്യൂട്രോൺ നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അതായത് ഈ ടൈപ്പ് ഓഫ് ആറ്റംസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ഡിഫറെന്റ് മാസ് നമ്പർ വിൽ ബി ഡിഫറെന്റ് ആൻഡ് ആറ്റോമിക് നമ്പർ വിൽ ബി ഡിഫറെന്റ്, ബട്ട് there are one factor. എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി സെയിം. മക്കളെ നോക്കുക, ഇവിടെ Hg ഉണ്ട്, A ഉണ്ട്, അല്ലെ, മെർക്കുറി ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ടിന്റെയും നോക്കി ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, 80 ആണ്, 79 ആണ്. മാസ് നമ്പർ ഇസ് ഓൾസോ ഡിഫറെന്റ്, 198 and 197.
പക്ഷേ ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? എന്താണ് ഇതിന്റെ രണ്ടിന്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് അറിയാമെന്നുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞ പെട്ടെന്ന് നോക്കട്ടെ. യെസ്, ഒന്ന് കമന്റ് ബോക്സിൽ ഫില്ലപ്പ് ചെയ്തേ. എങ്ങനെയാണ് ഇതിന്റെ? സാർ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഇക്വേഷൻ ഇവിടെ ഉണ്ട് അല്ലെ? നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ HGAന്റെയും AUന്റെയും എന്താണ്? യെസ്, നവീൻ സാർ എന്തായാലും മൈൻഡ് ആക്കാം. ഓക്കെ സാർ, നവീൻ സാർ ഒന്ന് മൈൻഡ് ആക്കാൻ പറഞ്ഞു. നവീൻ സാർ യെസ്, നോട്ടഡ്, യു ഹാവ് ബി നോട്ടഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ HG ഉണ്ട് അല്ലെ, മെർക്കുറി ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞേ നവീൻ സാർ, പെട്ടെന്ന് പറഞ്ഞേ. ഇതിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പറഞ്ഞേ, HGന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പറയാ, ആൻഡ് ഗോൾഡിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പറഞ്ഞേ. വേഗം പറയാം. യെസ്, കമോൺ കമോൺ, സ്പീഡ് അപ്പ്. ഓൾ റൈറ്റ്, യെസ്, കമന്റ്സ് വരുന്നുണ്ട്. യെസ് 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 യെസ്, അടിപൊളി. യെസ്, നവീൻ സാർ ആ വഴി പോയി. സാറിനോട് ക്വസ്റ്റ്യൻസ് നവീൻ സാർ ആ വഴി പോയി. ഓക്കെ ഫൈൻ. യെസ്, എന്താണ് രണ്ടിന്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? യെസ്, ഓബിയസ്ലി എത്രയാണ്? 118 അല്ലേ? 118 ആണ്, 118 ആണ്. വിച്ച് എന്താണ്? എ എന്താണ്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ എത്രയാണ്? 198 മൈനസ് 80 എത്രയാണ്? 118 അല്ലെ? 118. ഇവിടെ നോക്കിയാ 197 മൈനസ് 17 എത്രയാണ്? 118. 118 ആണ്. രണ്ട് സ്ഥലത്തെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ആണ്. ആൻഡ് ദീസ് ടൈപ്സ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് നോൺ ആസ് എന്താണ്? ഐസോട്ടോൺസ്. ഇതാണ് ഐസോട്ടോൺസ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാവുന്ന ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ന്യൂമറിക്കൽസ് ഉണ്ട്, ഒരു പ്രോബ്ലംസിന് ആവശ്യമായ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്? ആറ്റോമിക് ഒരു ന്യൂക്ലിയസിന്റെ സൈസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയും കേട്ടോ. സൈസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയും. നോക്കുക, ദ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മാസ് നമ്പർ. അതായത് വോളിയം ഓഫ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ലൈക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റൻസ് ഇസ് റയർ. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആവില്ല കേട്ടോ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽസ് സാർ കാണിച്ചു തരാം. ഓക്കെ, ദ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മാസ് നമ്പർ. അതായത് ഒരു ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? അതിന്റെ ആ ന്യൂക്ലിയസിന്റെ വോളിയം കൂടി വരും അല്ലെ? കൂടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്കൽ റെപ്രസെന്റ് നോക്കാം. നമ്മള് ഫോർ ബെറ്റർ മാത്തമാറ്റിക്കൽ കൺവീനിയൻസ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ന്യൂക്ലിയസിനെ ഒരു എക്സാക്ട് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ എന്താണ്? സ്ഫിയറിന്റെ വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr ക്യൂബ് ആണ് അല്ലെ? സ്ഫിയറിന്റെ വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr ക്യൂബ് ആണ്. ആൻഡ് ഇസ് എന്താണ്? പ്രൊപ്പോർഷണൽ ടു എ എന്താണ്? മാസ് നമ്പർ ആണ്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു മാസ് നമ്പർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 4/3 π എന്താ മക്കളെ? 4/3 π ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ? 4/3 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റിമൂവ് ചെയ്യാം. ആർ എന്താണ്? ആർ ഇസ് ദ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പം എന്തൊന്നു? ഈ 4/3 π ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആർ ക്യൂബ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് വന്നു. ആർ ക്യൂബ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് വന്നു. സാറ് ഈ ക്യൂബിനെ നേരെ ഇപ്പുറത്ത് എടുക്കുക, ഈ ക്യൂബിനെ മാറ്റി ഇപ്പുറത്ത് എടുക്കുക. അപ്പൊ എന്തോരും? R is directly proportional to a raised to 1/3 ഒന്നും അല്ലെ? R is directly proportional to a raised to 1/3 ഒന്നും. നമുക്ക് എന്താ വേണ്ടത്? ആറിന്റെ ഒരു ഇക്വേഷൻ വേണം അല്ലെ? നമുക്ക് റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് കണ്ടുപിടിക്കണം. ന്യൂക്ലിയസിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പം എന്ത് വേണം? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് വാട്ട്? R0. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് എന്താണ്? R0. അതാണ് നമ്മുടെ R0 കേട്ടോ. ഓക്കെ, and R0 is a constant and which is having the value of 1.2 into 10 raised to minus 15 meter. ഈ 10 raised to minus 15 പറയുന്ന പേരാണ് ഫെംറ്റോമീറ്റർ. 1 ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ 1 ഫെർമി എന്നൊക്കെ പറയും. ഓക്കെ, 10 raised to minus 15 പറയുന്ന പേരാണ് ഫെംറ്റോമീറ്റർ. ഓക്കെ, which is the value of എന്താണ്? R0 is a constant ആണ് ട്ടോ. എന്തിനു വേണ്ടിയാണ്? R is equal to R0 a raised to 1/3. ഈ ഒരു ഇക്വേഷൻ ശരിക്കും പഠിക്കാം കേട്ടോ. ഈ ഇക്വേഷൻ ശരിക്കും പഠിക്കാം. ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരാം കേട്ടോ. Alright, yes. Okay, let's move on. Yes, sir പറഞ്ഞു 1.2 femtometer. 10 raised to minus 15 പറഞ്ഞ പേരാണ് femtometer കേട്ടോ. Femtometer. അതിനെ ഫെർമി എന്ന് പറയും. Which is denoted by FM. Okay. Yeah, femtometer. Okay, മറ്റൊരു കേസാണ് മാസ് ഡിഫെക്ട്. അതായത് ഒന്നുമില്ല. മാസ് ഡിഫെക്ട് is the difference between total mass of the nucleons. എന്താണ് ന്യൂക്ലിയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോൺസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന്റെ അകത്തെ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലെ? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അപ്പം ഈ ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും കൂടി പറയുന്ന പേരാണെന്ത്? ന്യൂക്ലിയോൺസ്. വിച്ച് ഇസ് ഈക്വൽ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ്, അതായത് ഒരു ന്യൂക്ലിയസിന്റെ അകത്തെ ഘടകങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ആരൊക്കെയാണ്? അതിന്റെ പ്രോട്ടോൺസ് ആകാം, ന്യൂട്രോൺസ് ആകാം അല്ലെ? ഇവ രണ്ടിനെയും പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ മാസ് ഡിഫെക്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് ആൻഡ് ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസ്. അതായത് നമ്മൾ ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യാം. ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ന്യൂക്ലിയസിന്റെ മാസ് നോക്കി. ഓക്കെ, മാസ് നോക്കി. ഇനി എന്ത് ചെയ്തു? അതിന്റെ അകത്തെ ന്യൂക്ലിയോൺസിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മാസ് നോക്കി.
ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഞാൻ ഒരു ന്യൂക്ലിയസിന്റെ ഹോൾ മാസ് നോക്കി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസ് നോക്കി, ദെൻ ഞാൻ രണ്ടിനെയും സം ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ there will be a slight difference. ഞാൻ നോക്കിയ ന്യൂക്ലിയോൺസിന്റെ മാസിനേക്കാൾ കുറവായിരിക്കും ആക്ച്വൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. അതായത് ഞാൻ കൂട്ടി നോക്കിയ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ഞാൻ കൂടിച്ചേർത്ത് എന്താക്കി മാറ്റി, ഒരു ന്യൂക്ലിയസ് ആക്കി മാറ്റി. പക്ഷേ ഇങ്ങനെ കൂടിച്ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു കുറച്ച് എമൗണ്ട് ഓഫ് മാസ് അവിടെ നഷ്ടപ്പെടുന്നു അല്ലെ, കുറച്ച് എമൗണ്ട് ഓഫ് മാസ് അവിടെ നഷ്ടപ്പെടും. ആൻഡ് ദാറ്റ് ലോസ് ഇസ് കോൾഡ് വാട്ട്, മാസ് ഡിഫെക്ട്, ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എം. അപ്പം ഡെൽറ്റ എം ഇക്വേഷൻ സിമ്പിൾ ആണ്. ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ZMP പ്ലസ് A മൈനസ് ZMN മൈനസ് M, വേർ Z എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെ, Z എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ആൻഡ് MP എന്താണ്, മാസ് ഓഫ് പ്രോട്ടോൺസ്, ഒരു പ്രോട്ടോണിന്റെ മാസ് ആണ് MP, പ്ലസ് A മൈനസ് Z എന്താണ്, A മൈനസ് Z എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് അല്ലെ, ഒരു ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് A മൈനസ് Z, ആൻഡ് MN എന്താണ്, മാസ് ഓഫ് 1 ന്യൂട്രോൺ. ഓക്കെ, അതായത് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് M എന്താണ്, ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസ്, മൈനസ് M ഇസ് ഈക്വൽ ടു ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസ്. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ആ ഡിഫറൻസ് ആണ് നമ്മുടെ ഡെൽറ്റ എം എന്ന് പറയുന്നത് കേട്ടോ. ആ ചെറിയ ഡിഫറൻസ് ആണ് നമ്മുടെ ഡെൽറ്റ എം എന്ന് പറയുന്നത്, അതായത് മാസ് ഡിഫെക്ട്. യെസ്, Z is atomic number, MP is mass of proton, A is mass number, and എന്താണ് Mn എന്താണ്, mass of neutron. Okay, mass of neutron, and where M is the actual mass of nucleus. Okay, ആ ഒരു ഡിഫറൻസ് ആണ് എന്ത്, ഡെൽറ്റ എം അല്ലെങ്കിൽ മാസ് ഡിഫെക്ട് എന്ന് പറയാം കേട്ടോ, മാസ് ഡിഫെക്ട് എന്ന് പറയാം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്നത് കേട്ടോ. ബൈൻഡിങ് എനർജി കർവ് നോക്കാം. ബൈൻഡിങ് എനർജി കർവ് സിമ്പിൾ ഒന്നുമില്ല സിമ്പിൾ ആണ്. അതായത് ബൈൻഡിങ് എനർജി എന്തെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ പറയുന്ന മാസ് ഡിഫെക്റ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള എനർജിയാണ് എന്ത്, ബൈൻഡിങ് എനർജി കേട്ടോ. ബൈൻഡിങ് എനർജി ഇസ് ദ എനർജി ഈക്വലന്റ് ഓഫ് എന്താണ്, നമ്മുടെ മാസ് ഡിഫെക്ട്. മാസ് ഡിഫെക്റ്റിന് നമുക്കറിയാം യൂസിങ് ഐൻസ്റ്റൈൻസ് റിലേറ്റിവിറ്റി ഇക്വേഷൻ എന്താണ്, E=mc² പ്രകാരം എന്താണ്, നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാസിന്റെ കൺസർവേഷൻ പ്രകാരം മാസ് കനോട്ട് ബി ക്രിയേറ്റഡ് നൈദർ ഡിസ്ട്രോയ്ഡ് അല്ലെ, മാസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ വരുന്ന നഷ്ടപ്പെടുന്ന ഡെൽറ്റ എം അല്ലെങ്കിൽ മാസ് ഡിഫെക്ട് എന്തായിട്ട് മാറി, അവിടുത്തെ ബൈൻഡിങ് എനർജി ആയിട്ട് മാറി. വിച്ച് ബൈൻഡിങ് എനർജി അതൊന്നുമില്ല, ഈ ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് ഇല്ലേ, അതാണ് എന്ത്, ബൈൻഡിങ് എനർജി കേട്ടോ, അതാണ് ബൈൻഡിങ് എനർജി. ഓക്കെ, ഇത് നോക്കാം. ഇതിൽ നിങ്ങൾ ഈ ഫുൾ ഗ്രാഫ് വരയ്ക്കൊന്നും വേണ്ട, എന്നാലും ഏകദേശം ഷേപ്പ് പറഞ്ഞിരിക്കുക. ഇതിന്റെ എക്സ് ആക്സിസിലെ മാസ് നമ്പർ ആണ്, Y ആക്സിസിൽ എന്താണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ എന്താണ്, അതിന്റെ മാസ് നമ്പർ. ഓക്കെ, ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ അതിന്റെ മാസ് നമ്പർ ആണെന്ത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അതായത് ഒരു ന്യൂക്ലിയോണിൽ ലഭ്യമാകുന്ന ബൈൻഡിങ് എനർജി ആണെന്ത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒന്നുമില്ല. ഇവിടെ മാസ് നമ്പർ നമ്മൾ എക്സ് ആക്സിൽ മാസ് നമ്പർ കൊടുത്തു, Y ആക്സിൽ എന്താണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പൊ നോക്കുക, ഇവിടെ കുറച്ച് എലമെന്റ്സ് ഉണ്ടല്ലേ, കുറച്ചധികം എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ നോക്കാം, ആറ്റോമിക് മാസ് കമ്പാരിറ്റീവ്ലി കുറവുള്ള മീഡിയംസ് എന്താ പറയാ ആറ്റംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് കമ്പാരിറ്റീവ്ലി ആറ്റോമിക് മാസ് കുറഞ്ഞ മീഡിയംസ് ആണത്. എല്ലാ കോമ്പൗണ്ട്സും മാർക്ക് ചെയ്യണം നിർബന്ധമില്ലടാ. ഈ ഒരു റീജിയൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ കർവ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും കൂടുതൽ, യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല, സിമ്പിൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതായത് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി കൂടും, ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി വിൽ ഇൻക്രീസ്. അപ്പം ആസ് എൻ ന്യൂക്ലിയസ് നമുക്ക് എന്താ വേണ്ടത്, ഒരു ആറ്റത്തിന് എന്ത് വേണം, അതിന് സ്റ്റെബിലിറ്റി ആവശ്യമാണ് അല്ലെ, സ്റ്റെബിലിറ്റി ആവശ്യമാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി ആവശ്യമാണ്. അപ്പം ഈ സ്റ്റെബിലിറ്റി ആവശ്യമാവാനായിട്ട് നമുക്ക് എന്ത് വേണം, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുതൽ വേണം. അപ്പം എന്ത് സംഭവിക്കുന്നു, കമ്പാരിറ്റീവ്ലി ലൈറ്റർ ന്യൂക്ലിയസുകൾക്ക് എന്താണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കുറവാണ്. ഇതാണ് ലൈറ്റർ ന്യൂക്ലിയസുകൾ. എന്താണ് ലൈറ്റർ ന്യൂക്ലിയസുകൾ, ഇത് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇതിനെ അനലൈസ് ചെയ്യാൻ വരിക കൂടുതലും. ഓക്കെ, ഇതിനെ അനലൈസ് ചെയ്യാനായിരിക്കും വരിക. ഓക്കെ, അപ്പം ലൈറ്റർ ന്യൂക്ലിയസുകൾ മീൻസ് എന്താണ്, കമ്പാരിറ്റീവ്ലി മാസ് നമ്പർ കുറഞ്ഞ ന്യൂക്ലിയസുകളാണ് എന്ത്, ലൈറ്റർ ന്യൂക്ലിയസുകൾ. ആൻഡ് ഈ ഒരു എൻഡിൽ എന്താണ്, മാസ് നമ്പർ കൂടുമ്പോൾ എന്തായി, ഹെവിയർ ന്യൂക്ലിയസുകളായി അല്ലെ, ഹെവിയർ ന്യൂക്ലിയസുകളായി. മക്കളെ നോക്കിയേ, ഈ ഒരു റീജിയൻ കണ്ടോ, ഈ റീജിയൻ ഇവിടെ ഓൾമോസ്റ്റ് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, ഇവിടെ ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. വിച്ച് മീൻസ് ഈ ഒരു റേഞ്ചിനെ, ഈ ഒരു സ്റ്റെബിലിറ്റി റേഞ്ചിന്, ഈ ഒരു നോക്കാം, യെസ്, ഫോർ ന്യൂക്ലിയർ ഓഫ് മിഡിൽ മാസ് നമ്പർ, അതായത് ആറ്റോമിക് മാസ് 30നും 170നും ഇടയ്ക്ക് വരുന്ന മാസ് നമ്പർ ഉള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ന്യൂക്ലിയസുകൾക്കാണ് എന്ത് കിട്ടുക, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഒരു കോൺസ്റ്റന്റ്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അതായത്
ആറ്റോമിക് മാസ് 30നും 170നും ഇടയ്ക്ക് വരുന്ന 30നും 170നും ഇടയ്ക്ക് വരുന്ന എന്താണ് 30നും 170നും ഇടയ്ക്ക് വരുന്ന ന്യൂക്ലിയസുകൾക്കാണ് എന്ത് കിട്ടുക? നോക്കിയേ, ഈ ഒരു റീജിയൻ ഉണ്ടോ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. എന്തുകൊണ്ടാണ്? ആ റീജിയനിലാണ് എന്താ 30 മാസ് നമ്പർ നോക്കിയേ, 30 ഓൾമോസ്റ്റ് ഒരു 30നും 170നും ഉണ്ടോ, 170 വരെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. അവിടെയാണ് എന്ത് കിട്ടുക? മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടുക, മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 8 മെഗാഇലക്ട്രോൺ വോൾട്ട് വരെ വരും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 8 മെഗാഇലക്ട്രോൺ വോൾട്ട് വരെ വരും. ഓക്കെ, അപ്പം ആറ്റോമിക് മാസ് കുറഞ്ഞു കഴിഞ്ഞാലും എന്ത് കുറയും? ബൈൻഡിങ് എനർജി. ഈ ഗ്രാഫിൽ നിന്നും ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ ദാറ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ് നോക്കുക, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ലോവർ ഫോർ ബോത്ത് ലൈറ്റർ ന്യൂക്ലിയസുകൾ ആൻഡ് ഹെവിയർ. ആറ്റോമിക് മാസ് കൂടുന്നതനുസരിച്ചിട്ടും ആറ്റോമിക് മാസ് കുറയുന്നതനുസരിച്ചിട്ടും എന്ത് സംഭവിക്കുന്നു? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞു വരുന്നു. അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ലെസ് സ്റ്റെബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നു. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം, ആറ്റോമിക് മാസ് കുറഞ്ഞ മീഡിയസിനും ആറ്റോമിക് മാസ് കുറഞ്ഞ ന്യൂക്ലിയസുകൾക്കും ആറ്റോമിക് മാസ് കൂടിയ ന്യൂക്ലിയസുകൾക്കും ഗ്രാഫ് കണ്ടാൽ അറിയാൻ പറ്റും അല്ലെ. ആറ്റോമിക് മാസ് കുറഞ്ഞതിന് കമ്പാരിറ്റീവ്ലി വളരെ കുറവ് എന്താണ്? വളരെ കുറഞ്ഞ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അവർക്ക് സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. ഇനി മാസ് നമ്പർ കൂടി വന്നു. മാസ് നമ്പർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയും. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പം ഇതാണ് ഈ പറഞ്ഞ പ്രോസസ്സിൽ നിന്നും ഈ ഗ്രാഫിൽ നിന്നും ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കണം. ഈ കർവ് പ്രകാരം ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആൾക്ക് വരുന്നത് Fe, നമ്മുടെ അയൺ 56 ആണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വരുന്നത്. നോക്കിയേ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് മാക്സിമം ഫോർ A56 about 8.75 മെഗാഇലക്ട്രോൺ വോൾട്ട്. അതായത് 8.75 മെഗാഇലക്ട്രോൺ വോൾട്ട് വരുന്ന മാക്സിമം ബൈൻഡിങ് എനർജി കിട്ടുന്ന ആർക്കാണെന്നറിയോ? നമ്മുടെ Fe56 ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് ആരെന്ന് വെച്ചാൽ പറയണം, എന്ത് പറയണം? Fe56 ആണ്. Fe അയണിന്റെ 56 മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസിനാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വരുന്നത്. വിച്ച് വിൽ ലീഡ് ടു മാക്സിമം സ്റ്റെബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, എന്താണ് ന്യൂക്ലിയർ ഫിഷൻ നോക്കാം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. സാർ പറഞ്ഞു, ഇവിടെ ലൈറ്റർ ന്യൂക്ലിയസുകളുണ്ട്, ഇവിടെ ഹെവിയർ ന്യൂക്ലിയസുകളുണ്ട് അല്ലെ. ലൈറ്റർ ന്യൂക്ലിയസുകളുണ്ട്, ഹെവിയർ ന്യൂക്ലിയസുകളുണ്ട്. രണ്ടുപേർക്കും എന്താ പ്രശ്നം? രണ്ടുപേർക്കും സ്റ്റെബിലിറ്റി കുറവാണ് അല്ലെ. അപ്പൊ എന്താണ് വേണ്ടത്? അവർക്ക് സ്റ്റെബിലിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ എന്താ സാറ് പറഞ്ഞു, ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. എത്രയാണ് ലിമിറ്റ്? യെസ്, നമ്മുടെ മാസ് നമ്പർ എ എത്രയായിരിക്കണം? മാസ് നമ്പർ എ ഷുഡ് ബി ലെസ് ദാൻ 30 ആൻഡ് ലെസ് ദാൻ 170നും 30നും ഇടയ്ക്കായിരിക്കണം അല്ലെ. മാസ് നമ്പർ 30നും 170നും ഇടയ്ക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സ്റ്റെബിലിറ്റി കിട്ടും, അല്ലെങ്കിൽ മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടും. ദേ വിൽ ഗെറ്റ് സ്റ്റെബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം മക്കളെ, ഈ കാണിച്ചിരിക്കുന്ന ലൈറ്റർ ന്യൂക്ലിയസുകൾക്ക് എങ്ങനെ ആറ്റോമിക് മാസ് കൂട്ടാൻ പറ്റും? ഈ കാണിച്ചിരിക്കുന്ന കുഞ്ഞി എന്താ പറയാ, നമ്മുടെ ന്യൂക്ലിയസുകൾക്ക് കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസുകൾക്ക് എങ്ങനെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, ദേ വിൽ കമ്പൈൻ ടുഗദർ അല്ലെ. ചെറിയ ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് സംഭവിക്കും, എന്ത് ചെയ്യും? ദേ വിൽ ബിക്കം മച്ച് ബിഗർ ന്യൂക്ലിയസ് ആൻഡ് ദേ വിൽ അറ്റൈൻ എന്താണ്? അവരുടെ മാസ് നമ്പർ കൂട്ടും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂട്ടാൻ പറ്റും. അങ്ങനെ അൾട്ടിമേറ്റ്ലി ദേ ക്യാൻ റീച്ച് സ്റ്റെബിലിറ്റി. അപ്പൊ അത് നോക്കാം നമുക്ക് എങ്ങനെയാ നോക്കട്ടോ. ഈ ഗ്രാഫിന്റെ ബേസിസിൽ ചോദിക്കാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രാഫിന്റെ ബേസിസിൽ എങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷനെയും ന്യൂക്ലിയർ ഫിഷനെയും ഇന്റർപ്രറ്റ് ചെയ്യാം നോക്കാം. ഫ്രം ദ ബൈൻഡിങ് എനർജി കർവ് ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ദ ലൈറ്റർ ന്യൂക്ലിയർ ഹാവ് ലോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഹെൻസ് ലോ സ്റ്റെബിലിറ്റി. അത് പറഞ്ഞ പോയിന്റ് ആണ് അതല്ലേ. ആ ഗ്രാഫിൽ നിന്നും ക്ലിയർലി വിസിബിൾ ആണ്. ലൈറ്റർ ന്യൂക്ലിയസുകൾക്ക് എന്താ പ്രത്യേകത? അവർക്ക് ലോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ലേ. ബിക്കോസ് എന്താണ്? മാസ് നമ്പർ കുറവായതുകൊണ്ട് തന്നെ ലോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് ആൻഡ് ലോ സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? therefore they combine to form heavier nucleus. എന്ത് ചെയ്യും? അവര് കൂടിച്ചേരും. they combine to form heavier nucleus. എന്തിനു വേണ്ടിയാണ്? thereby increasing binding energy per nucleon and stability. Yeah, this process is called nuclear fusion. അതായത് കമ്പാരിറ്റീവ്ലി ലൈറ്റർ ന്യൂക്ലിയസുകൾ, ആറ്റോമിക് മാസ് കുറഞ്ഞ ലൈറ്റർ ന്യൂക്ലിയസുകൾ they combine together, they കൂടിച്ചേരും. എന്ത് ചെയ്യും? they fuse together, they combine together in order to form എന്താണ്? in order to become much bigger ന്യൂക്ലിയസുകൾ. എന്തിനു വേണ്ടിയാണ്? to attain maximum binding energy per nucleon. ultimately they can reach stability.
stability. This process is called nuclear fusion. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്തായിരിക്കും ന്യൂക്ലിയർ ഫിഷൻ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ന്യൂക്ലിയർ ഫിഷൻ? ഫിഷൻ വരുന്നത് എന്തായിരിക്കും? ഫിഷൻ is always taking place on the heavier nucleuസുകൾ. ഹെവിയർ ന്യൂക്ലിയസുകൾക്ക് വേണ്ടിയാണ് സംഭവിക്കുക. ലൈക്ക് യുറേനിയം, പ്ലൂട്ടോണിയം ആൻഡ് പൊളോണിയം പോലുള്ള ഹെവിയർ ന്യൂക്ലിയസുകൾക്കാണ് ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുക കേട്ടോ. നോക്കുക, the heavier elements like uranium have low binding energy per nucleon and hence low stability. അതായത് മാസ് നമ്പർ കൂടുന്ന സ്പ്ലിറ്റിംഗ് അപ്പ്. അടിപൊളിയാ. യെസ്, ഒരുപാട് പേർക്ക് അറിയാം കേട്ടോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നാലും എന്താ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പം എന്താ പറയാ, മാസ് നമ്പർ കൂടി കഴിഞ്ഞാലും ഹെവിയർ ന്യൂക്ലിയസുകൾക്ക് എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ദേ possess low binding energy per nucleon. They possess low binding energy per nucleon and ultimately they have comparatively lesser stability. They have low stability. അവർക്ക് എന്ത് വേണം? നമുക്കറിയാം ഈ ഒരു റേഞ്ചിനാണല്ലേ 30ക്കും 170ക്കും ഇടയിലുള്ള റേഞ്ചിനാണ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കിട്ടുക ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി കിട്ടുക അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹെവിയർ ന്യൂക്ലിയസുകൾ വിച്ച് ഇസ് ഹാവിംഗ് മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 170 അവർക്ക് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു റെഡ്യൂസ് ദിയർ മാസ് നമ്പർ. ദേ ഹാവ് ടു റെഡ്യൂസ് ഓർ മിറ്റിഗേറ്റ് ദിയർ മാസ് നമ്പർ. ഇൻ ഓർഡർ ടു ഡു ദാറ്റ്, what they have to do is nothing but they have to split up. And that kind of phenomenon is called എന്താണ്? Nuclear fission. അതാണ് nuclear fission. Therefore they split into two or more lighter nuclei. Thereby increasing the binding energy and stability. They increasing binding energy and stability. This process is called, or this phenomenon is known as what? Nuclear fission. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാൻ മക്കളെ, ഈ ഫ്യൂഷന്റെ സമയത്തും ഫിഷന്റെ സമയത്തും there are an immense quantity of energy is liberating. ഒരു larger quantity of energy is liberating. പുറത്തേക്ക് വിടപ്പെടുന്നുണ്ട്, പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നമ്മുടെ സൂര്യൻ, നമ്മുടെ അൾട്ടിമേറ്റ് പവർ സോഴ്സ് ആയിട്ടുള്ള സൂര്യൻ കണ്ടിന്യൂസ്ലി നമുക്കിങ്ങനെ എന്താ പറയുക, ഡേ ബൈ ഡേ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കണം അല്ലേ. അതിന് കാരണക്കാരൻ എന്താ അറിയോ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ. ഈ പറയുന്ന ടൈനി ലിറ്റിൽ പാർട്ടിക്കിൾസ് ഹൈഡ്രജന്റെ ടൈനി ലിറ്റിൽ പാർട്ടിക്കിൾസ് ദേ കമ്പൈൻ ടുഗദർ ഇൻ ഓർഡർ ടു ബിക്കം ഹീലിയം ആറ്റം. ഹൈഡ്രജന്റെ എന്താ പറയാ, ഹൈഡ്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ട് എന്തായി മാറും? ഹീലിയമായി മാറും. അവിടെയാണ് എന്ത് സംഭവിക്കുക? അതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സൺ, അല്ലെങ്കിൽ സൂര്യന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടോ? അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഷന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളെ ആറ്റോമിക് ബോംബ്സ്. എന്തിന് എക്സാമ്പിൾ ആണ്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ആറ്റോമിക് ബോംബൊക്കെ എന്താ പറയുക വർക്ക് ചെയ്യുക. കൂടാതെ മനുഷ്യന്റെ എന്താ പറയുക നാശത്തിനും വിനാശത്തിനും കാരണക്കാരനായ ആറ്റോമിക് ബോംബ് കൂടാതെ നമ്മളിപ്പം ഒരുപാടധികം എനർജി സോഴ്സസ് ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകൾ അല്ലെ. ന്യൂക്ലിയർ റിയാക്ടറുകളിലും എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ആവശ്യമായ ഈ ന്യൂക്ലിയർ ഫിഷനെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഈ ന്യൂക്ലിയർ ഫിഷൻ ഇസ് ബേസിക്കലി എന്താ പറയാ, ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. എന്തൊക്കെയാണെന്നറിയോ? കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് അല്ലെ. കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ്. ചെയിൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് അല്ലെ. ചെയിൻ റിയാക്ഷൻ എന്താ? ഒന്നുമില്ല, ഈ പറയുന്ന ഫിഷൻ കണ്ടിന്യൂസ്ലി ടേക്സ് പ്ലേസ് ചെയ്തു പോകും. അതാണ് എന്താ പറയാ, ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. ആ ചെയിൻ റിയാക്ഷൻ ഇസ് ബേസിക്കലി ഡിവൈഡഡ് ഇൻടു കൺട്രോൾ ചെയിൻ റിയാക്ഷൻ ആൻഡ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഈ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഈ പറയുന്ന കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി അൺകൺട്രോൾഡ് എന്തായിരിക്കും? ഒന്നുമില്ല, അതിന്റെ എക്സാമ്പിൾ ആണ് ആറ്റോമിക് ബോംബ്. അതായത് once the detonations got started, we cannot stop that process. At any cost we cannot stop that process. നമ്മുടെ ചെർണോബിൽ ദുരന്തം കേട്ടില്ല? ചെർണോബിൽ USSR ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ, USSR ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ന്യൂക്ലിയർ റിയാക്ടർ ആയിരുന്നു ചെർണോബിൽ അല്ലെ. ചെർണോബിൽ എന്ന് സംഭവിച്ചേ, അവിടെ ഒരു ബോംബാർഡ് ചെയ്തു, അവിടെ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആയി മാറി. കൺട്രോൾ ആയിരുന്നു, അവിടെ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആയി മാറി. അതുകൊണ്ട് അവിടെ സ്റ്റിൽ there are എന്താണ്, അവിടെ ഇപ്പോഴും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? once the detonations got started, ഒരിക്കൽ ഡിറ്റോനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ we cannot end it. Okay, we cannot എന്താ പറയാ, ഈ ചെയിൻ റിയാക്ഷൻ അൺകൺട്രോൾഡ് എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും നിർത്താൻ സാധിക്കില്ല. they continuously fission takes place and they will continue go on. Okay, അപ്പം നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇപ്പോഴും ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് എന്താ പറയാ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ഡ്യൂ ടു അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഹൈ റേഡിയേഷൻ മൂലമാണ് ഈ പറഞ്ഞ കാലൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം there are basically two types, controlled and uncontrolled. Okay, just അറിഞ്ഞാൽ മതി കേട്ടോ. all right, let's move on and അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും
എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ന്യൂമറിക്കൽ ഒരു എന്താ പറയുക ഒരു പ്രോബ്ലം ഉണ്ട്. സിമ്പിൾ പ്രോബ്ലം ആണ്, സാർ ഒന്ന് കാണിച്ചു കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ന്യൂമറിക്കൽസ് ആണ്. നോക്കാം. Two nuclei have mass number in the ratio 1:64. There are two എന്താണ് രണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ട്. മാസ് നമ്പർ അവരുടെ മാസ് നമ്പർ തമ്മിലുള്ള പ്രൊപ്പോർഷൻ എത്രയാണ്? 1:64 ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഫോർ ദെയർ ന്യൂക്ലിയർ റേഡിയായി, അതായത് അവരുടെ ന്യൂക്ലിയർ റേഡിയസുകളുടെ ന്യൂക്ലിയർ റേഡിയസ് ഒന്നുമില്ല, ഒരു ന്യൂക്ലിയസ് എടുക്കുക, ന്യൂക്ലിയസിന്റെ റേഡിയസ് ആർ. ഓക്കെ, അതാണ് എന്ത് ന്യൂക്ലിയർ റേഡിയായി കേട്ടോ, അതാണ് അതിന്റെ ന്യൂക്ലിയർ റേഡിയായി. അങ്ങനെയാണെങ്കിൽ there are two nuclei have mass number in the ratio of 1:64. അങ്ങനെയാണെങ്കിൽ what is the ratio of for their nuclear radii, ന്യൂക്ലിയസിന്റെ റേഡിയസ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ് സാറ് പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ആയിരുന്നു, ഡിറൈവ്ഡ് ഇക്വേഷൻ ആയിരുന്നു. എന്തായിരുന്നു? R is equal to R0 a raised to 1/3 എന്ന് പറഞ്ഞ ആ ഒരു സെയിം ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, ആൻസർ is equal to എന്താണ് ആൻസർ നോക്കാം. R is equal to R0 a raised to 1/3. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡെറിവേഷൻ ആണല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് R is equal to R0 a raised to 1/3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. R1 ഞാൻ ഫസ്റ്റ് ന്യൂക്ലിയസിന് എന്ത് കൊടുത്തു? റേഡിയസ് R1 കൊടുത്തു. ഫസ്റ്റ് ഇവിടെ പറഞ്ഞേ ടു ന്യൂക്ലിയസ് ഉണ്ടല്ലേ, ഇവിടെ രണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ട്. ഫസ്റ്റ് ന്യൂക്ലിയസിന്റെ റേഡിയസിന് സാർ എന്ത് കൊടുത്തു? R1 എന്ന് കൊടുത്തു. ഫസ്റ്റ് ന്യൂക്ലിയസിന്റെ റേഡിയസിന് സാർ R1 എന്ന് കൊടുത്തു. അപ്പോൾ A1 എന്താണ്? മാസ് നമ്പർ ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയസ്. A1 എന്താണ്? മാസ് നമ്പർ ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? യെസ്, അതിന് ഇക്വേഷൻ സാർ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു കേട്ടോ, ഇക്വേഷൻ 1 കൊടുത്തു. ഇനി ഒരുപാട് മെഡിക്കലും ഇപ്പോഴേ ആൻസർ പറഞ്ഞെങ്കിൽ സൂപ്പർ, അടിപൊളി പവർ കേട്ടോ. R2 എന്താണ് മക്കളെ? R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് സെക്കൻഡ് ന്യൂക്ലിയസ്, രണ്ടാമത്തെ ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ് R2. അപ്പം A2 എന്തായിരിക്കും? നത്തിങ് ബട്ട് എന്താ മാസ് നമ്പർ ഓഫ് സെക്കൻഡ് ന്യൂക്ലിയസ്, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന് സാറ് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1നെയും 2നെയും ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1നെയും 2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തൊരു R1/R2 is equal to A1/A2 all raised to 1/3 വന്നു അല്ലേ, all raised to 1/3 വന്നു. ഓക്കെ, നമുക്ക് A1/A2 ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നോക്കി എത്രയാണ്? 1/64 അല്ലേ. A1/A2 എത്രയാണ്? 1/64 അല്ലേ. നേരെ കൊടുക്കാം. 1/64 all raised to 1/3 എത്രയാണ്? 1/4. എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആൻസർ എന്ത് വന്നു? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയസ് റേഡിയസ്, അതായത് രണ്ട് ന്യൂക്ലിയസുകളുടെ റേഡിയസുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുപാട് പേര് ഇതേ 1:3 അല്ലെങ്കിൽ 1/3 കിട്ടിയ മിടുക്കന്മാരും മിടുക്കലൊക്കെ ഒന്ന് കത്തിച്ച് ഒരുപാട് പേരുണ്ടല്ലോ. യെസ്, 1/4 1:3 സെയിം ആണ് കേട്ടോ. 1/4 അല്ലെ 1:4 എത്രയാണ്? കറക്റ്റ് ആണ്. 1:4 സോറി 3 അല്ല 1:4 കേട്ടോ. 1:4 ആൻസർ കിട്ടിയ മിടുക്കന്മാരും മിടുക്കലൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് കത്തി സാർ കാണട്ടെ, ആർക്ക് കിട്ടി നോക്കട്ടെ. കമോൺ വേഗാട്ടെ. യെസ് സാറേ, പവർ അല്ലേ? യെസ്, പിന്നല്ല. ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് അപ്പോ യെസ് കണ്ടോ കത്തി ആരെങ്കിലും മറ്റേ ആംബുലൻസില്ല മറ്റേ ഫയർഫോഴ്സ് ഫയർ എഞ്ചിൻ വിളിക്കാറല്ലേ? യെസ്, ഇപ്പൊ അല്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ, ഫൈൻ. കത്തിക്കൊണ്ടിരിക്കണം, ബോംബൊക്കെ ഇട്ടുകൊണ്ടിരിക്കണോ? യെസ്, ഓൾ റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nucleus of an atom consists of protons and neutrons closely packed into small volumes. Okay, nucleus of an atom. Yes, nucleus of an atom consists of protons and neutrons closely packed into small volumes. How will we relate the binding energy and stability of a nucleus? എങ്ങനെയാണ് നമുക്ക് ഒരു ബൈൻഡിങ് എനർജിനെയും സ്റ്റെബിലിറ്റിനെയും നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് second question, explain how energy is released in efficient process. Very important. Okay, very important. അപ്പം സാർ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. How will we relate the binding energy and stability of a nucleus? സാർ പറഞ്ഞു ബൈൻഡിങ് എനർജി എന്താണ്? അതായത് ഒരു ന്യൂക്ലിയസിന്റെ അകത്തെ ഈ അതിന്റെ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജിയാണെന്ത്? ബൈൻഡിങ് എനർജി അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം, ഇറ്റ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു സ്പ്ലിറ്റ് എന്താണ് ന്യൂക്ലിയസ് ഇൻ ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ്. അതായത് എന്താ പറയാ, ജസ്റ്റ് ഇമാജിൻ ഒരു ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, അപ്പം ബൈൻഡിങ് എനർജി എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ്
ടു സ്പ്ലിറ്റ് ദീസ് എന്താ പറയാ ജസ്റ്റ് സർവ് ചാൻസ് തരാം. ഇതാണ് ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് എന്ന് ചോദിക്കുക. ഇതിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലെ. പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന എനർജിയാണ് എന്ത്? ബൈൻഡിങ് എനർജി അല്ലെ. ഫോഴ്സ് വേറെ ഉണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജി നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ. ലൈക്ക് ചാർജസ് റിപ്പൽ. പ്രോട്ടോണിന്റെ ചാർജ് നമുക്കല്ലേ പോസിറ്റീവ് ആണ് അല്ലെ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പം ഈ പ്രോട്ടോൺ സെയിം ചാർജ് ഉള്ള കൂളോംബിക് റിപ്പൽസിനെ ഓവർകം ചെയ്തിട്ട് ഇതിനെ ചേർത്ത് നിർത്തണമെങ്കിൽ എന്ത് വേണം? ഒരു എനർജി വേണം. ആൻഡ് ദാറ്റ് എനർജി ആണ് എന്ത്? നമ്മുടെ ബൈൻഡിങ് എനർജി. ഓക്കെ, അപ്പം ഈ ബൈൻഡിങ് എനർജി എവിടുന്ന കിട്ടുക? നമ്മൾ നേരത്തെ മാസ് ഡിഫക്ട് പഠിച്ചില്ലേ, ആ മാസ് ഡിഫക്റ്റിന് ഈക്വൽ ആയിട്ടുള്ള എനർജിയാണ് എന്ത്? ബൈൻഡിങ് എനർജി. ഓക്കെ, അപ്പം ഇതിനെ മറ്റൊരു രീതി പറയാം നമുക്ക്. ഇറ്റ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു സ്പ്ലിറ്റ് ദീസ് ന്യൂക്ലിയസ് ഇൻ ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ്. അങ്ങനെയും പറയാം കേട്ടോ, അങ്ങനെയും പറയാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഒന്നുമില്ല, ഹൗ വിൽ വി റിലേറ്റ് ദ ബൈൻഡിങ് എനർജി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. അതായത് ബൈൻഡിങ് എനർജി EB എന്ന് പറയും. ഓക്കെ, EB ആസ് ദ ബൈൻഡിങ് എനർജി ഇൻക്രീസസ് എന്ത് സംഭവിക്കുന്നു? സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. ഇത്രേ ഉള്ളൂ കേട്ടോ. സ്റ്റെബിലിറ്റി ഇസ് ഓൾസോ ഇൻക്രീസസ്. ബൈൻഡിങ് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. കൂടുതൽ ബൈൻഡിങ് എനർജി ഉണ്ടെങ്കിൽ the nucleus will become much more stable, and if the binding energy decreases, what will happen? stability will decrease. That's it. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ഹൗ എനർജി ഇസ് റിലീസ്ഡ് ഇൻ ദ ഫിഷൻ പ്രോസസ്. എങ്ങനെയാണ് ഫിഷൻ പ്രോസസ്സിൽ എന്ത് സംഭവിക്കുക? എനർജി ലിബറേറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഫിഷൻ എന്താ സംഭവിച്ചു? ഫിഷൻ എന്ന് വെച്ചാൽ ഒരു ഓൾറെഡി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹെവിയർ ന്യൂക്ലിയസിലേക്ക് ഓൾറെഡി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമാജിൻ ഒരു യുറേനിയം 235 കേട്ടോ, യുറേനിയം 235. ഓക്കെ, ഒരു ഓൾറെഡി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിലേക്ക് സാർ ഒരു ന്യൂട്രോണിനെ കൊണ്ട് ബൊമ്പാർഡ് ചെയ്തു. ഒരു ന്യൂട്രോണിനെ കൊണ്ട് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസ് രണ്ട് ഇൻഡിവിജ്വൽ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കൂടാതെ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി കൂടെ ലിബറേറ്റ് ചെയ്യുന്നു. ഈ എനർജി എവിടുന്ന കിട്ടുക? നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ ഒരു മാസ്, ഈ കാണിച്ചിരിക്കുന്ന എന്താ പറയാ ടോട്ടൽ മാസ് ഓഫ് ദിസ് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് വെൻ വി ബൊമ്പാർഡ് വിത്ത് എൻ ന്യൂട്രോൺ എന്തായി മാറും? രണ്ട് ഇൻഡിവിജ്വൽ ന്യൂക്ലിയസ് ആയി മാറും അല്ലെ. രണ്ട് ഇൻഡിവിജ്വൽ ന്യൂക്ലിയസ് മാറും. അപ്പോ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് മാസ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ദാറ്റ് മാസ് നമുക്കറിയാം കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം എന്താണ്? മാസ് കനോട്ട് ബി ക്രിയേറ്റഡ് നൈദർ ഡിസ്ട്രോയ്ഡ് അല്ലെ. മാസിനെ നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. എന്താ സാധിക്കുക? അവിടെയാണ് നമ്മുടെ ഐൻസ്റ്റൈന്റെ ഇക്വേഷൻ, ഐൻസ്റ്റൈന്റെ E is equal to mc സ്ക്വയർ പ്രകാരം ഈ മാസിന് ഈക്വലന്റ് ആയിട്ടുള്ള എനർജി അവിടെ എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു. ഈ മാസിന് ഈക്വലന്റ് ആയിട്ടുള്ള, ഇവിടെ നഷ്ടപ്പെടുന്ന മാസിന് ഈക്വലന്റ് ആയിട്ടുള്ള എനർജി അവിടെ ലിബറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുക? എക്സ്പ്ലെയിൻ ഹൗ എനർജി റിലീസ്ഡ് ഇൻ ഫിഷൻ പ്രോസസ്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ റിയാക്ടറിലാണെങ്കിലും ആറ്റോമിക് ബോംബിലും യൂസ് ചെയ്യുന്ന എനർജി, മാസ് എനർജി എന്ന് പറയും. മാസ് എനർജി ഇസ് ദ എനർജി ഈക്വലന്റ് ടു മാസ്. മാസിന് ഈക്വലന്റ് ആയിട്ടുള്ള എനർജിയാണ് മാസ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കമോൺ, ഷോ മീ സം പവർ. വേഗോട്ടെ. ഓൾറൈറ്റ് യെസ്, അടിപൊളി. ഓക്കെ, അപ്പം ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ഉണ്ടോ? വളരെ സിമ്പിൾ. കുറച്ച് മാത്രം പഠിക്കാനുള്ളൂ. എന്താ പറയാ, ന്യൂമറിക്കൽ സാർ ഇപ്പം പറഞ്ഞു. അതിൽ ഏറ്റവും പോസിബിൾ ആയിട്ട് ന്യൂമറിക്കൽ വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, ആ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് വെച്ചിട്ടാണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫൈനൽ ചാപ്റ്റർ വിച്ച് ഇസ് സാർ എന്താണ്? ആറ്റംസ്. യെസ്, ആറ്റംസ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ആറ്റംസ് കേട്ടോ. യെസ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഇസ് നത്തിങ് ബട്ട് ആറ്റംസ്. ഓക്കെ യെസ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ആറ്റംസ്. യെസ്, 12th ചാപ്റ്റർ ആണ്. ഓക്കെ യെസ്, ആറ്റംസും കമ്പാരിറ്റീവ്ലി ഏറ്റവും എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ള 2 മാർക്ക് മാത്രം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ആറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. ആറ്റംസിൽ വളരെ കുറച്ച് മാത്രം പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ഒരു എന്താ പറയാ ഏറ്റവും ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് സാർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സാർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാർ കാണിച്ചു കേട്ടോ. ഏറ്റവും ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് സാർ ഇവിടെ കാണിച്ചു തരാം. സിമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഒരു റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ. ഒരു റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആറ്റോമിക് മോഡൽ ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇതിലെന്താണ് സെൻട്രൽ മോസ്റ്റ് പോർഷൻ ഓഫ് ആൻ ആറ്റം ഇസ് കോൾഡ് എന്താണ്? ന്യൂക്ലിയസ് അല്ലെ. സെൻട്രൽ മോസ്റ്റ് പോർഷൻ ഓഫ് ആൻ ആറ്റം ഇസ് കോൾഡ് ന്യൂക്ലിയസ്. ആൻഡ് ഇലക്ട്രോൺസ് എവിടെയുള്ള ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഓർബിറ്റ്സിലായിട്ട് എന്തുണ്ട്? ഇവിടെ ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നു അല്ലെ. ഇതാണ് റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ. ഇനി എങ്ങനെയാണ് ഈ റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ ഉണ്ടായതെന്ന് അറിയണം. ഒരു ടെസ്റ്റ് ഉണ്ട്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്.
ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഇസ് ലൈക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, ഒന്നുമില്ല. സാർ കാണിച്ചു തരാം. ഈ പറയുന്ന ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ റൂദർഫോർഡ്. അപ്പം അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായത് എന്തായിരുന്നു, അവിടെ അദ്ദേഹത്തിന് മുന്നേ നമുക്ക് എക്സിസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അവിടെ തോംസൺസ് മോഡൽ, ഐ മീൻ ജെ തോംസൺസ് ഒരു പ്ലം മോഡൽ ഉണ്ടായിരുന്നു. പ്ലം മോഡൽ വരുന്നത് എന്താ വെച്ചാൽ ലൈക്ക് ഇവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ആറ്റോമിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അങ്ങനെയും പറയാം കേട്ടോ. ഗോൾഡ് ഫോർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്ന് പറയാം. അതായത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ആറ്റോമിക് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. പ്ലം പുഡിംഗ് ജെ തോംസൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലം പുഡിംഗ് മോഡലായിരുന്നു അതുവരെ എക്സിസ്റ്റ് ചെയ്യുന്ന മോഡൽ, ആറ്റോമിക്സ് പ്ലം പുഡിംഗ് മോഡൽ ഉണ്ടായിരുന്നു. അപ്പം ഈ പ്ലം പുഡിംഗ് മോഡലിനെ ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ എന്താ പറയാ റൂദർഫോർഡ് എക്സ്പെരിമെന്റിൽ ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ത്രൂ ആണ് നമുക്ക് റൂദർഫോർഡ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോ. അതിന് വേണ്ടി വന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ കാണിച്ചിരുന്നത്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾസ് ഒരു സോഴ്സ് ഉണ്ട്. അതായത് ഒന്നുമില്ല, ആൽഫ പാർട്ടിക്കിൾസിനെ കണ്ടിന്യൂസ്ലി എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. ഈ സോഴ്സിനെ എന്ത് ചെയ്തു, ഒരു ഗോൾഡ് ഫോയിൽ വന്നിട്ട് എന്ത് ചെയ്തു, ബൊമ്പാർഡ് ചെയ്തു. ഗോൾഡ് ഫോയിൽ വന്നിട്ട് ബൊമ്പാർഡ് ചെയ്തു. അപ്പം തോംസൺ പറഞ്ഞിരുന്ന പ്ലം പുഡിംഗ് മോഡൽ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു എന്താ പറയാ, ഒരു പ്ലം കേക്ക് പോലെ ആയിരുന്നു നമ്മുടെ ഒരു ആറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഫുൾ ഓഫ് പോസിറ്റീവ് പ്രോട്ടോൺസ് ആയിരുന്നു. ആൻഡ് ഈ പ്ലം കേക്കിലെ കാഷ്നട്ട്സ് ഒക്കെ പോലെ ആയിരുന്നു ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കേട്ടോ. ചെറിയ ചെറിയ കാഷ്നട്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക റേസിൻസ് ഒക്കെ പോലെ ആയിരുന്നു ഇലക്ട്രോൺസ് എന്നായിരുന്നു പ്ലം പുഡിംഗ് മോഡൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലം പുഡിംഗ് മോഡൽ അതിനെ ഓവർകം ചെയ്തിട്ട് റൂദർഫോർഡ് മോഡലിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ടെസ്റ്റ് വഴിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഗോൾഡ് ഷീറ്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, ഗോൾഡ് ഷീറ്റിലേക്ക് നോക്കുക. ഇൻ ദിസ് എക്സ്പെരിമെന്റ് Rutherford showed us that the atoms was mainly empty space and with the nucleus at the center and electrons revolving around it. അതായത് സെന്ററിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഓർബിറ്റിൽ ആരുണ്ട്, ഓർബിറ്റുകളായിട്ട് നമ്മുടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞത്, റൂദർഫോർഡ് പറഞ്ഞത് അല്ലെ. നോക്കുക, when alpha particles were fired towards the gold foil, ഈ ഗോൾഡ് ഫോയിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് ഫയർ ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും, റൂദർഫോർഡ് നോട്ടീസ് ദാറ്റ് 1 in 20,000 particles underwent a change in direction of motion of more than 90 degree. അതായത് ഇതിന്റെ അകത്തെ പാർട്ടിക്കിൾസ് എന്ത് വന്നു, 1 in 20,000 1 പാർട്ടിക്കിൾ എന്ന് സംഭവിച്ചു. അതിന് ചേഞ്ച് ഇൻ മൊമെന്റ്, അതിന്റെ ആംഗിൾ, അതിന്റെ ഡയറക്ഷൻ എന്ത് വന്നു, ചേഞ്ച് വന്നു പറഞ്ഞു അല്ലെ, ചേഞ്ച് വന്നു പറഞ്ഞു. ഓക്കെ, ദ റെസ്റ്റ് ബാക്കി വരുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, ഡീവിയേറ്റഡ് ഫ്രം their trajectory by very small margin. ബാക്കി വരുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, they deviated from their trajectory. അവരുടെ ആ ഒരു മോഷൻ ഓഫ് പാത്തിൽ നിന്ന് എന്ത് ചെയ്തു, they deviated. This led to the conclusion that the atom consisted of an empty space with most of the mass concentrated at the center in tiny volumes. അതായത് ഒന്നുമില്ല, ഈ ഒരു എക്സ്പെരിമെന്റ് ത്രൂ ആണ് നമുക്ക് എന്ത് മനസ്സിലായത്, അതായത് സെൻട്രൽ പോർഷൻ എന്തുണ്ടെന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ട്, ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്, പ്രോട്ടോൺസ് ആണ് എന്ന് പറഞ്ഞു. അല്ലാതെ പ്ലം പുഡിംഗ് മോഡൽ പ്രകാരം പ്ലം പുഡിംഗ് മോഡൽ പോലെ പ്ലം പുഡിംഗ് മോഡൽ പോലെയല്ല. സാർ നേരത്തെ കാണിച്ച പോലെ സെൻട്രൽ പോർഷനിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺസ് ആർ ഓർബിറ്റഡ് ഇൻ ദ ഷെൽസ് അറൌണ്ട് ഇൻ ദ ന്യൂക്ലിയസ് എന്നാണ് എന്ത് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റ് ത്രൂ ആണ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചത്, റൂദർഫോർഡ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും വളരെ കുറച്ച് മാത്രം പഠിക്കാനുള്ള ചാപ്റ്ററാണ്, പക്ഷേ ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കാണിച്ചത് കേട്ടോ. രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കാണിച്ചത്. ഫസ്റ്റ് വൺ നോക്കാം. An electron is revolving around the nucleus. An electron is revolving around the nucleus. Yes, an electron is revolving around the nucleus of hydrogen atom in an orbit of radius 9 times the radius of the first orbit. Angular momentum of the orbit is dash. അതായത് ആ ഓർബിറ്റിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നോക്കാം. വി ഹാവ് Rn is equal to എന്താണ്, n square R1 അല്ലെ. Rn is equal to n square R1 ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, Rn is equal to 9 times R1 അല്ലെ. 9 times R1 ആണ്. അപ്പം ആ ഒരു റിലേഷൻസ് ആണ് ഇവിടെ എഴുതി അല്ലെ, 9 times R1 ആണ്. അതായത് റേഡിയസ് എന്താണ് നോക്കുക, ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ an orbit of റേഡിയസ് 9 times larger of first orbit. അത് ഫസ്റ്റ് ഓർബിറ്റിനേക്കാൾ nth ഓർബിറ്റിന്റെ റേഡിയസ് ആണ് Rn. ആൻഡ് n square
R1 എന്ന് വന്നു. അതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണോ. ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് മക്കളെ, ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം Rn is equal to എന്താണ്, Rn is equal to n square R1 ആണ്. അപ്പം R1 എന്താണ്, ഇറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, ഇറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്. അപ്പം നമുക്ക് അറിയാവുന്ന റിലേഷൻഷിപ്പ് നോക്കാം. എന്താണ്, R1 is 9, sorry, Rn is എന്താണ്, Rn is 9 times larger than R1. അപ്പം അതോടെ ഇതാ Rn is equal to 9 times R1. ഓക്കെ, ഇതിൽ നിന്നും ക്ലിയർലി വിസിബിൾ ആണ് n സ്ക്വയർ is equal to 3 ആണ്, 9 ആണ് അല്ലെ. n സ്ക്വയർ is equal, നോക്കുക ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മക്കളെ, എന്ത് കിട്ടോടാ, n സ്ക്വയർ is equal to 9 എന്ന് കിട്ടി അല്ലെ. n സ്ക്വയർ is equal to നോക്കിയേ R1 എന്താണ്, n സ്ക്വയർ is equal to 9 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്, 3 ആണ്. ഇനി ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താടാ, നോക്കിയേ MVR അല്ലെ. L is equal to MVR which is also equal to എന്താണ്, NH divided by 2 pi ആണ് അല്ലെ. രണ്ട് ഇക്വേഷൻസും വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചിരിക്കണം, എന്തായാലും പഠിച്ചിരിക്കണം, നോ മാറ്റർ വാട്ട്. ആംഗുലർ മൊമെന്റം L is equal to MVR also is equal to എന്താണ്, NH by 2 pi. NH by 2 pi നമുക്ക് എന്തറിയാം, n എത്രയാണ്, 3 ആണല്ലേ. അപ്പം 3h by 2 pi, h എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, and we'll get the answer. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്താണ്, ആംഗുലർ മൊമെന്റം which is equal to കിലോ എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാം, അതിന്റെ യൂണിറ്റ് ഏതാ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം എന്താണ് ആംഗുലർ മൊമെന്റം കിട്ടിയല്ലേ, ആംഗുലർ മൊമെന്റം എത്രയാണ്, LMVR ആണ്. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, LMVR is equal to also is equal to എന്താണ്, NH by 2 pi where n കണ്ടുപിടിച്ചു എത്രയാണ്, 3 ആണ്. n 3 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, 3h by 2 pi എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിർത്താം, നോ പ്രോബ്ലം കേട്ടോ. എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിർത്താം, നോ പ്രോബ്ലം, അക്കോർഡിംഗ് ടു യുവർ ടൈം. ഐ മീൻ സാർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് കണ്ടിന്യൂ, എച്ചിന്റെ വാല്യൂ കൊടുക്കാം, പൈന്റെ വാല്യൂ കൊടുക്കാം, ആൻഡ് യു വിൽ ഗെറ്റ് ദ എക്സാക്ട് വാല്യൂ. ഓക്കെ, ഇങ്ങനെ നിർത്തിയാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഇനഫ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടൈം. ഓൾറൈറ്റ്, ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. യെസ്, ഇഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇസ് A0, അതായത് ഒരു ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ, റേഡിയസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് എൻ ഹൈഡ്രജൻ ഇസ് A0 ആണെന്ന് വിചാരിക്കാം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്, A0 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഡാഷ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. എന്താണ്, Rn is equal to n square R1. Rn is equal to n square R1. യെസ്, നോക്കുക, Rn is equal to n square R1 കൊടുക്കുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡ് ഓർബിറ്റിന്റെ അല്ലെ. നോക്കിയേ, സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. R2 is equal to അല്ലെ, സെക്കൻഡ് Rn പകരം n എത്രയാണ്, നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. അപ്പൊ എന്ത് കിട്ടും, യെസ്, R2 is equal to 2 സ്ക്വയർ, n എത്രയാണ്, 2 ആണ്, 2 സ്ക്വയർ A0 എന്ന് വന്നു അല്ലെ, 2 സ്ക്വയർ A0 എന്ന് വന്നു. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സിമ്പിൾ. എത്രയാണ്, ഇതിൽ നിന്നും R1 is equal to A0 ആണ് അല്ലെ, R1 is equal to A0 ആണ്. ആൻഡ് എന്താണ്, R2 is equal to 4 times A0. R2 is equal to 4 times A0. സിമ്പിൾ ഓപ്ഷൻ അല്ലേ, അല്ലടാ, സിമ്പിൾ ഓപ്ഷൻ അല്ലേ. ആണെങ്കിൽ ഷോ മി സം പവർ. യെസ്, കമോൺ. യെസ്, ഷോ മി സം പവർ. യെസ്. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കുറച്ച് എന്താ പറയുക, ചിന്തിക്കേണ്ട, പക്ഷേ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ചിന്തിക്കാൻ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളതും എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ബിക്കോസ് യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ലൈക്ക് ഗെറ്റിംഗ് ടു ദ ഫൈനൽസ് അല്ലെ. ഫൈനൽസ് എന്താ, നമ്മുടെ എക്സാം ഇസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. അപ്പം ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ഓക്കെ, നിങ്ങൾ എന്തായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. കൂടാതെ സാർ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഈ 5 ചാപ്റ്ററുകളിൽ നിന്നും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് സാർ ഡിസ്കസ് ചെയ്തു കേട്ടോ. സാർ പറഞ്ഞതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് സാർ ഡിസ്കസ് ചെയ്തു. എന്നിരുന്നാലും നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഈ 5 ചാപ്റ്ററിൽ നിന്നും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് സാർ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നോ മാറ്റർ വാട്ട്, എന്തായാലും നിങ്ങൾ പഠിച്ച് തന്നെ പോകണം. ഓക്കെ, പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 5 ചാപ്റ്ററിൽ നിന്നും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ഫേസ് ചെയ്യാൻ, അറ്റ് ടൈം ഓഫ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. യെസ്, വൗ, ഐ ക്യാൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച കാര്യം, നിങ്ങൾ ഇത്രത്തോളം സ്ട്രെസ് ചെയ്ത് പഠിച്ച കാര്യം എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് യു വിൽ ഗെറ്റ് ആൻ ആബ്സലൂട്ട് ബെസ്റ്റ് റിസൾട്ട്. ഓക്കെ, ഐ ക്യാൻ അഷ്യൂർ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആബ്സലൂട്ട് ബെസ്റ്റ് റിസൾട്ട്. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യാം, സാർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. കൂടാതെ കുറച്ച് ടോപ്പിക്സ് സ്പെസിഫിക്കലി ഇൻ റേ ഓപ്റ്റിക്സിൽ സ്പെസിഫിക്കലി എന്താണ്,
കുറച്ചുകൂടിയും ഒന്ന് രണ്ട് ഡെറിവേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ്, നമ്മുടെ മിറർ ഇക്വേഷൻ ഒക്കെ ഉണ്ട്, ഒന്നും കൂടി പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഒന്ന് കാണിച്ചിട്ടെ. യെസ്, ഓൾ റൈറ്റ്, യെസ്. നോക്കുക, റെക്ടിഫയർ നമ്മൾ പഠിച്ചല്ലേ. റെക്ടിഫയർ ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്. ദെൻ എന്താണ് റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണ് അറിഞ്ഞിരിക്കാം. നമുക്കത് എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ 5 ചാപ്റ്റേഴ്സ് നീങ്ങില്ല കേട്ടോ. അതുകൊണ്ട് സാറ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എന്താ പഠിച്ചത് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം ആണ് നമ്മൾ നോക്കിയത്. ബാക്കിയുള്ളതും എന്താണ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, then mirror formula, simple microscope, yes, optical instruments of mirror, simple microscope and compound microscope, etc. These kind of questions can be expected. Okay, these kind of questions can be expected from these particular 5 chapter. Okay, അപ്പോൾ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ ഈ 15 ക്വസ്റ്റ്യൻസും 15 ടോപ്പിക്കും പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് പോവുക, ഫേസ് ചെയ്യുക, then just rock it down. Okay, just slay those exams. Okay, അപ്പം എല്ലാവരും ഉഷാറല്ലേ സാറേ? യെസ്, ഫുൾ പവർ അല്ലേ? അടിപൊളി. അപ്പോൾ യെസ്, വി ഗോണ ഡോക്ടർ ഓഫ്. സോ ഓബിയസ്ലി നിങ്ങൾ എന്തായാലും തകർത്തിരിക്കും. ഓക്കെ, അതിന് വേണ്ട മെറ്റീരിയൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് റിസൾട്ട് തന്നെ വരും. ഓക്കെ, നോ ഡൗട്ട്, നോ മാറ്റർ വാട്ട്, നിങ്ങൾ എന്തായാലും നല്ല അടിപൊളി റിസൾട്ട് തന്നെ വന്നിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്സ് കൂടി പഠിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാമിന് ഫേസ് ചെയ്യുക കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സമയത്തിന്റെ എന്താ പറയുക പരിമിതി മൂലം നമുക്ക് എല്ലാ ടോപ്പിക്സും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, പഠിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവാ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഷോമിസം യെസ്, നല്ലൊരു ഫയർ ആൻസർ ആണ്. നല്ലൊരു ഫയർ ആൻസർ കമന്റ് ബോക്സിൽ കത്തട്ടെ. യെസ്, കമന്റ് ബോക്സിൽ കത്തട്ടെ സാറേ, വേഗോട്ടെ. യെസ്, എവിടെ കത്തുന്നില്ലേ? യെസ്, അടിച്ചു പൊളിക്കല്ലേ, അടിപൊളി. അപ്പം എന്താ പറയാ, ഈ ഒരു 5 ചാപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നല്ലൊരു എമൗണ്ട് ഓഫ് മാർക്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നല്ലോ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ വെച്ച് കമ്പാരിറ്റീവ്ലി ഈസി ആണ് അല്ലേ? കമ്പാരിറ്റീവ്ലി ഈസി ആണ്. ആൻഡ് you can expect these kind of questions, these kinds of questions from this particular 5 chapters. Okay, അപ്പം ഇത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മക്കൾ എന്ത് ചെയ്യുക, എക്സാമിന് പോവാട്ടോ. ഇനിയും സമയം ടൈംസ് ദർ. ഓക്കെ, ടൈംസ് ദർ. മേക്ക് യൂസ് ഓഫ് എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡ് എന്ത് ചെയ്യാം, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മേക്ക് യൂസ് ഓഫ് മാക്സിമം ഇറ്റ്. അതിന്റെ ഏറ്റവും മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആൻഡ് ഡെലിവർ ഔട്ട്, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഡെലിവർ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആക്കി മാറ്റുക. അതിനുള്ള എല്ലാ എഫേർട്ടും മക്കൾ എടുത്തിട്ടുണ്ട്. ആൻഡ് വിത്ത് അവർ ഓൺ സപ്പോർട്ട് എന്ത് ചെയ്യുക, യു വിൽ ഡെഫിനറ്റ്ലി റോക്ക് ഇറ്റ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ സാറേ, യെസ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ആൻഡ് ഇതുവരെ എന്താ പറയാ, എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചു, പഠിച്ചെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, യെസ്, ഒബ്വിയസ്ലി എല്ലാവരും എക്സാം തകർക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഫയർ മോജിട്ട് ഒന്ന് തകർത്തെ, കമന്റ് ബോക്സ് തകർത്തെ. യെസ്, അടിപൊളി. എന്താ തകർത്തിരിക്കും അല്ലേ, നോ മാറ്റർ വാട്ട്. അപ്പം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ആൻഡ് താങ്ക് യു ഫോർ ദിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക് യു ഫോർ അറ്റൻഡിങ് മീ. ആൻഡ് ലെറ്റ്സ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ജസ്റ്റ് എല്ലാവരും എക്സാം പൊളിക്കാം കേട്ടോ. ഓക്കെ, യാ, ബൈ, ഗുഡ് നൈറ്റ്.